വെബിനാർ സീരീസിന്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ്. ഫെയർ സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ബെന്നിയച്ച, അലീന സാർ, എല്ലാവരും സുഹൃത്തുക്കളാണ്. ബെന്നിയച്ചൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നിയച്ചനെ പറ്റിയിട്ട് ഒരു സെക്ഷൻ തന്നെ ഈ ഒരു വെബിനാറിൽ പറയേണ്ട വരും. ബിക്കോസ് ഇറ്റ്സ് എ പോർഷൻ. അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ആവശ്യമുണ്ട്. ഇതിലൊരു പ്രസന്റേഷനിൽ ഒരു സെക്ഷൻ തന്നെ നമുക്കൊരു നല്ല ഗൈഡും ടീച്ചറും ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അവസ്ഥയായിരിക്കില്ല. വേറെ ഐ വിൽ ബി ഡൂയിങ് സംതിങ് എൽസ്. അതൊരു വലിയ പാർട്ടാ. എന്നാലും ഐ എം ഹാപ്പി ദാറ്റ് ഇപ്പൊ ഒരു സൺഡേ, അതും ഒരു 1-ാം തീയതിയാണ്, ഓഗസ്റ്റ് 1 സിനിമയൊക്കെ ഉണ്ട് ഭയങ്കര ഫേമസ് ആയിട്ട്. ഒരു സംഗതി മോഷണമായിരുന്നു എന്ന് വെച്ചാലും മലയാളത്തിലെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള സിനിമകളിലൊന്നാണ് ആഗസ്റ്റ് 1, മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച് ഉള്ള ഒരു സിനിമ. അപ്പൊ ഈ 1-ാം തീയതി നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങുന്നു, ഒരു വെബിനാർ സീരീസ്. ആൻഡ് ഐ എം ഹാപ്പി ടു ബി ദ ഫസ്റ്റ് പേഴ്സൺ. അതിന്റെ റിസോഴ്സ് പേഴ്സൺ എന്നൊന്നും എന്നെ സത്യത്തിൽ വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് ഐ എം പാർട്ട് ഓഫ് ചേതന. അത് ചേതനയുടെ ഈ കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് തുടങ്ങിയതിന് ശേഷമല്ല. ഇറ്റ്സ് ഫ്രം എന്താ പറയാ, എന്റെ ഒരു 6th സ്റ്റാൻഡേർഡ്. അപ്പൊ ഈ 6-ാം ക്ലാസ്സിൽ എന്നൊക്കെ പറയുമ്പോ 6-ാം ക്ലാസ്സിൽ അന്ന് ബെന്നിയച്ഛനല്ല, ബെന്നി ബ്രദറാണ്. അപ്പൊ ഞാൻ 6-ാം ക്ലാസ്സിൽ എന്റെ താടിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ബെന്നിയച്ഛനേക്കാളൊക്കെ പ്രായമുള്ള ഒരാളാണ്. അപ്പൊ ഇയാൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ബെന്നിയച്ഛൻ ബ്രദർ എന്ന് വെച്ചാൽ ബെന്നിയച്ഛനെ ഇപ്പൊ എത്ര വയസ്സായി ഉണ്ടാവും എന്നൊക്കെയാണ്. ഐ എം യങ്, ബെന്നിയച്ഛൻ ഈസ് യങ്ങർ ദാൻ മീ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി എനർജിയിലും കാര്യങ്ങളിലൊക്കെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇന്ന് ഞാനും ബെന്നിയച്ഛനും സംസാരിച്ചു, ഞങ്ങൾ സാറും സംസാരിക്കാറുണ്ട്. ഈ ഒരു പ്രസന്റേഷൻ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഇറ്റ് ടു എന്താണ് ടെക്നിക്കൽ അല്ലെങ്കിൽ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ. അതിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞ് ഫിഗേഴ്സും ഫാക്ട്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ആക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ടെൽ യു എ സ്റ്റോറി. ഈ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. ഈ കഥ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നതായിരിക്കും ഈ പ്രസന്റേഷന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഉള്ളതായിരിക്കും. അത് ഒരു സിനിമയുടെ കഥയാണ്. സോൾ എന്നാണ് ആ സിനിമയുടെ പേര്, സോൾ. ആ സിനിമ കണ്ടവർ കുറെ പേര്, ഇപ്പൊ ഇതിലുള്ള അറൌണ്ട് 50 ആളുകളിൽ എന്തായാലും ആ സിനിമ കണ്ട ആളുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കാണാൻ ഒരുപക്ഷെ ഈ പ്രസന്റേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടൻ തന്നെ അത് കാണാൻ പോകുന്നവരുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസന്റേഷനേക്കാളൊക്കെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് അത്. ഇത് പിക്സാറിന്റെ ഏറ്റവും പുതിയ സിനിമകളിൽ ഒന്നാണ്. ലാസ്റ്റ് അക്കാഡമി അവാർഡ്സിൽ ബെസ്റ്റ് ആനിമേഷൻ ഫിലിം അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയാണ്. എനിക്ക് വേണം അതിനുശേഷം ലൂക്ക എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ് പിന്നെ ഇത്രയും ഒരു ശ്രദ്ധ കിട്ടുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം ദ സെയിം ഹൗസ്. ഐ തിങ്ക് ലൂക്ക കണ്ടിട്ടവരുണ്ടോന്ന് എനിക്കറിയില്ല. ലൂക്കയുടെ തൊട്ട് മുമ്പുള്ള സോളിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഇത്തവണ നമ്മൾ ജനറലി ഐ മേക്ക് പ്രസന്റേഷൻ ബേസ്ഡ് ഓൺ വെക്ടേഴ്സ്. നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഇത്തവണ ഞാൻ എന്റെ പ്രസന്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ 100 സ്ലൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ 99 സ്ലൈഡും ഈസ് ബേസ്ഡ് ഓൺ ദിസ് മൂവി. ഈ സിനിമേനെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് അഡ്വർടൈസിങ് പറയാൻ പോകുന്നത്. ഒരു സ്ലൈഡ് മാത്രമാണ് ഞാൻ എന്താ പറയാ, നിങ്ങൾക്ക് നേരത്തെ ബെന്നിയച്ചൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ മണി മിൻറ്റിങ് ഇൻഡസ്ട്രി. ആളുകൾക്ക് പണ്ട് അഡ്വർടൈസിങ്ങിൽ പോവുക, അല്ലെങ്കിൽ മീഡിയയിൽ പോവുക, സിനിമയിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സ്റ്റെന്റ് വരും. ഇപ്പൊ സിനിമയിൽ നമ്മൾ പുറത്തറിയുന്ന ആൾക്കാരൊക്കെ ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ ദുൽഖർ സൽമാന്റെ പുതിയ കാറ് ജി വാഗൺ സീരീസിൽ മറ്റേ മെഴ്സിഡസ് ബെൻസിന്റെ ഇന്നലെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ പോർട്ടൽസിലൊക്കെ. എന്താണ് റൺസ് അപ് ടു ഒരു 2.25 കോടി 3 കോടി രൂപയാണ് അയാളുടെ പുതിയ വണ്ടിക്കുള്ളത്. അപ്പോ അത്രയും ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണും. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ വീട്ടിലൊക്കെ ഈ കഥയൊക്കെ നമ്മളുടെ വീട്ടിൽ പറഞ്ഞ് രസിക്കുമ്പോഴും നമ്മൾ ആരെങ്കിലും സിനിമയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവര് സമ്മതിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ, എസ്പെഷ്യലി കേരള പാരന്റ്സിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവര് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് വലിയ സക്സസ് റാക്സ് ടു റിച്ചസ് സ്റ്റോറീസിനൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷെ നമ്മള് കറക്റ്റ് ആയിട്ട് കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ തല്ലിവിട്ടുകയൊക്കെ ചെയ്യും. മറ്റുള്ള കഥകളൊക്കെ ചിലപ്പോൾ നമ്മൾ അവർക്ക് നമ്മുടെ ടീച്ചേഴ്സും പറഞ്ഞു തരുവാണെങ്കിൽ അത്തരം ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ്, ബിൽ ഗേറ്റ്സ് കോളേജിൽ നിന്ന് പോയി, സ്റ്റീവ് ജോബ്സ് കോളേജിൽ പോയി, പക്ഷെ നിങ്ങൾ കൃത്യം കോളേജിൽ വരണം. നമുക്ക് കോളേജിൽ നിന്ന് പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോ ഇത്
ഇറ്റ്സ് ലൈക്ക് എ കൺഫ്യൂഷൻ, ഒരു ക്രിയേറ്റീവ് മൈൻഡിന്റെ ഒരു കൺഫ്യൂഷനെ പറ്റിയിട്ടാണ് ഈ സിനിമ തന്നെ ഉള്ളത്. ബട്ട് ഹി വാസ് ബോൾഡ്, ഇതിലെ ഹീറോ. ആ ഹീറോന്റെ ലൈഫിനെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഒരുപക്ഷെ ആ സിനിമ പറയാൻ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പറയുന്നത്. ആ സിനിമ കണ്ടിട്ട് എനിക്കിതിനെ എങ്ങനെ നമ്മുടെ ഒരു ക്രിയേറ്റീവ് ആളുടെ ലൈഫായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റി. അതാണ് എന്റെ ഈ ഒരു ആക്ച്വലി ഇറ്റ് ഇസ് എൻ എക്സ്പെരിമെന്റൽ പ്രസന്റേഷൻ. നമ്മളുടെ ഒരു യൂഷ്വൽ പ്രസന്റേഷൻസിന്റെ ഒക്കെ സ്റ്റൈല് വിട്ടിട്ട് നമ്മള് വി ആർ ടേക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് എ മൂവി ടു പുട്ട് അവർ പോയിന്റ് അക്രോസ്. അപ്പൊ നമുക്ക് പതുക്കെ വലിയ, എനിക്ക് പറയണ വലിയ ഫോർമൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. അഡ്വർടൈസിങ് ഈസ് എവ്രിവെയർ. അതിനെ പറ്റിയിട്ട് നമ്മൾ പുതിയത് എങ്ങനെ തുടങ്ങി, എവിടെ പോയി, എത്ര കൊണ്ട് ഒന്നും പറയണ്ട. ബിക്കോസ് നിങ്ങൾ കാലത്ത് എഴുന്നേറ്റിട്ട് വൈകുന്നേരം ഉറങ്ങുന്നത് വരെ യു വിൽ ബി യൂസിങ് സം ബ്രാൻഡ്സ്. അത് കാലത്ത് എഴുന്നേറ്റിട്ട് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന അലാം അടിക്കുന്നത് നിങ്ങളുടെ ഒരു ഫോണിൽ നിന്നായിരിക്കും. ഒരുപക്ഷെ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് അതേ അലാം സെറ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ടായിരിക്കും. അതൊക്കെ എന്തെങ്കിലും ബ്രാൻഡുമായിട്ട്. ഇപ്പൊ ഈ ഫോൺ യു ചൂസ്, അതെന്തായാലും ഒരു ബ്രാൻഡിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്തത്. ദർ മേ ബി സെവറൽ റീസൺസ് ബിഹൈൻഡ്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ പ്രസന്റേഷൻ റൈറ്റ് നൗ. വളരെ സിമ്പിൾ ആണ്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഭയങ്കര ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒന്നും ഇല്ല. നിങ്ങൾ ഇഫ് യു ആർ എക്സ്പെക്ടിങ് അങ്ങനത്തെ ഭയങ്കര ഫാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു വിൽ ബി തറലി ഡിസപ്പോയിന്റഡ്. ദിസ് ഈസ് ലൈക്ക് എ ജേർണി. സോൾ പോലെ തന്നെ രസകരമായിട്ടുള്ള ഒരു സിനിമ പോലെ ആക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഐ തിങ്ക് വി കൻ സ്റ്റാർട്ട് ദ പ്രസന്റേഷൻ റൈറ്റ് നൗ. ഓക്കെ, ഹോപ്പ് യു ക്യാൻ സീ ദ പ്രസന്റേഷൻ. ഞാനിത് ഫുൾ സ്ക്രീൻ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് നിങ്ങൾ എന്നോട് പറയണം. പറയുക തന്നെ വേണം വോയിസിൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതൊരു ലെറ്റ് മീ മേക്ക് ട്രൈ ടു മേക്ക് ഫുൾ സ്ക്രീൻ. ചിലപ്പോ നടക്കുന്നുണ്ടാവില്ല. ഓക്കെ, ലീവ് ഇറ്റ്. ഇവിടെ ആക്ച്വലി പെട്ട കോഡ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഫോണിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കോട്ട് ഇട്ടേക്കാണ്. ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു മഹത് വചനം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു കോട്ട്. സ്പെൻഡ് യുവർ പ്രഷ്യസ് അവേഴ്സ് ഡ്യൂറിങ് doing what will bring out the real you. The brilliant, passionate you that's ready to contribute to something meaningful into this world. Very simple. നിങ്ങളുടെ മണിക്കൂറുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളിലുള്ള റിയൽ യുവിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുക, അതിനുവേണ്ടി ചെലവഴിക്കുക. ആ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ആ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നോക്കുക. ആ നിങ്ങൾ ലോകത്തിന് എന്തെങ്കിലും അർത്ഥവത്തായത് സംഭാവന ചെയ്യാൻ പറ്റുന്ന നിങ്ങളായിരിക്കാൻ ആയിട്ട് ശ്രമിക്കുക. ജോ ഗാർഡനർ എന്ന് പറയുന്ന ഒരാളുടെ വാക്കുകളാണ്. അപ്പൊ ഞാനും ഒരുപക്ഷെ ഞാൻ ഈ സോൾ എന്ന് പറയുന്ന സിനിമയെ പറ്റി പറഞ്ഞില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും, നിങ്ങളെ വളരെ ഈസി ആയിട്ട് എനിക്ക് കബളിപ്പിക്കാൻ പറ്റും. കാരണം ഞാൻ പറയുകയാണ് ഈ ജോ ഗാർഡനർ ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ തിങ്കർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഓൺ ദി ഇന്റർനെറ്റ് യു വിൽ ഫൈൻഡ് സെവറൽ കോട്ട്സ്. അവരൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കോട്ടുകൾ ഐൻസ്റ്റീനെ പറ്റിയിട്ടും ന്യൂട്ടനെ പറ്റിയിട്ടും അബ്ദുൽ കലാമൊക്കെ ഇന്ത്യയിൽ ആർക്ക് എന്ത് പറയണമെങ്കിലും വിൽ പുട്ട് ദാറ്റ് ഇൻ ടു അബ്ദുൽ കലാംസ് മൗത്ത്. ആള് പറഞ്ഞ പോലെയാണ് നമ്മൾ ലോകത്തിൽ കുറെ കാര്യങ്ങള് അബ്ദുൽ കലാമാണ് പറഞ്ഞെന്നുള്ളത് ഇന്റർനെറ്റിൽ കണ്ടാൽ നമുക്ക് തോന്നും. നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന സയന്റിസ്റ്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം. ന്യൂട്ടൺ പറയാത്ത കാര്യങ്ങൾ ഐൻസ്റ്റീൻ അവരൊന്നും സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും അവരുടെ കോട്ടായിട്ട് നമ്മൾ ഇന്റർനെറ്റിൽ കാണുന്നു. അത് നമ്മളെടുത്ത് ചിലപ്പോൾ പല സ്ഥലത്തൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഐ കൻ ഈസിലി ട്രിക്ക് യു സെയിങ് ദാറ്റ് ജോ ഗാർഡനർ ഇസ് എൻ അമേരിക്കൻ തിങ്കർ. ഒന്നുമല്ല, ആക്ച്വലി ഹു ഈസ് ജോ ഗാർഡനർ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഈസ് എ ഹീറോ ഓഫ് ദ മൂവി സോൾ. സോൾ എന്ന് പറയുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയെ പറ്റിയിട്ട് ഒരു എന്താ പറയാ ആഫ്റ്റർ ലൈഫിനെയൊക്കെ പറ്റി പറയുന്ന ഒരു മൂവിയിലെ
നായകനാണ് ജോ ഗാർഡനർ എന്ന് പറയുന്ന ഒരു മാത്സ് ടീച്ചർ, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ടീച്ചർ, ഒരു മ്യൂസിക് ടീച്ചറാണ് അയാൾ. ഒരു മിഡിൽ സ്കൂളിലെ ടീച്ചർ. നമ്മളുടെ എന്താ ഹൈസ്കൂൾ അല്ലെങ്കിൽ UP എന്നൊക്കെ പറയുന്ന പോലെ അമേരിക്കയിലുള്ള ഒരു സാധാരണ സ്കൂളിലെ ഒരു മ്യൂസിക് ടീച്ചറാണ് ജോ ഗാർഡനർ. ഈസ് അസൈൻഡ് ടു ടീച്ച് മ്യൂസിക്. അപ്പൊ ജോ ഗാർഡനർ പറയുന്നത്, സ്പെൻഡ് യുവർ precious hours doing what will bring out the real you, the brilliant passionate you that's ready to contribute to something meaningful into this world. ജോ ഗാർഡനറുടെ കൂടെ ഒരു പൂച്ചേനെ നിങ്ങൾ കാണുന്നുണ്ട്. ആ മൂവി കാണുമ്പോൾ ആരാണ് ആ പൂച്ച എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വിത്ത് ദിസ് കോട്ട് ഐ സ്റ്റാർട്ട് മൈ പ്രസന്റേഷൻ. എന്റെ പ്രസന്റേഷന് ഞാൻ ഇങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. വെന്നിയച്ചൻ പറഞ്ഞു, ആഡ് ഇൻഡസ്ട്രി മൈ ഡെയിലി ബ്രെഡ്. ഐ വാസ് റണ്ണിങ് അറൌണ്ട് ടു മേക്ക് മൈ ഡെയിലി ബ്രെഡ് ഓൾ ദീസ് ഇയേഴ്സ്. ഇപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും ഈവൻ ഇൻ ദ കോവിഡ് പാൻഡമിക് റെസ്ട്രിക്ഷൻസിലും നമ്മൾ സത്യവാങ്മൂലൊക്കെ എഴുതിയിട്ട് വി ആർ അറ്റൻഡിങ് മീറ്റിംഗ്സ്. ആളുകളെ കാണുന്നു, പോകുന്നു, ഡിസ്കഷൻസ് ഇരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്കിടെ ബെന്നിച്ചൻ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കുന്നു. അതിൽ ക്ലബ് ചെയ്തിട്ട് തന്നെ നമ്മൾ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നു. വി വാണ്ട് ടു ക്യാൻവാസ് ക്ലയൻസ്. അപ്പോ ഒരു ആഡ് മാൻ എന്ന് ഞാൻ പറയുന്നത്, ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ്സ് എ ജെൻഡർ ബയസ്ഡ് ആയിട്ടുള്ള ഒരു യൂസേജ് ഞാൻ വിചാരിക്കും. ആഡ് മാൻ എന്നുള്ളത് ആക്ച്വലി ഇറ്റ്സ് എ ഹ്യൂമൻ ബീയിങ്. അതാണ് ഞാൻ ഒരു ടിപ്പിക്കൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ എല്ലാ എന്താ പറയാ എല്ലാ ട്രേറ്റുകളും എലിമെന്റ്സും ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ആളുകളാണ് സാധാരണ രീതിയിൽ അഡ്വർടൈസിങ്ങിൽ എത്തിപ്പെടുന്നതും അതിൽ എക്സെൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പോ നമ്മള് ലവ് ഫോർ അവർ സെൽഫ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരുമിച്ചുള്ള ആളുകളാണ് സത്യത്തില് അഡ്വർടൈസിങ്ങിൽ ഏറ്റവും ഹ്യൂമൻ ആയിട്ടുള്ള ആൾക്കാരാണ് അഡ്വർടൈസിങ്ങിൽ എക്സെൽ ചെയ്യുക. ഡോണ്ട് തിങ്ക് ദാറ്റ് എക്സെപ്ഷണലി ബ്രില്യന്റ് ആയിട്ടുള്ള എക്സെപ്ഷണലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളെക്കാളൊക്കെ മുകളില് ഒരു ഹ്യൂമൻലി പാഷനും ഹ്യൂമൻലി ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആൾക്കാരാണ് അഡ്വർടൈസിങ്ങില് ഏറ്റവും എക്സെൽ ചെയ്യുക. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. ബിക്കോസ് അതിന്റെ റീസൺ ആയിട്ട് ഞാൻ പറയുന്നത്, ബിക്കോസ് അങ്ങനെ ഏറ്റവും സാധാരണക്കാരിലായിട്ട് ഒരാൾക്കാണ് ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റവും എളുപ്പം തിരിച്ചറിയാൻ പറ്റുക, അതിന് ഏറ്റവും അധികം എളുപ്പം സൊല്യൂഷൻസ് പറയാൻ പറ്റുക, അയാളെ ഏറ്റവും അധികം എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് വി നോ ദ റിയൽ ഇഷ്യൂസ്. അപ്പൊ നിങ്ങൾ സിനിമ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ദിലീഷ് പോത്തന്റെ സിനിമകളെ പറ്റിയിട്ടും ശ്യാം പുഷ്കരന്റെ സിനിമകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഭയങ്കര എന്താ പറയാ രസമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഹൗ റിയലിസ്റ്റിക് ഇറ്റ് ഈസ്. ശ്യാം പുഷ്കരന്റെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ, അതില് ദർ ഇസ് എ ഡിസൈനർ. ക്രിസ്പിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഡിസൈനറാണ്. അയാളുടെ ഒരു ഡിസൈൻ എത്തിക്സ് ഉണ്ട് അയാൾക്ക്. അയാളുടെ അടുത്ത് പലതും പറയുമ്പോ ഞാനത് ചെയ്യില്ല ബേബി ചേട്ടാ, വൃത്തികേട് ചെയ്യില്ല ബേബി ചേട്ടാ എന്നൊക്കെ പറയുന്ന ചില അവസരങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ വൃത്തികേട് ചെയ്യില്ല ബേബി ചേട്ടാ എന്നൊക്കെ പറയുന്ന ഒരു ഇവിടെ ലില്ലിപ്പൂ വെക്ക്, അവിടെ മറ്റേ A+ കിട്ടിയതല്ലേ, കുറച്ച് പടക്കം പൊട്ടിക്കുന്ന എഫക്ട് വെക്ക് എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ഡിസൈനറെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ക്രിസ്പിൻ എന്ന് പറയുന്ന കാര്യം. അത് അത്രയും നല്ലൊരു ക്യാരക്ടറായി മാറാനായിട്ട് ശ്യാം പുഷ്കരൻ വാസ് എ ഡിസൈനർ ഹിംസെൽഫ്. ഒരു കാലത്ത് ശ്യാം പുഷ്കരൻ ഡിസൈനുകൾ ചെയ്തിരുന്ന ഒരാൾ, അയാൾക്ക് അറിയാം. അപ്പോ പലതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ഈ കലാസൃഷ്ടികളിലും ക്രിയേറ്റീവ്സിലൊക്കെ പുറത്തേക്ക്. ഒരു അഡ്വർടൈസിങ് കോപ്പി എഴുതുമ്പോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോ നമ്മൾ ചെറുപ്പത്തില് കണ്ടിട്ടുള്ള സിനിമകള്, നമ്മൾ ചെറുപ്പത്തിൽ നാട്ടിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെറുപ്പത്തില് പലരും കഥയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മള് ഒരു പരസ്യം ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും അധികം സാധാരണക്കാരനെ ഐഡന്റിഫൈ ചെയ്യുന്ന, അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്യുക. ഐ ഷോ യു എൻ എക്സാമ്പിൾ. നിങ്ങൾ അനീസ് സലീമിനെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു, കുറച്ചു പേരെങ്കിലും, അല്ലെങ്കിൽ മുഴുവൻ പേരും കേട്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താണ് അനീസ് സലീം? ഞാൻ വെറുതെ ആ പേരൊന്ന് ടൈപ്പ് ചെയ്യാം. അനീസ് സലീം കേട്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മാർക്കൊന്നും കുറയ്ക്കാൻ പോകുന്നില്ല. അനീസ് സലീം
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു റൈറ്ററാണ്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതാറ്, പക്ഷെ മലയാളിയാണ്. അറ്റ് ദ സെയിം ടൈം ഹീസ് വർക്കിംഗ് ഇൻ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി. ഇപ്പോ അനീസിന്റെ എനിക്ക് തോന്നുന്നത് സ്മോൾ ടൗൺ സീസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു ശ്യാമപ്രസാദ് സാർ ഒരു സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഹരീഷ് ഉത്തമനൊക്കെ അഭിനയിച്ചിട്ട്. അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സ്മോൾ ടൗൺ സീസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തോ നല്ല വാനിറ്റി ബാഗ് എന്ന് പറയുന്ന അങ്ങനെ കുറെ നല്ല പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം ഓദറാണ്. അലക്സ് അവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. അനീസ് എന്താണ്? കാസിമിന്റെ കടൽ എന്നുള്ള പേരിലാണ് ശ്യാമപ്രസാദ് സാർ ആ സിനിമ ആക്കിയിട്ടുള്ളത്, കാസിമിന്റെ കടൽ എന്നുള്ള പേരിൽ. അപ്പോ അനീസ് സലീം ആക്ച്വലി ഹി വർക്ക്സ് ഏൺസ് ഹിസ് ഡെയിലി ബ്രെഡ് ഫ്രം അഡ്വർടൈസിങ്. ഈസ് എ ക്രിയേറ്റീവ് ഡയറക്ടർ. മറ്റേ ഐ തിങ്ക് TBWന്റെ ആണോ TBWയുടെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഹാപ്പൻ ടു ആക്ട് ഇൻ ഹിസ് അഡ്വർടൈസിങ്. ഒരു പരസ്യത്തില് എനിക്ക് അഭിനയിക്കണം. അന്നാണ് ഞാൻ അനീസിനെ നേരിട്ട് പരിചയപ്പെടുന്നതും. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പരസ്യം നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള പരസ്യമാണ്. ആ പരസ്യം അനീസിന് എവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും ആലോചിച്ച്. ഇതൊക്കെ നമ്മള് ചെറുപ്പത്തിൽ കുട്ടികളെ പറഞ്ഞ് അല്ലെങ്കിൽ നാട്ടിൻപുറത്തൊക്കെ കേട്ടിട്ടുള്ള ചില പറ്റിക്കൽ കഥകൾ എന്നാണ് ആ പരസ്യം ഉണ്ടാവുന്നത്. അതിൽ ഷോ യു ദാറ്റ് ഞാൻ അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല, എത്രത്തോളം നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരെ അറിയുന്നു, നമ്മളുടെ നാട്ടിലെ കഥകൾ അറിയുന്നു, നമ്മളുടെ ചുറ്റും നടക്കുന്ന കറണ്ട് അഫയേഴ്സിനെ പറ്റി നമ്മൾ എത്ര ബോധവാന്മാരാണ്, എത്ര നല്ല സിനിമകൾ നമ്മൾ കാണുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങൾ എത്ര നല്ല ഒരു മനുഷ്യനാവുന്നു എന്നുള്ളതും. അതൊപ്പം തന്നെ നിങ്ങൾ എത്ര നല്ലൊരു ഹ്യൂമൻ ബീയിങ്, ഒരു ആഡ്മാൻ ആവുന്നു എന്നും കൂടിയാണ്. എത്ര നല്ല ഹ്യൂമൻ ബീയിങ് ആവുന്നു അത്രയും നല്ല അഡ്വർടൈസിങ് ഗൈ ആയിട്ട് നിങ്ങൾ മാറുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഐ ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് പ്രസന്റേഷൻ ആൻഡ് ഐ വിൽ ഷോ യു അനദർ വീഡിയോ. ഒരു ചെറിയ ഒരു ആഡ് ഫിലിം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പരസ്യം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള പരസ്യമാണ്, ഐ ബിലീവ്. ഇതിന്റെ ഒരു തുടക്കം കാണുമ്പോ ഐ തിങ്ക് യു ക്യാൻ സീ ദ അല്ലെ ആഡ് കാണുന്നുണ്ട്. വേഗം ഇപ്പൊ എടുക്കും. ഈ ബോട്ട് ഫുള്ളാണ്, അടുത്ത ബോട്ടിന് വാ. അനുപേട്ടാ, കല്യാൺ സിൽക്സിൽ ആഡി സെയിൽ തുടങ്ങി. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ആഡി സെയിൽ. ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ചേട്ടോ, സമയമായി ബോട്ട് എടുക്കണ്ടേ? അതിന് ഡ്രൈവർ ഇപ്പഴേ പോയി. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങും. കല്യാൺ സിൽക്സ്. ഓക്കെ, ഈ പരസ്യം അനീസാണ് എഴുതിയെന്ന് ഒരു പക്ഷെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. പറഞ്ഞു അനീസിനെ പോലെ ഇത്രയും ഭയങ്കര നോവലുകൾ എഴുതുന്ന ഒരാള് ഇത്ര സിമ്പിൾ ആയിട്ട്, ഇത്ര ഫണ്ണി ആയിട്ട്, അല്ലെങ്കിൽ ഇത് എല്ലാവരും പറയുന്ന ഒരു കഥയാണ്. നമ്മൾ ഒരാളെ പറ്റിക്കാൻ നോക്കുന്നു, നമ്മൾ സ്വയം പറ്റിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിന്റെ കോഴിക്കോട് വെർഷനുകളൊക്കെ ഉണ്ട്. നമ്മള് ബസ്സിൽ സ്ഥലം ബുക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കോഴിക്കോടൊക്കെ ഭാഗത്ത് ഒരു കഥയുണ്ട്. കോഴിക്കോടൊക്കെ തിരക്കുള്ള ബസ്സിൽ തൃശ്ശൂരൊക്കെ വരാനായിട്ട് നമ്മള് എന്താ ചെയ്യണേ, നമ്മളൊരു തുവാലയോ അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകമോ അതിന്റെ വിൻഡോ കൂടെ ആളുകൾ ഉള്ളിക്കിടും ബസ്സിന്റെ. അതവിടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സീറ്റ് ബുക്ക് ചെയ്തു എന്നാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വൃദ്ധൻ അവിടെ കയറിയപ്പോ എല്ലാ സീറ്റുകളിലും ഏതെങ്കിലും തുവാലയോ പുസ്തകമൊക്കെ കൊടുക്കണ കണ്ടപ്പോ അയാൾ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരെണ്ണം എടുത്ത് കളഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോ ഈ ബുക്ക് ചെയ്ത വ്യക്തി വന്നിട്ട് പറഞ്ഞു ഇത് എന്റെ സീറ്റായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ, ഞാനിവിടെ ഒരു ടവൽ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോ ഈ വൃദ്ധൻ ദേഷ്യം വന്നിട്ട് പറഞ്ഞതെന്താ വെച്ചാൽ, എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ ഒരു ഡബിൾ മുണ്ട് കൊടുത്തിട്ട് ഈ ബസ്സിന്റെ മുകളിലെ വിരിക്കാം, അപ്പൊ ഈ ബസ് മുഴുവൻ എന്റെ ആയില്ലേ എന്നാണ്. അപ്പോ ഇതുപോലെ കുറെ രസകരമായ കഥകൾ നമ്മൾ സുഹൃത്തുക്കൾ ഇരിക്കുമ്പോഴും നമ്മളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുകയോ വായിക്കുകയോ, ഇതിന്നൊക്കെ തന്നെയാണ് ആളുകൾ പരസ്യത്തിനുള്ള ഐഡിയകൾ ഉണ്ടാക്കുന്നത്, കോൺസെപ്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഇന്ന് തന്നെ നിങ്ങൾ പത്രത്തില് ഏറ്റവും റെവല്യൂഷണറി ആയിട്ട് ഒരു പരസ്യം ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ലോക സൗഹൃദ ദിനാണ്, ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഇന്നത്തെ മാതൃഭൂമി വായിച്ചിട്ടുള്ള ആൾക്കാർ ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മാതൃഭൂമി ഇന്നൊരു പരസ്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? മനോരമയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് കൊടുത്തിട്ടാണ്. ഇന്ന് മാതൃഭൂമി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് കൊടുത്തിട്ടുള്ളത് മനോരമയ്ക്കാണ്. ലോകത്തിൽ പല ബ്രാൻഡുകളും ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലും അതെ, മലയാളത്തിലും അതെ, ഏറ്റവും അധികം ഇന്ന് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന പരസ്യം
മനോരമയ്ക്ക് മറ്റേ സൗഹൃദ ദിനാശംസകൾ നേരത്തെ മാതൃഭൂമി ചെയ്തിട്ടുള്ള പരസ്യം. ഇത് ചെയ്യാനുള്ള ഒരു ടൈമിങ് അല്ലെങ്കിൽ ഒരു ബോധം അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മള് ഈ ഒരു സെഷൻ കൊണ്ട് ആലോചിക്കുന്നത്. അതിന് തന്നെയാണ് ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ബെറ്റർ ഹ്യൂമൻ ബീയിങ്സിന് ബെറ്റർ ആഡ് ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് പേഴ്സൺസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം യു ഹാവ് ടു കീപ് യുവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ. നിങ്ങളുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു സിനിമയിൽ നിന്നാവും നിങ്ങൾക്കൊരു സംഗതി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ഒരു കഥയിൽ നിന്നാവും, അല്ലെങ്കിൽ ഒരു നാടകത്തിൽ നിന്നാവും. അങ്ങനെ എന്തെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നാളേക്കുള്ള പരസ്യത്തിന്റെ ഒരു ഐഡിയ കിട്ടി. ഇപ്പോ ഏറ്റവും അധികം ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ സോഷ്യൽ മീഡിയ അറിയാം. പണ്ട് ഇമ്മീഡിയസിയുടെ ഒക്കെ ഒരു അവസാന വാക്കെന്ന് പറഞ്ഞിരുന്നത് വാർത്തകളും ടെലിവിഷൻ വാർത്തകളും ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ ആയിരുന്നു. ഇപ്പോ ഏറ്റവും അധികം ഇമ്മീഡിയസി ഉള്ള ഒരു ഫാക്ടർ സോഷ്യൽ മീഡിയ ആണ്. ഇന്നലെ ഞങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനോരമയിലെ ഒരു സുഹൃത്ത് പറയുന്നത് കുതിരാൻ തുരങ്കം തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഓഫീസിൽ നിന്ന് നേരെ ഓടിപ്പോയി മനോരമയിൽ പോയി നിന്നൊരു സപ്ലിമെന്റ് ചെയ്ത് അത് പുറത്തിറക്കി. പക്ഷെ അത് ഇന്ന് കാണുന്നത് ഇന്ന് രാവിലെ ആളുകളാണ്. പക്ഷേ കുതിരാൻ തുരങ്കം ഇന്നലെ രാത്രി തന്നെ തുറക്കാൻ പോകുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയ ആണ് ആദ്യം അറിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ കൂടെ ആണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ മൊമെന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പൊ വളരെയധികം ക്ലിക്ക് ആയിക്കൊണ്ട്, ഈവൻ ഫ്രം മൈ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നെ ഈ അടുത്ത് ഈ ജോസഫൈൻ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, മറ്റേ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ സ്ഥാനം നഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവരൊരു അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ പറയാം, എന്നാ ആസ്വദിച്ചോ അനുഭവിച്ചോ എന്ന് പറയുന്ന സാധനം. അതിനെ ഞങ്ങൾ എന്നാ ആസ്വദിച്ചോ എന്ന് പറയുന്ന പേരിലാക്കിയിട്ട് ഒരു റെസ്റ്റോറന്റിന് വേണ്ടി ഒരു പരസ്യം ചെയ്തത്. ആ ഒറ്റ പരസ്യം, അതേ ദിവസം വന്ന പരസ്യം, ഒരു പ്രിന്റ് സോഷ്യൽ മീഡിയ ആഡ് ഞങ്ങൾക്ക് 3 പുതിയ റെസ്റ്റോറന്റുകളെയാണ് ഓപ്പൺ ചെയ്തു തന്നത് അവരുടെ എൻക്വയറീസ്. അപ്പോ നിങ്ങള് ആസ് വെന്യറ്റൻ സെറ്റ് ജേർണലിസം പഠിക്കുന്നവരും ഫിലിം പഠിക്കുന്നവരും മറ്റേ ഡിസൈൻ പഠിക്കുന്നവർക്കൊക്കെ ഈക്വലി എക്സെൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അഡ്വർടൈസിങ്. ബിക്കോസ് ഒരു ജേർണലിസ്റ്റിക് ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ള ഒരാള് he or she will be aware of the latest things happening around them. അപ്പൊ അതിൽ നിന്നാണ് നമ്മളുടെ ഐഡിയകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഗോ ബാക്ക് ടു അവർ പ്രസന്റേഷൻ. സോറി, ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് ഓപ്പൺ ആക്കി വെച്ചോട്ടെ. ഓക്കെ, അപ്പോ ദിസ് മച്ച് ഫോർ ദ ഇൻട്രോ ആൻഡ് ദിസ് ഈസ് ദ ടൈറ്റിൽ, ആഡ്മാൻ ഹ്യൂമൻ. ഇത് ആഡ് ഇൻഡസ്ട്രിയുടെ ഡെയിലി ബ്രെഡ് ഏൺ ചെയ്യുന്ന പോലെ തന്നെ നമ്മള് രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോകണം. ആശാൻ ഇത്തിരി ഒരു ചെറിയ മാന്തണ്ടെന്ന് തോന്നുന്നു. I think you can see, ഞാൻ ഇതിനൊരു ചെറിയ പേരിടാണ്, ദ സ്റ്റോറി ഓഫ് എ കൺഫ്യൂസ്ഡ് ക്രിയേറ്റീവ് മൈൻഡ് ഓർ ഹൗ ടു ഫൈൻഡ് സ്പാർക്ക് ടു ഇഗ്നൈറ്റ് യുവർ ഡ്രീംസ് എന്നാണ്. ഈ സിനിമയുടെ ഉള്ളിലെ ഏറ്റവും വലിയൊരു സംഗതി ഈ സോളുകളുടെ, ആത്മാക്കളുടെ ഒരു ലോകത്ത് നിന്ന് ഒരു ആഫ്റ്റർ ലൈഫും ബിഫോർ ലൈഫും ഉള്ള ഒരു കഥയാണ്. ആ ബിഫോർ ലൈഫിൽ നിന്ന് ഒരാള് ഭൂമിയിൽ, ഒരു ആത്മാവ് ഭൂമിയിൽ എത്തണമെങ്കിൽ അതൊരു സ്പാർക്ക് കണ്ടുപിടിക്കണം. അതിന്റെ ഒരു സ്റ്റിക്കർ ഉണ്ട് അതിന്റെ നെഞ്ചത്ത്. ആ നെഞ്ചത്തുള്ള സ്റ്റിക്കർ ഫില്ലാവണമെങ്കിൽ അവസാനം ഫില്ലാവേണ്ട കാര്യം അതിന്റെ ഒരു സ്പെഷ്യൽ എന്താ പറയുക, ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു സ്പാർക്കാണ്. ഈ സ്പാർക്കിനെ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളതും കൂടി നമുക്ക് ഐ തിങ്ക് ഈ ഒരു ജേർണിയുടെ ഉള്ളിൽ നമുക്ക് പോവാം. യു കൻ സ്റ്റാർട്ട് വിത്ത് ഈ ഒരു കോട്ട്. ലിബ എന്ന് പറയുന്ന ജോയുടെ അമ്മ, ഈ ജോ ഗാർഡനറിന്റെ അമ്മ, ഞാൻ പറഞ്ഞൊരു മ്യൂസിക് ടീച്ചറാണ് ജോയുടെ അമ്മ പറയുന്ന ഒരു കാര്യം, ലോർഡ് നോസ് വി നീഡ് മോർ ടീച്ചേഴ്സ് ഇൻ ദിസ് വേൾഡ്. കൂടുതൽ അധ്യാപകരെ ഈ ലോകത്തിന് വേണമെന്ന് ദൈവത്തിന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ദൈവം നിന്നൊരു അധ്യാപകനാക്കിയതെന്നാണ് ഈ അമ്മ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അമ്മയുടെ പിന്നിലുള്ള കാര്യം, ദൈവത്തിന് ലോകത്തിൽ മോർ ടീച്ചേഴ്സ് വേണോ വേണ്ട എന്നില്ലെങ്കിലും അവർക്ക് അവരുടെ മകൻ
ഒരു സ്ഥിര വരുമാനമുള്ള ജോലിക്കാരനായി കാണണമെന്ന് ആഗ്രഹം. കാരണം ജോയുടെ അച്ഛനും ഒരു മ്യൂസീഷ്യനായിരുന്നു. ജോയുടെ അമ്മ പറയുന്നത് നിന്റെ അച്ഛൻ നല്ല മ്യൂസീഷ്യനൊക്കെ ആയിരുന്നു, ജാസ് മ്യൂസീഷ്യനാണ്, പക്ഷെ ഈ ബില്ലുകൾ മുഴുവൻ ഞാൻ അടച്ചിരുന്നത്, നമ്മുടെ വീട്ടിലെ ബില്ലുകൾ മുഴുവൻ ഞാൻ അടച്ചിരുന്നത് ഞാൻ ജോലി എടുത്തിട്ടാണ്, അദ്ദേഹത്തിന്റെ ചെലവുകൾ. അതുകൊണ്ട് എനിക്ക് വേണ്ടത് നീ ഒരു സ്ഥിര വരുമാനമുള്ള സ്ഥിരം ജോലിയുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക. അപ്പോ ജോയുടെ പ്രൊഫഷൻ ഞാൻ പറഞ്ഞു. ജോ ഒരു മ്യൂസിക് അധ്യാപകനാണ്. ഈ കഥ നടക്കുന്ന ദിവസം ജോയുടെ ഒരു ഗസ്റ്റ് ആയിട്ട് ജോലി എടുക്കും നമ്മുടെ നാട്ടിലെ ആളുകൾ, ഗസ്റ്റ് ലെക്ചറേഴ്സ്, പുതിയ വാക്കല്ല. അതുപോലെ ഒരു താൽക്കാലിക അധ്യാപകൻ, മ്യൂസിക് അധ്യാപകനായിട്ട് ജോലി എടുത്തിരുന്ന ജോയുടെ കഴിവിന്റെ ഒക്കെ മിടുക്കിൽ ജോനെ സ്ഥിരമായിട്ട് ആ കോളേജില്, ആ സ്കൂളില് മ്യൂസിക് ടീച്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ലെറ്റർ കൊടുത്ത ദിവസമാണ് നമ്മളുടെ കഥ ഉണ്ടാവുന്നത്. അപ്പൊ സത്യത്തില് ജോയുടെ ലൈഫ് എന്താ? ജോനൊരു മ്യൂസിക് ടീച്ചർ ആവണമെന്നല്ല ആഗ്രഹം. ജോന് മ്യൂസിക് ആണ് അയാളുടെ ജീവിതം. ജോ സേസ് ദിസ്, ഇതൊരു ഫേമസ് കോട്ടാണ് സിനിമയിൽ. മ്യൂസിക് ഈസ് ഓൾ ഐ തിങ്ക് അബൌട്ട് ഫ്രം ദ മോമെന്റ് ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ടു ദ മോമെന്റ് ഐ ഫാൾ അസ്ലീപ് അറ്റ് നൈറ്റ്. രാവിലെ എഴുന്നേൽക്കുമ്പോ തൊട്ട് രാത്രി ഉറങ്ങാൻ കണ്ണടക്കുന്നത് വരെ, ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും ജോ എന്ന് പറയുന്ന ജോ ഗാർഡനർ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ആസ്വദിക്കുന്നതും സംഗീതം. ഐ വാസ് ബോൺ ടു പ്ലേ എന്നാണ് ജോ പറയുന്നത്. അയാളൊരു പിയാനിസ്റ്റ് ആണ്. ആ ഒരു ജാസ് മ്യൂസിക് വായിക്കുന്ന ഞാൻ ജനിച്ചിരിക്കുന്നത് തന്നെ മ്യൂസിക്കിന് വേണ്ടിയിട്ട്. ഈ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിയലൈസേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ വലിയ കാര്യം. നമ്മൾ എന്തിനാ ജനിച്ചിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ എന്തിനാ പഠിക്കണേന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഉദാഹരണമായിട്ട് പറയാറുള്ളത് ഇന്നസെന്റ്, നമ്മളുടെ ഈ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളുടെ എന്താ സിനിമയുടെ പേര്, ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയില് ഹോസ്റ്റലിലേക്ക് തല്ലാൻ വരുന്നൊരു സീനുണ്ട്. അപ്പൊ ജീവനും കൊണ്ട് നമ്മളുടെ ജഗദീഷൊക്കെ ഓടി രക്ഷപ്പെടും ഈ തല്ല് കിട്ടാതിരിക്കാനായിട്ട്. അപ്പോ ജഗദീഷിനെ പിടികൂടി കഴിയുമ്പോ, ഫ്രണ്ടാന്നൊക്കെ അറിയുമ്പോ ഇന്നസെന്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്തിനാ പഠിക്കണേ? അപ്പൊ ജഗദീഷിന്റെ മായൻകുട്ടി എന്നുള്ള കഥാപാത്രം പറയും, ഞാൻ തേർഡ് LLBക്കോ എന്നോ മറ്റോണ് പുള്ളിയുടെ ആൻസർ. അപ്പോ ഇന്നസെന്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്നസെന്റിന്റെ രാമഭദ്രൻ എന്തോ ക്യാരക്ടർ, നീയൊക്കെ എന്തിനാ പഠിക്കുന്നത്? സ്വാമി എന്ന രാമ എന്താണ് പുള്ളിയുടെ പേര്, നീയൊക്കെ എന്തിനാ പഠിക്കണേന്ന് ചോദിക്കും. ഈ ഒരു ആൻസർ അയാൾ അതിൽ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. സപ്പോസ് യു വാണ്ട് ടു ഓപ്റ്റ് എ കരിയർ ഇൻ മീഡിയ, അല്ലെ കരിയർ ഇൻ അഡ്വർടൈസിങ്, കരിയർ ഇൻ ഫിലിംസ്, അല്ലെങ്കിൽ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ പഠിക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട കാര്യം നീ എന്തിനാ പഠിക്കണേ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ പഠിക്കണേന്ന്. വൈ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ജീവിതത്തിൽ വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ നിങ്ങൾ ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. എക്സെപ്റ്റ് ചിലപ്പോൾ നിങ്ങൾ ഒരു കോഴ്സിന് ചേരണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വൈ ഒന്നും കണ്ടിട്ടുണ്ട്. ആ വൈ കണ്ട വൈ ചിലപ്പോൾ നല്ല വൈയും ആവില്ല. ഇപ്പൊ ഞാൻ കോയമ്പത്തൂരുള്ള പല കോളേജസിലും ക്ലാസ് എടുക്കാറുണ്ട്. കുറെ അധികം മലയാളികള് ഇവിടെ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സസ് വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കോയമ്പത്തൂരൊക്കെ ഉള്ള കോളേജുകളിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോകാറുണ്ട്. അതില് ഒരു 80% ഒരു ക്ലാസ്സിൽ മലയാളികളായിരിക്കും. പലരോടും നമ്മൾ പേഴ്സണലി ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അവിടെ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാം. അല്ലാണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതിന്റെ ഒരു പാഷനെ കൊണ്ട് എനിക്ക് തോന്നുന്നത് ആ 80% വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് പോയിട്ടുള്ളത്. ഇവിടെയും ചിലപ്പോ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ബട്ട് തിങ്സ് ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു 90s പഠിപ്പിക്കുന്ന പോലെയല്ല ഇപ്പൊ ഈ 2020 21 നമ്മുടെ മീഡിയയുടെയും അതിന്റെ ആക്സസിബിലിറ്റിയും സിനാരിയോ ഒക്കെ. അതുകൊണ്ട് ദ ഫസ്റ്റ് തിങ് ഈസ് ടു റിയലൈസ് ബിഫോർ ഓപ്റ്റിംഗ് ഫോർ എ കോഴ്സ് അല്ലെങ്കിൽ ഓപ്റ്റിംഗ് ഫോർ എ കരിയർ, ആദ്യം ഇങ്ങനെ ഒരു തള്ളൽ നമുക്കിപ്പോ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ ഇത് വെറുതെ പറയുന്നതാണ്. ജോ പല്ലിശ്ശേരി പറയാറുണ്ട്, അല്ലെങ്കിൽ ആഷിഖ് അബു പറയാറുണ്ട്, അല്ലെങ്കിൽ മഹേഷ് നാരായണൻ പറയാറ് ഞങ്ങൾക്ക് സിനിമ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ആ ചെയ്യാനുള്ള ഒരു അർജിലാണ് നമ്മൾ അതൊക്കെ ഒരു വെറുതെ പറയുന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ട്രസ്റ്റ്, നിങ്ങൾക്ക് സിനിമ ചെയ്തേ പറ്റൂ
അല്ലെങ്കിൽ എനിക്കൊരു പാട്ട് എഴുതിയേ പറ്റൂ, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് ഒരു ക്രിയേറ്റീവ് ഉണ്ടാക്കിയേ പറ്റൂ എന്നൊക്കെ വരുമ്പോഴാണ്. അതല്ലാതെ വേറൊരു കാര്യത്തിൽ ഞാൻ എക്സെൽ ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാവുമ്പോഴാണ് പീപ്പിൾ ഓപ്റ്റ് ഫോർ ഇങ്ങനത്തെ ക്രിയേറ്റീവ് കരിയർ. ഞാൻ തന്നെ എന്റെ കൂടെ ഡിസൈനിൽ വർക്ക് ചെയ്യുന്ന കുറെ ബിടെക് സ്റ്റുഡൻസ് ഉണ്ട്. ബിടെക് സ്റ്റുഡൻസ് അവര് ബിടെക് പഠിച്ചു, അവര് സിവിൽ പഠിച്ചവരുണ്ട്, കമ്പ്യൂട്ടർ പഠിച്ചവരുണ്ട്. അവരൊക്കെ പിന്നെ വരുന്ന ഡിസൈനിലേക്കും ഫിലിംസിലേക്കും. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ പോയി പെട്ടതെന്നുള്ളത് ലാക്ക് ഓഫ് എ പ്രോപ്പർ ഗൈഡൻസ്. ശരിക്കും അയാളുടെ ടാലൻസിനെ കണ്ടുപിടിക്കാനും അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാനും ആ റിയലൈസേഷൻ ഇയാൾ ഇപ്പൊ ഞാൻ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ആണ്. ഇപ്പൊ നിങ്ങള് ഇഫ് യു ആർ വാച്ചിങ് എന്തൊരു വളരെയധികം സിനിമകൾ കാണുകയാണെങ്കിൽ ഇപ്പൊ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു OTT മൂവിയാണ് തിട്ടം ഇരണ്ടും എന്നാണെന്ന് തോന്നുന്നു ആ സിനിമയുടെ പേര്. റിലീസ് ആകെ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ അത് റിലീസായിട്ടുള്ളത്. നമ്മളുടെ സോണി ലൈവ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലാണ് ഞാനത് കണ്ടത് 2 days ബാക്ക്. നിങ്ങൾക്ക് അത് ചിലപ്പോൾ ടെലിഗ്രാമിലൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അത് ഞാൻ അതിന്റെ കഥ പറയുന്നില്ല, പക്ഷെ അതിലൊരു അർജിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അതിലൊരു നീഡിനെ പറ്റി. അതൊരു റിയലൈസേഷന്റെ കഥയാണ്. നിങ്ങൾ അത് കണ്ടു നോക്കും പറയാം. ഞാനത് പറഞ്ഞാൽ അതിന്റെ ഒരു സസ്പെൻസ് തോന്നുള്ളൂ. അതുപോലെ ഞാൻ ആരാണ്, എന്റെ ജോലി എന്താണ്, എന്റെ ഐഡന്റിറ്റി എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള എന്റെ ഒരു റിയലൈസേഷൻ വരുമ്പോഴാണ് നിങ്ങളുടെ ഒരു പാഷൻ തിരിച്ചറിയുന്നു, നിങ്ങളുടെ വഴി ഇത് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് തന്നെയായിരിക്കും ആദ്യം ഷെയർ ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള പാരന്റ്സ് നമ്മളുടെ ജോ ഗാർഡനറുടെ അമ്മയും അച്ഛനും തന്നെ. ഈ ജോ ഗാർഡനറുടെ അച്ഛൻ ഒരു മ്യൂസീഷ്യൻ ആയിരുന്നത് കൊണ്ട് തന്നെ അയാള് ജോ ഗാർഡനറെ മ്യൂസിക്കിൽ എക്സ്പോസ് ചെയ്തു. ജോ ഗാർഡനറുടെ അയാളുടെ ഷോകൾക്ക് കൊണ്ടു, അയാള് മ്യൂസിക് കേൾക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ കൊണ്ട്. അങ്ങനെ ജോ ഗാർഡനർ എന്ന് പറയുന്ന ആ കുട്ടിയിൽ അയാൾക്ക് ജനറ്റിക്കലി ഉണ്ടാവാം ഒരു പക്ഷേ അയാളുടെ അച്ഛന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ട് അയാൾ ഒരു മ്യൂസീഷ്യൻ ആവാൻ മാറി. അതുകൊണ്ടാണ് അയാൾ ഡിസൈഡ് ചെയ്യുന്നത് എന്റെ ഉള്ളിൽ മ്യൂസിക്. നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ മീഡിയ പഠിക്കാനൊക്കെ നോക്കുമ്പോൾ കുറെ അധികം ആളുകളുടെ പാരന്റ്സിനൊക്കെ മീഡിയ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാക്കി. അവര് കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നേരത്തെ അവരുടെ പീരീഡിൽ എടുത്തവരായിരിക്കും. ഈ പാരന്റ്സിന്റെ വാക്കുകളെയൊക്കെ വിട്ടിട്ട് അല്ലെങ്കിൽ പാരന്റ്സിനെ കഷ്ടപ്പെട്ട് കൺവിൻസ് ചെയ്ത് ഭക്ഷണം കഴിക്കാതെയും സമരം എടുത്തിട്ടും നിലത്ത് കിടന്ന് ഉരുണ്ടിട്ടൊക്കെ മീഡിയ പഠിക്കാൻ പോയവരുടെ മക്കൾക്കൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ മീഡിയ കോഴ്സസിന് ആക്സസ് ഉണ്ടായിരിക്കും. അവരുടെ പാരന്റ്സിന് അത് പറഞ്ഞാൽ മനസ്സിലുണ്ടാവും. അത് ജോ ഗാർഡനറുടെ ഫാദർ പോലെയുള്ള ആള്. അപ്പുറത്ത് ടിപ്പിക്കൽ ഒരു ഇന്ത്യൻ പാരന്റിന്റെ അല്ലെങ്കിൽ ഒരു കേരള പാരന്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജോ ഗാർഡനറിന്റെ അമ്മ നിൽക്കുന്നുണ്ട്, ലിബ. അവരൊരു ടൈലറിംഗ് ഷോപ്പ് നടത്തുകയാണ്, അല്ലെ, ഒരു ബുട്ടീക്ക് നടത്തുകയാണ്. അവരുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്ഥിര വരുമാനമാണ്. അത് ജോ ഗാർഡനറുടെ അമ്മയുടെ മാത്രം പ്രശ്നമല്ല, അത് മക്ഡൊണാൾഡ്സ് തുടങ്ങിയിട്ടുള്ള ആ ബ്രദേഴ്സിന്റെ അമ്മയും ഇതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. മക്ഡൊണാൾഡ്സ് പോലെയുള്ള ഇത്രയും വലിയ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിൻ ഒരു ബർഗർ ഉണ്ടാക്കിയപ്പോ അവര് ഏറ്റവും റിച്ച് ആയിട്ടിരിക്കുന്ന സമയത്തും അവരുടെ അമ്മേനെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചപ്പോ അമ്മ പറഞ്ഞത് എന്റെ മക്കൾക്ക് ഒരു ഗവൺമെന്റ് ജോലി ഇല്ലല്ലോ. ഞാനത് വായിച്ചു കേട്ടിട്ടുള്ളതാണ്, സത്യമാണെന്ന് അറിയില്ല. പക്ഷേ എന്റെ അമ്മയ്ക്കും ഇതേ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയും അച്ഛനും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അമ്മ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോലി എടുത്തുന്ന ആളാണ്. അപ്പനൊരു അധ്യാപകനായിരുന്നു. മോഡൽ സ്കൂളിൽ നിന്ന്, ചേതനയുടെ ഒക്കെ അടുത്തുള്ള മോഡൽ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. അദ്ദേഹം കവിതയൊക്കെ എഴുതുമായിരുന്നു, അമ്മയെ നന്നായി വായിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ കലാപങ്ങൾ ഉണ്ടാക്കേണ്ട വന്നിട്ടില്ല. ഈ നേരത്തെ ബെന്നിച്ചൻ പറഞ്ഞ പോലെ MSc സുവോളജി കഴിഞ്ഞ് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബയോകെമിസ്ട്രിയിൽ. അവിടെ നിന്നാണ് എന്റെ പാഷനായിട്ടുള്ള മീഡിയ പഠിക്കാനായിട്ട് ഞാൻ പോകുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വീട്ടുകാരെക്കാളും കൂടുതൽ നാട്ടുകാർക്കായിരുന്നു പ്രശ്നം. നമുക്കറിയാം, ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ബെന്നിച്ച നേരത്തെ പറഞ്ഞ പോലെ താടി ലോക്ക്ഡൌണിൽ നീണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ചൊറിച്ചിൽ നമ്മള് കുട്ടികൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ ഇത് കാണുന്നവർക്കാണ്. അപ്പൊ എന്നോട് ചോദിക്കും, ഞാൻ മുടി വളർത്തും, ഐ ഹാവ് എ പോണി ടൈൽ, ഇന്ന് കെട്ടിയിട്ടില്ല. പോണി ടൈൽ കെട്ടുമ്പോ ആൾക്കാരുടെ പ്രശ്നമാണ് ഇവൻ എന്താ ഇങ്ങനെ നടക്കുന്നത്, ഇവന് മുടിയൊക്കെ വെട്ടിയിട്ട് ഷേവ് ചെയ്ത് മര്യാദയ്ക്ക് നടന്നു. അതുകൊണ്ട് ഇന്ത്യൻസിന്റെ ഒരു അവസ്ഥ തന്നെ പറയും, ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളേ ഉള്ളൂ എന്ന് പറയും. ഒരു ഇന്ത്യക്കാരൻ ജനിക്കുന്നു, പിന്നെ അയാൾ നാട്ടുകാരെന്ത് പറയുന്നു പറഞ്ഞ് ജീവിക്കുന്നു, മരിക്കുന്നു. അപ്പൊ നമ്മുടെ കരിയറും നമ്മുടെ പ്രിഫറൻസസും ജോലിയും കല്യാണവും ഒക്കെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് നാട്ടുകാരാണ്. നമ്മളെപ്പ ഒരു സ്ത്രീ ആണെങ്കിൽ അവരെപ്പ പ്രസവിക്കണം,
എന്തുകൊണ്ട് പ്രസവിക്കുന്നില്ല, നിങ്ങൾക്ക് എത്ര സ്ത്രീധനം കിട്ടു, നിങ്ങൾ എവിടെ നിന്ന് കെട്ടി, നിങ്ങൾ എവിടേക്ക് കെട്ടിച്ചു വിട്ടു എന്നൊക്കെയാണ് നമ്മുടെ ഭാഷ തന്നെ. അപ്പോ ദേ വോണ്ട് ചേഞ്ച്. പാരന്റ്സ് മാറും, അവരും ഇപ്പൊ നമ്മൾ പാരന്റുകളാവും, നിങ്ങളാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ പാരന്റ്സ് ആവാൻ പറ്റും. പക്ഷെ ഈ ചോദ്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരു സൈഡിൽ ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്ന പാരന്റ്സ് ഉണ്ടാവും, അപ്പുറത്തെ സൈഡിൽ ഇതൊരു മീഡിയ കരിയറിനെ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരു ഡോക്ടർ ആവാൻ ആണ് എനിക്ക് ആഗ്രഹം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാനാണ്, ഒരു CA കാരനാവാനാണ്, ഒരു ലോയർ ആവാൻ ഉള്ള ആഗ്രഹം എന്ന് പറയുന്ന പോലെ പോലും സന്തോഷത്തോടെ ഒരു സിനിമാക്കാരനാവണം, അല്ലെങ്കിൽ ഒരു ഡിസൈനർ ആവണം, അല്ലെങ്കിൽ ഒരു സിംഗർ ആവണം, അല്ലെങ്കിൽ ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരു എഡിറ്റർ ആവണം എന്നൊക്കെ പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന പാരന്റ്സ് കുറവാണ് ഇപ്പോഴും. ഐ എഗ്രി. മാത്രമല്ല, നാട്ടുകാര് നിങ്ങളിപ്പോ ഒരു എഡിറ്റർ ആണെന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് മാസം എന്ത് കിട്ടുന്നതായിരിക്കും, ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനെ എപ്പോഴും ആളുകൾ നിങ്ങൾ ജീവിക്കാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആണ്. അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമയിൽ അഭിനയിക്കുന്ന ആളോട് നിങ്ങൾ ശരിക്കും എന്താ ചെയ്യുന്നത്, ആ ഒരു സാധനം ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്, അത് ഇന്ത്യയിലും കേരളത്തിലും മാത്രം പ്രശ്നമല്ല, ലോകത്തിൽ പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ ഈ ഒരു സംഗതിയിൽ അവര് നിങ്ങൾക്ക് ചില റോൾ മോഡൽസും എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചു. ഇൻ മൈ ലൈഫ് ഐ ഹാവ് എ സിമിലർ എക്സ്പീരിയൻസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു കസിൻ, അവര് ഒരു കല്യാണത്തിന് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ മകൻ, ഒരു സ്ത്രീയാണ്, അവര് എന്റെ വൈഫിനോട് പറയാണ്, എന്റെ മകൻ അവന് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സിനിമയിലൊക്കെ പോണെന്നാണ്, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു വെറുതെ വേണ്ട, ഫേവർ ചേട്ടന്റെ പോലെയാവും എന്ന് പറഞ്ഞു. അപ്പോ ആളുകൾ വിചാരിക്കുന്നത് നമ്മ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ നടക്കുകയാണ്. അപ്പോ അതുകൊണ്ട് ഇറ്റ്സ് എ ബാഡ് മോഡൽ. നമ്മളൊരു മോശം റോൾ മോഡലാ. ഒരു ഡോക്ടർ ആവാത്ത, എഞ്ചിനീയർ ആവാത്ത, അല്ലെങ്കിൽ CA കാരനാവാത്ത ആളുകൾ ഒരു മോശം റോൾ മോഡൽ ആവുന്ന കാലത്താണ് ഐ സ്റ്റാർട്ടഡ് മൈ മീഡിയ കരിയർ. ഇപ്പൊ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ഇപ്പൊ കാര്യം മാറി. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ ഞാൻ ഈ അടുത്ത തമാശക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, PT പീരീഡില് വന്ന് ക്ലാസ് എടുക്കുന്ന കണക്ക് ടീച്ചർമാരാണ് നമ്മളുടെ നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ ഒളിമ്പിക് മെഡലിന്റെ ഉത്തരവാദിത്തം. അത് കുറെ അധികം ആളുകൾ ഷെയർ ചെയ്തു. എനിക്ക് തന്നെ ആരോ സ്ക്രീൻഷോട്ടൊക്കെ അടിച്ച് തിരിച്ചു വന്നു. ഒരു തരത്തിൽ സത്യമാണ് അത്. നിങ്ങള് ആർട്ടിനെ പോലെ തന്നെ നിങ്ങൾക്കൊരു ഓട്ടക്കാരനാണ് ആവണം, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാരനാവണം. വെറുതെ കളിച്ചു നടന്നു എന്നാണ് നമ്മൾ പറയാ. വെറുതെ അല്ല കളിച്ചു നടക്കുന്നത്. ഒരാള് എന്നാ രക്ഷപ്പെട്ട ആളുകളുടെ കഥയൊക്കെ നിങ്ങൾ ചിലപ്പോ പാഠപുസ്തകത്തിൽ പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പാരന്റ്സ് പറഞ്ഞു തരും സച്ചിൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ, മെസ്സിയുടെ കഥ. മെസ്സി ചെറുപ്പത്തില് മറ്റേ സ്പെയിനിൽ പോകുന്ന അയാളുടെ ചികിത്സ. അങ്ങനെ നെയ്മറിന്റെ അച്ഛൻ, നെയ്മർ ആ ഫുട്ബോളിന്റെ ആരവം കേട്ട് വളരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഡിയത്തിന്റെ അടുത്ത് വീട് വാടകയ്ക്ക് എടുത്ത കഥയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷെ നിങ്ങൾ കളിച്ചു നടക്കാൻ പാടില്ല, നിങ്ങൾ പഠിക്കണം. ഇതാണ് നമ്മൾ. അപ്പൊ ഇതില് അവരുടെ ഉദാഹരണമാണ് ഞാൻ ഗാർഡനർ കാണുന്ന സ്ട്രീറ്റിലിരുന്ന് പാടുന്ന ഒരു പാവം മ്യൂസീഷ്യൻ, വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. അവരുടെ റോൾ മോഡലാണ് അപ്പുറത്ത് ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് ചെയ്യുന്ന അപ്പുറത്തെ ആൾ. അപ്പോ ദേ ഓൾവേസ് വാണ്ട് യു ടു ഹാവ് എ സേഫ് ആൻഡ് സെക്യൂർ ജോബ്. അതാണ് നമ്മുടെ നാട്ടിലൊരു എന്താ പറയാ, ഒരു നല്ല ഫാമിലിയുടെ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു. സോറി, ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ ഇതൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മൾ എത്തിപ്പെടുന്നത് ഒരു ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ആക്ച്വലി ഈ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടാഗ് ലൈൻസിൽ വരുന്നത്. യു നോ വാട്ട് ഈസ് എ ടാഗ് ലൈൻ? അതായത് തകർക്കാൻ പറ്റാത്ത വിശ്വാസം, നൈക്കിയുടെ ജസ്റ്റ് ഡു ഇറ്റ് എന്നൊക്കെയുള്ള ടാഗ് ലൈൻസ് നമ്മൾ കണ്ടിട്ട്. അതുപോലെ ഒരു ടാഗ് ലൈനാണ് ദ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അഡ്വർടൈസിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു സാധനം ടൈപ്പ് ചെയ്യാം. കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഗതി എനിക്കറിയില്ല, നിങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ നമ്മളുടെ പാഷൻ അതായതുകൊണ്ട് നമ്മളെല്ലാ ടാഗ് ലൈനും ശ്രദ്ധിക്കും. ഏത് നമ്മളുടെ ഇന്ത്യൻ നേവിയുടെ ടാഗ് ലൈനാണ് an ocean of opportunities. ഇന്ത്യൻ നേവിയുടെ ഞാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടാഗ് ലൈൻ കണ്ടിട്ടുള്ള ആ ടാഗ് ലൈൻ ആരാണ് എഴുതിയെന്ന് എനിക്കറിയില്ല.
കുറെയൊക്കെ ഞാൻ അന്വേഷിച്ചു പോകാറുണ്ട്. പക്ഷെ ഈ ടാഗ് ലൈൻ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൂ. ആൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് ഇന്ത്യൻ നേവിയുടെ അത്രയധികം ആ കരിയറും ആ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ടാഗ് ലൈൻ വരും. അത്ര ഭംഗിയിൽ അവർ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞ സംഗതി an ocean of എന്റെ വക ഒരു ചെറിയ അഡീഷൻ അതിലുണ്ട്. ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ്, an ocean of ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റി. ഇത് നിങ്ങളുടെ മുന്നിൽ ഒരു ക്രിയേറ്റീവ് പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ 10,000-കണക്കിന് ഓപ്ഷൻസ്. അപ്പൊ നമ്മൾ 1000-കണക്കിനൊന്നും പറഞ്ഞാൽ പോലെ, ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ഒരു ഈറ ഓഫ് നാരോ കാസ്റ്റിംഗ്. പണ്ട് ദൂരദർശൻ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾക്ക് വാർത്തയും സംഗീതവും സ്പോർട്സും ചർച്ചകളും ഒക്കെ ആ ഒരു ഒറ്റ ചാനലിലാണ് കിട്ടുന്നത്. DD1 എന്നൊക്കെ പറയുന്ന ചാനലിൽ തന്നെ നിങ്ങൾ സിനിമ കാണും, നിങ്ങൾ ചിത്രഗീതം കാണും, നിങ്ങൾ ക്രിക്കറ്റ് കാണും, ഫുട്ബോൾ കാണും, ഒളിമ്പിക്സ് കാണും, അല്ലെ, നിങ്ങൾ പാട്ട് കേൾക്കും, നിങ്ങൾ സൻസദ് സമാചാർ പാർലമെന്ററി വാർത്ത കേൾക്കും. അങ്ങനെ പലതും കേട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ലോകം വികസിച്ച് ലോകം വലുതാവും തോറും ഇതിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വിട്ട് സംഗീതത്തിന് മാത്രമായി ചാനലുകൾ ഉണ്ടാവുന്നു. ആ സംഗീതത്തിൽ തന്നെ ഇംഗ്ലീഷ് പാട്ടുകൾക്ക് ചാനൽ ഉണ്ടാവുന്നു, ഭക്തിഗാനങ്ങൾക്ക് ചാനൽ ഉണ്ടാവുന്നു, തമിഴ് പാട്ടുകൾക്ക് ഉണ്ടാവുന്നു, മലയാളം പാട്ടുകൾക്ക് ഉണ്ടാവുന്നു. അതിൽ തന്നെ പല ജാനറുകളുടെ ഇതിൽ ചാനലുകൾ, സിനിമ ഉണ്ടാവുന്നു, സിനിമയുടെ ഇതിൽ പോലെ ഇപ്പൊ സോണിയില് ആക്ഷൻ സിനിമകൾക്ക് ചാനൽ ഉണ്ടാവുന്നു, റോം കോമിന് ചാനൽ ഉണ്ടാവുന്നു. അങ്ങനെ ഓരോ സിനിമയ്ക്ക് പുതിയ ചാനൽ മാത്രമല്ല, സിനിമകളിലെ ചാനലുകൾക്ക് പോലും ചാനൽ ഉണ്ടാവുന്ന കാലത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓഷ്യൻ ആക്ച്വലി. ഒരു എന്താ പറയുക, അതിശയോക്തിയല്ല. പക്ഷേ ഇപ്പൊ ഞാനിവിടെ പറയും ഇത് ജോ ഗാർഡനറിന്റെ ഒരു ഓഡീഷൻ ആണ് ആക്ച്വലി. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ ടീച്ചർ എന്ന് പറഞ്ഞപ്പോ, ഈ ടീച്ചേഴ്സ്, ഐ എം എ ടീച്ചർ, പ്രൗഡ്ലി ഞാൻ ഐ എം ലിവിങ് എ ഡബിൾ ലൈഫ് ആസ് എൻ അഡ്വർടൈസിങ് പേഴ്സൺ ആൻഡ് എ ടീച്ചർ. പക്ഷേ ടീച്ചിങ് അതൊരു നല്ല പ്രൊഫഷനാണ്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് പ്രൊഫഷണലി ഉള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ ഈ അടുത്തല്ല, ഞാൻ പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പീപ്പിൾ, ബിസിനസ് ആളുകൾ ചിലപ്പോ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, പ്രൊഫഷണൽസ്, മാനേജ്മെന്റ് എക്സ്പെർട്സ് ഒക്കെ ഓഫൻ ഉപയോഗിക്കുന്ന ഒരു കോട്ട് ഉണ്ട്. അത് ബെർണാഡ് ഷായുടെ കോട്ടാണ്. വൺ ഹു ക്യാൻ ഡസ് ആൻഡ് വൺ ഹു കാനോട്ട് ടീച്ചസ് എന്നാണ്. ചെയ്യാൻ കഴിയുന്ന ഒരാള് കാര്യങ്ങൾ ചെയ്യും, ചെയ്യാൻ കഴിവില്ലാത്ത ആള് പഠിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ ബെർണാഡ് ഷാ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന, അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ പറയുന്ന മാനേജ്മെന്റ് പ്രൊഫഷണൽ മിക്കവാറും ഈ ഒരു കോട്ട് കേട്ടിട്ടുണ്ടാവുക ഈ ബെർണാഡ് ഷാ എന്നുള്ള മനുഷ്യനെ പറ്റിയിട്ട്, ആ തിങ്കറെ പറ്റിയിട്ട്, ഓതറെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവുക ഒരു ടീച്ചറുടെ വായിൽ നിന്നായിരുന്നു. ഒരു ടീച്ചർ ഇല്ലാതെ അയാൾ ഇവിടെ എത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പല മാനേജ്മെന്റ് പ്രൊഫഷണൽസും ടീച്ചേഴ്സിനെ കളിയാക്കണ കണ്ടിട്ടുണ്ട്. ഈ അടുത്തൊരു മീറ്റിങ്ങിന് പോയപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ദാറ്റ്സ് എ ക്ലയന്റ് മീറ്റിംഗ്, വി ആർ ഹെൽപ്ലെസ്, അയാളുടെ അടുത്ത് ചീത്ത പറഞ്ഞാൽ പണി കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോ ഇൻക്ലൂഡിങ് ടീച്ചിങ് മീഡിയയുടെ ഉള്ളിൽ ദർ ആർ പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ ഗാർഡനർ ഇത് വരുമ്പോ ഈ ഓഡീഷന് പങ്കെടുക്കാനായിട്ട് ഇവരുടെ പ്രോഗ്രാമിൽ ഒരു പിയാനിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ സ്റ്റുഡന്റ് ആണ് ആ ഡ്രമ്മർ ആണ് ഈ അധ്യാപകനെ വിളിക്കുന്നത്. അയാൾ വന്നിട്ട് വരുമ്പോ ഇവര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഓ നമ്മളുടെ ബാൻഡ് ഇത്രയ്ക്കും കഷ്ടായോ, ഒരു മിഡിൽ സ്കൂൾ ടീച്ചറൊക്കെ വന്നിട്ട് നമ്മുടെ ബാൻഡിൽ പിയാനോ വായിക്കേണ്ട ഗതികേടായോ എന്നുള്ള പോലെ ഷീസ് മേക്കിംഗ് എൻ എക്സ്പ്രഷൻ. പക്ഷെ ഹീസ് പ്രൂവിങ് അതർവൈസ്. ഇയാൾ അത്രയും മാസ്മരികമായിട്ട് പിയാനോ വായിക്കുന്ന, അയാൾ ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ അയാൾ അത് തിരിച്ചു പ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസിൽ യു കൻ സീ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഞാൻ ലുക്ക് എന്നുള്ളത് വളരെ വലുതാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്, ബിക്കോസ് ഈ സിനിമയുടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത് ഈ ഭാഗത്താണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇദ്ദേഹത്തിന് ആ ഓഡീഷനിൽ അയാളെ സെലക്ട് ചെയ്യുകയും ഹാഫ് നോട്ട് എന്ന് പറയുന്ന ആ ഒരു കോൺസെർട്ട് ഹാളിൽ അയാളോട് വന്ന് പെർഫോം ചെയ്യാൻ പറയുകയും ചെയ്യുന്ന ആ സന്തോഷം അയാൾ ഫോണിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോ ഇതിലെ ഒരു കോട്ട് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്, ലൈഫ് ഈസ് ഫുൾ ഓഫ് പോസിബിലിറ്റീസ്, യു ജസ്റ്റ് നീഡ് ടു നോ വേർ ടു ലുക്ക്. അത് ആ സിനിമയിൽ തന്നെയുള്ള ഒരു കോട്ടാണ്, ഒരു ഡയലോഗാണ്. ജീവിതത്തിൽ നിറച്ച ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ചുറ്റും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിറച്ചുണ്ട്. പക്ഷേ
നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കി കണ്ടുപിടിക്കണം. ആൻഡ് യു ട്രെഡ് എന്താണ് ഭയങ്കര സേഫ് ആൻഡ് നിങ്ങൾ കൃത്യം അറിഞ്ഞിട്ട് തന്നെ നടക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വല്ല കുഴിയിൽ വീണു പോവാ. അത് ഏത് പ്രൊഫഷനിലാണെങ്കിലും. ഇപ്പൊ ഞാൻ പറയാം, മീഡിയ പഠിച്ചിട്ട് ജോലി ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, വേറെ പല ജോലി. ഇപ്പൊ ഐ നോ ഈവൻ ഡോക്ടേഴ്സ് ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരാവും. നിങ്ങൾക്ക് അത്ഭുതം, ഡോക്ടറൊക്കെ വെറുതെ ഇരിക്കും. ഡോക്ടറാണ് വെറുതെ ഇരിക്കാത്ത ഒരാള് നമ്മുടെ കണക്ക്, ഡോക്ടേഴ്സും വെറുതെ ഇരിക്കുന്ന ആൾ. ഞാൻ എന്റെ അറിവില് ഡോക്ടേഴ്സ് ഡിപ്രഷനിൽ സൂയിസൈഡ് ചെയ്തു പോയ ഡോക്ടേഴ്സ്. നമ്മൾ ഏറ്റവും നല്ല പ്രൊഫഷൻ, ഏറ്റവും മണി മിൻറ്റിങ്, മാരേജ് മാർക്കറ്റിൽ ഏറ്റവും, അങ്ങനെയാണ് നമ്മൾ പറയാം അല്ലെ, വിവാഹ കമ്പോളം, അതിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ആളുകളാണ് ഡോക്ടേഴ്സ്. അവര് പലരും MD പഠിക്കുക തന്നെ സ്ത്രീധനം വാങ്ങിച്ച തുകൊണ്ടാന്നാണ് ഈ ഒരു മേഖലയിലെ ഏറ്റവും വലിയൊരു ആരോപണം. അങ്ങനെ ദാറ്റ്സ് ദ ഡീൽ ദേ ആർ ഇൻ. അത് ഡോക്ടേഴ്സ് മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, പക്ഷെ ഇറ്റ്സ് എ ജനറൽ ട്രെൻഡ്. അവർ MD പഠിക്കാൻ പോകുന്നത് 2 കോടി 3 കോടിയൊക്കെ ചെലവാക്കി പഠിക്കാൻ പോകുന്നത് തന്നെ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല എന്നൊരു പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. പല ആളുകളും അത് കേട്ടിട്ടുണ്ടായിരിക്കും. അത് ചെയ്യാത്തവരും ഉണ്ടായിരിക്കും മെറിറ്റിൽ. പക്ഷെ ഇത് ഇറ്റ്സ് ഒരു എന്താ ഒരു പ്രാക്ടീസ് ഈ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവാഹക്കുമ്പോൾ. യു ഹാവ് ടു ലുക്ക് അറൌണ്ട്. പോസിബിലിറ്റീസ് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ വേർ ടു ലുക്ക് എന്നുള്ള സാധനമാണ്. എവിടെ നോക്കണം, എങ്ങനെ നോക്കണം, എന്താണ് നോക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ലിസ്റ്റഡ് സം പോയിന്റ്സ്. ഡിസൈൻ ഉണ്ട്, ഫിലിംസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ കമ്പനീസ് ഇൻ ടു ഡിസൈൻ ആൻഡ് ഫിലിംസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഭൂമിയുടെ സ്പന്ദനം മറ്റേ മാത്തമാറ്റിക്സിലാണെന്നാണ് ചാക്കോ മാഷ് പറഞ്ഞത്. എന്നെ ഫേവർ മാഷ് എന്നാണ് ആൾക്കാർ കോമൺ ആയിട്ട് വിളിക്കാറ്, അറിയുന്നവരൊക്കെ. വെരി റെയർ ആയിട്ട് ഫേവർ എന്ന് വിളിക്കുന്ന ആൾക്കാർ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ബെന്നിയച്ചൻ ഫേവർ എന്ന് വിളിക്കും. എന്നെ ചെറുപ്പം തൊട്ട് അറിയുന്ന ആൾക്കാർ, എന്റെ കൊളീഗ്സ് അഡ്വർടൈസിങ് കമ്പനിയിൽ പണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫേവർ എന്ന് വിളിക്കുന്ന സന്തോഷം. ഇറ്റ് ഹാസ് ബിക്കം എ ബ്രാൻഡ്. ഫേവർ മാഷ് എന്നാണ് എന്റെ മൂത്ത ആളുകൾ വരെ ഇപ്പൊ വിളിക്കുന്നത്, ഞാൻ പകുതി അധ്യാപകനാണ്. അപ്പോ ഡിസൈൻ ആണ് ലോകത്തിന്റെ സ്പന്ദനം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ യു ക്യാൻ ഫൈൻഡ് ഒരു സിംഗിൾ തിങ് ഡിസൈനിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള. അപ്പൊ ഡിസൈൻ ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കരിയറാണ്. ആൻഡ് ഡിസൈൻ ഈസ് വെരി ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സെഗ്മെന്റ് ഉണ്ടെങ്കിലും ഡിസൈൻ അഡ്വർടൈസിങ്ങിന്റെ ഒരു എന്താ പറയുക ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗം, ജീവിതത്തിന്റെ അത് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗങ്ങളിലൊന്നാണ് ഡിസൈൻ. അതുപോലെ തന്നെയാണ് ഫിലിംസ്. ഫിലിംസ് പറയുമ്പോൾ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഫീച്ചർ ഫിലിംസ് ഓൺലി. ഇറ്റ് കുഡ് ബി ഡോക്യുമെന്ററീസ് ആവാം, കോർപ്പറേറ്റ് AVs ആവാം, ആഡ് ഫിലിംസ് ആവാം. ആസ് ബെന്നിയച്ചൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നമുക്ക് റീൽസ് ഉണ്ടാവാം, ഷോർട്സ് ഉണ്ടാവാം, യൂട്യൂബ് ഷോർട്സ് അല്ലെ, വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഉണ്ടാവാം. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഒരു സ്ലൈഡില് ഞാൻ ഒരു കുട്ടിയുടെ തലയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് ഞാൻ ഇതിന്റെ ആ ഒരു സമയത്തുമ്പോ എക്സ്പ്ലെയിൻ ചെയ്യാം. യു കെൻ സീ ഇവിടെ ഐ എം ജസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ മൂവി നിങ്ങൾ കാണണം. കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഹെയർ കട്ട് ചെയ്യുന്ന ഒരാള്, ആ സലൂൺ നടത്തുന്ന ഒരാള്, അയാള് ഇയാളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ അയാൾക്ക് എന്തായിരുന്നു ആവാൻ ആഗ്രഹം എന്നുള്ളൊരു ടോക്ക് ഇവിടെ ഉണ്ടാവുന്നത്. അയാൾക്ക് ആക്ച്വലി വാണ്ടഡ് ടു ജോയിൻ എ വെറ്റിനറി കോളേജ്. പക്ഷെ അയാൾക്ക് വെറ്റിനറി കോളേജിൽ പോവാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ചീപ്പറായിട്ട് അയാൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, മുടി വെട്ടണൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അയാളത്. അപ്പൊ പലരും കരിയർ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇൻ മൈ ലൈഫ്, വെഞ്ഞേച്ച് നേരത്തെ പറഞ്ഞു, ഞാൻ MSc സുവോളജി പഠിച്ചിട്ടാണ് മീഡിയ പഠിക്കാൻ പോയത്. എന്റെ ഒന്നും കാലത്ത് കരിയറിനെ ഗൈഡ് ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചിട്ട് ഐ നെവർ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ. വീട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ വെറ്റിനറി ഡോക്ടർ ആവാം. വെറ്റിനറി ഡോക്ടറുടെ ഗുണം എന്താണെന്ന് അറിയോ? പശു ചത്തു കഴിഞ്ഞാൽ അതിന്റെ പൈസ കൊടുത്താൽ മതി, അതിൽ നമുക്ക് രക്ഷപ്പെട്ടു പോരാം. പക്ഷെ നമ്മൾ ശരിക്കും ഒരു മനുഷ്യ ഡോക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പശുപതി അല്ലാതെ മനുഷ്യപതി ആയി കഴിഞ്ഞാൽ നമ്മള് മനുഷ്യൻ ചത്താ കാശ് കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഓരോ സേഫർ സൈഡ് ഞാൻ വേണമെങ്കിൽ വെറ്റിനറി ഡോക്ടർ ആവാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ വഴിക്കൊന്നും പോയില്ല. ആഫ്റ്റർ പാസിങ് ഔട്ട്, ഈ പ്രീ ഡിഗ്രിയാണ് അന്ന്, അപ്പൊ അന്നത്ര മോശം ഡിഗ്രി ഒന്നല്ല. അപ്പോ എനിക്ക് 2 കോഴ്സിന്റെ ലെറ്റേഴ്സ് വന്നു. ഒന്ന്
ബോട്ടണിയിൽ ചേരാനും ഒന്ന് സുവോളജിയിൽ ചേരാനുമാണ്. ഞാൻ ഈ 2 കാർഡുകളും കൊണ്ടിട്ട് അഡ്മിഷൻ സെന്ററിൽ പോയി അഡ്മിഷൻ നടക്കുകയാണ്. ആൻഡ് ആദ്യം സുവോളജിയാണ് വിളിക്കുന്നത്. ആ ദിവസം ആദ്യം ചേരാൻ വിളിച്ചത് സുവോളജിയാണ്. അപ്പൊ കുറെ നേരം ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രോസസ്സ് തുടങ്ങി, സുവോളജി വിളിച്ചു. ഞാൻ ചാടി കഴിഞ്ഞിട്ട് സുവോളജിയിൽ എനിക്ക് കാർഡ് ഉണ്ട്, ഞാൻ കാർഡ് കൊടുത്തു, സുവോളജിയിൽ ചേർന്നു. ആദ്യം ബോട്ടണിയാണ് വിളിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ ബെന്നിയച്ചൻ പറഞ്ഞ ഹി ഡിഡ് ഹിസ് MSc ഇൻ ബോട്ടണി എന്ന് പറഞ്ഞാൽ, ഞാൻ ഡിഗ്രി തന്നെ ബോട്ടണി. അതില് ഒരു ആളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ, അയാൾ എന്തിൽ ഗ്രാജുവേറ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ, വെറും ഒരു 1 മണിക്കൂറിന്റെ 2 മണിക്കൂറിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് ബോട്ടണിക്ക് പകരം സുവോളജിക്ക് ചേർന്ന ആളാണ്. ഐ ഡോണ്ട് ഹാവ് എ ഡിഫറൻസ്, ഐ ഡോണ്ട് ഫീൽ എ ഡിഫറൻസ് ബിറ്റ്വീൻ ജോയിനിങ് ബോട്ടണി അല്ലെങ്കിൽ രണ്ടും ഒരേപോലെയാന്ന് വിചാരിച്ചിട്ട് ഞാൻ സുവോളജിക്ക് ചേരുന്നത്. അതിൽ നല്ല മാർക്ക് കിട്ടുന്നു, നമ്മൾ അതില് MSc പഠിക്കുന്നു, MScയിൽ നല്ല മാർക്ക് കിട്ടുന്നു, പിന്നെ റിസർച്ച് ചെയ്യുന്നു, പിന്നെയാണ് മനസ്സിലായി ഇതല്ല എന്റെ വഴി എന്നുള്ളത് മനസ്സിലായിട്ട് ആ ഒരു റിയലൈസേഷൻ. അവിടെയാണ് വി നീഡ് എ ഗൈഡ്, വി നീഡ് എ പേഴ്സൺ ടു ഗൈഡ്, അല്ലെങ്കിൽ വി നീഡ് ഇപ്പൊ കരിയർ ഗൈഡൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അന്ന് അതൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് തോന്നുന്നു BS വാരിയർ പോലും ഇല്ല. ഇപ്പൊ കുറെ അധികം ആൾക്കാരുണ്ട്. യു ഹാവ് എന്താണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവരും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആണ്. സത്യത്തില് നിങ്ങൾ സിനിമ കാണുകയും നിങ്ങൾ നന്നായി പുസ്തകം വായിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന സാധനങ്ങൾ മുഴുവൻ ഏതെങ്കിലും സിനിമയിലോ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടില്ല. ഈവൻ ഇൻ മൈ പ്രസന്റേഷൻ ഐ എം ബോൾഡ്ലി ഓഫറിംഗ് എ ഫിലിം ഇൻസ്പയർഡ് സോ മെനി മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇൻ ദ വേൾഡ്. ഈ സോൾ എന്ന് പറഞ്ഞ സിനിമ വെച്ചിട്ട് നിങ്ങൾക്ക് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്നുള്ള 10 കോട്ട്സ് മാനേജ്മെന്റിൽ ഉപയോഗിക്കാൻ പറ്റിയത്, 15 കോട്ട് ലൈഫിന്റെ സക്സസിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞു. ലൈഫിന് അങ്ങനെ ഏറ്റവും അധികം കോട്ട്സ്, മേ ബി ആഫ്റ്റർ ഷോഷാങ്ക് റിഡംഷൻ, ഏറ്റവും അധികം കോട്ട്സ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മൂവിയാണ് ഈ സോൾ. ബിക്കോസ് ഇറ്റ് ടോക്സ് അബൌട്ട് ലൈഫിന്റെ ഇൻട്രിക്കസീസ്, ആഫ്റ്റർ ലൈഫ്, ബിഫോർ ലൈഫ്, നമ്മുടെ സക്സസ്, കരിയറിനെയൊക്കെ പറ്റി നിങ്ങൾ ഈ സിനിമ എന്തായാലും കാണണം എന്ന് ഞാൻ പറയും. ഓക്കെ, ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈസ് ഓൾ ദിസ് ലിവിങ് റിയലി വർത്ത് ഡൈയിങ് ഫോർ എന്നാണ്. നമ്മള് ജനിച്ചു, ഇപ്പൊ 2ാമത്തെ ജന്മത്തിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടാവും. എന്നാലും നമ്മളൊന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെ ജീവിച്ചതിനൊരു വർത്ത് ഉണ്ടോ എന്നറിയാനായിട്ട് ഒന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണെന്ന് പറയുന്നത്. യു ക്യാൻ സീ, നമുക്ക് വി ക്യാൻ മൂവ് ഓൺ ടു കറക്റ്റ് അഡ്വർടൈസിംഗ്. എനിക്ക് വാട്ട്സ് എ ടൈം നൗ, ഇറ്റ്സ് 12:08 അല്ലെ, 1 മണിക്കൂർ. ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് സെഷൻ ഇൻ 1/2 an hour. 1/2 മണിക്കൂർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ ഐ തിങ്ക് അല്ലേ? അത് ഫേവറെ 1/2 മണിക്കൂറോ ഒരു 5-10 കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, യെസ്. ഇത് അതിൽ തന്നെയുള്ള ഒരു മൂൺവിൻഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ആ സിനിമയിൽ. അയാള് സത്യത്തിൽ മരിച്ച് അവിടെ നിൽക്കുന്ന ഒരാളാണ്. സോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ സിനിമയില്, സോറി, ഒരു ട്രെയിനും കൂടി ഒന്ന് പോകുന്നുണ്ട്. സോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അത് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സ്ഥലമാണ് ഈ സിനിമയിൽ സോൺ എന്ന് പറയുന്നത്. ആ സോണിലുള്ള ആളുകൾ പലരും അവരിങ്ങനെ ഒരു എന്താ പറയുക, നമ്മളുടെ ജീവിതത്തിലെ ഭാരം ഇങ്ങനെ താങ്ങി 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 അവരവിടെ എത്തിയ പോലെയാണ്. ചിലപ്പോ അവരിങ്ങനെ ചില ഭീകരരൂപികളായിട്ട് മാറിയിട്ട് ഇവിടെ ജോലിയെടുത്ത് മടുത്ത് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആ സോണിൽ കണ്ടുമുട്ടും. അവിടെയുള്ള ഈ ആത്മാക്കളെ ഭൂമിയിലേക്ക് കുറുക്ക് വഴിയിലൂടെ പോകാൻ വിചാരിക്കുന്ന ആത്മാക്കളെ ഭൂമിയിലേക്ക് എത്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ മൂൺവിൻഡ് എന്ന് പറയുന്ന. അയാള് സത്യത്തിൽ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോട്ടലിന്റെ മുന്നിൽ നിന്നിട്ട് അതിന്റെ ബോർഡ് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഇയാള് ഈസ് ഡൂയിങ് ഒരു അക്രോബാറ്റിക് കൈൻഡ് ഓഫ്, ഇതിങ്ങനെ നമ്മൾ എന്താ പറയാ മലയാളത്തില് ഇങ്ങനെ അമ്മാനമാടുക എന്നൊക്കെ പറയും. ഇങ്ങനെ ബോൾ സൗണ്ട് ഒക്കെ ചെയ്യുന്ന പോലെ, പന്തുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന പോലെ ഈ ബോർഡ് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ എപ്പോഴും കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാളുടെ ഇതിൽ നിന്ന് തന്നെയാണ് ഐ എം ടേക്കിംഗ് ഈ ഒരു അവിടെ ഹോട്ട് ഡീൽസ് 50% ഓഫ് എവറിത്തിങ് എന്നുള്ളതിന് നമ്മൾ ഹോട്ട് ഡീൽ
ഫോർ എവ്രിതിങ്. അഡ്വർടൈസിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഇതാണ് പറയാൻ വിചാരിക്കുന്നത്. ഇറ്റ്സ് എ ഹോട്ട് ഡീൽ ഫോർ എവ്രിതിങ് അണ്ടർ ദ സൺ. ആണെങ്കിൽ ഇനിയിപ്പോ ചന്ദ്രനിൽ പോകാനുള്ള ഒരു ഓഫർ വന്നാലും, അപ്പോ ഈ ഓവർ ദ സൺ ആണെങ്കിലും ഇൻ ദ സ്പേസ് ആണെങ്കിലും ഒക്കെ ഹോട്ട് ഡീൽ അഡ്വർടൈസിങ് ഇല്ലാതെ ഇതൊന്നും ഇവിടെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. ദ ലേറ്റസ്റ്റ് പ്രോജക്ട് ഐ ആം വർക്കിംഗ് ഓൺ ഈസ് ഫോർ എ ടൂർ കമ്പനി. 2022 ഖത്തറില് ഒളിമ്പിക്സിന്റെ 2022 തോന്നുന്നു അത്, ഐ തിങ്ക് സോ. അതിന്റെ ഇനീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞു വന്നു. അപ്പൊ 89,500 rupees ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖത്തറിൽ പോയിട്ട് 2 ദിവസം താമസിച്ച് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ടീമിന്റെ ഫുട്ബോൾ മാച്ച് കണ്ടിട്ട്, വേൾഡ് കപ്പ് മാച്ച് കണ്ടിട്ട് തിരിച്ചു വരാന്നുള്ള. അപ്പൊ അങ്ങനെ ഓഫേഴ്സ് ഉണ്ടാക്കുന്ന സാധനം. അപ്പൊ യാത്രകൾക്കും അത് ഇന്ന് തൊട്ടിട്ട് യു ക്യാൻ പേ ദ മണി ആസ് EMIs. 6,500 വെച്ച് അടച്ചടച്ചിട്ട് ആ ദിവസം ആവുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന. അപ്പൊ ചന്ദ്രനിലേക്ക് പോകാൻ ഇപ്പൊ വെർജിൻ റെക്കോർഡ്സിന്റെ റിച്ചാർഡ് ബ്രാൻസനൊക്കെ പോകുന്നുണ്ട് സ്പേസിലേക്കൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ EMI ഒക്കെ കിട്ടുമായിരിക്കും. അപ്പൊ എന്തിനും വി നീഡ് അഡ്വർടൈസിങ്. ഇവിടെ ഇദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടെസ്റ്റ് ഉള്ള ഭാഗമാണ് അവിടെ ആ ഒരു ഇമേജ് ഞാൻ എടുത്തേക്കണത്. ഐ ടോൾഡ് യു ഏർലിയർ, അഡ്വർടൈസിങ് സ്പന്ദനമാണ്, ഡിസൈൻ സ്പന്ദനമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫ്രെയിമിൽ കാണുന്ന ഒരു സാധനം പോലും പരസ്യം ചെയ്യപ്പെടാത്തതോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യപ്പെടാത്തതായിട്ട് കാണില്ല. എക്സെപ്റ്റ് ഒരു പക്ഷെ ആ മനുഷ്യൻ, അയാൾ പരസ്യം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങള് യു ആർ ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് സെൽഫീസ്. ഞാൻ സെൽഫി എടുക്കാറുണ്ട്. റീസെന്റ് ഐ ആക്ടഡ് ഇൻ എ മൂവി കോൾഡ് മിന്നൽ മുരളി എന്ന് പറഞ്ഞ ടോവിനോ തോമസ് ഹീറോ ആയിട്ടുള്ള, മേ ബി മലയാളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഷെഡ്യൂൾ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ December 2019. അത് നീണ്ട് ഇപ്പൊ ഈ ജൂലൈ 25th മോർണിംഗിലാണ്, ഏർലി മോർണിംഗിലാണ് അത് പാക്കപ്പ് ആവുന്നത്. അപ്പൊ യു ക്യാൻ സീ ദ ടൈം സ്പാൻ. അത് ആ മൂവി തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ കോവിഡ് ഉണ്ടാവുന്നത്. ആ ഓരോ ലോക്ക്ഡൌണും ഇഷ്യൂ. ആൻഡ് വാസ് ഇൻ ദ ലാസ്റ്റ് ഡേ ഷൂട്ടിൽ. അന്നാണ് ആളുകൾ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്, D കാറ്റഗറി എന്നൊക്കെ. അപ്പൊ അവിടെ പോകുമ്പോഴും ഞാനൊരു സെൽഫി എടുത്തു. നോട്ട് വിത്ത് ടോവിനോ ബട്ട് വിത്ത് ബേസിൽ ജോസഫ്, അതിന്റെ ഡയറക്ടർ. പിന്നെ ഒരാളുടെ കൂടി ഞാൻ ഒരു സെൽഫി എടുത്തു. അത് അലിയാർ എന്ന് പറയുന്ന ഒരാൾ. അലിയാർ എന്ന് പറയുന്ന ഒരു ശബ്ദം നരേറ്റ് ചെയ്യുന്ന, ഹി ഓൾസോ ആക്ട്, നല്ല അഭിനയിക്കുന്ന ഒരാൾ. അപ്പൊ ഇത് സത്യത്തിൽ എന്താ, ഐ പോസ്റ്റ് ദിസ് പിക്ചർ ആസ് എ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഐ പോസ്റ്റ് ദാറ്റ് ഇമേജ് ഇൻ മൈ ഫേസ്ബുക്ക് പേജ്, ആളുകള് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് മലയാളത്തില് പണ്ട് ഞാൻ എടുക്കുമ്പോ ഞാനിങ്ങനെ അവരോട് തന്നെ പറയാറുണ്ട്, എന്നെ തള്ളാനായിട്ട് എനിക്ക് വേറെ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല, ഞാൻ തന്നെ തള്ളും എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഡ്വർടൈസിങ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൊമോഷൻ, ഐ അഡ്മിറ്റ്. ഇപ്പൊ ഇതിന്റെ പോസ്റ്ററുകളും ഞാൻ ഷെയർ ചെയ്യും, ബിക്കോസ് ഇറ്റ്സ് എ പ്രൊമോഷൻ. ആക്ച്വലി ഇറ്റ്സ് എൻ ഓപ്പണിംഗ് ഫോർ അനദർ വെബിനാർ, അല്ലെങ്കിൽ വേറെ ഒരു അവന്യൂകൾ. ആളുകള് മനുഷ്യരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലം. അത് വി ആർ ഓൾ ഹ്യൂമൻ ബിൽ ബോർഡ്സ്. നമ്മൾ അറിയാതെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം. സപ്പോസ് യു ആർ വെയറിങ് സംതിങ്, ഒരു നൈക്കിയുടെ ക്യാപ്പ് നിങ്ങൾ വെച്ചിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി നൈക്കിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ, ഒരു ലോക്കൽ ബ്രാൻഡ് അംബാസിഡർ. നിങ്ങൾ അവന്റെ പരസ്യം ക്യാരി ചെയ്ത് കൊണ്ടുവരും. ഇതേ തൊപ്പി സച്ചിൻ തെണ്ടുൽക്കർ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിരാട് കോഹ്ലി വെക്കണമെങ്കിൽ നിങ്ങൾ അയാൾക്ക് പൈസ കൊടുക്കും. നിങ്ങൾ കൊക്കക്കോള കുടിക്കുമ്പോ, അല്ലെങ്കിൽ കൊക്കക്കോളയുടെ ടീഷർട്ട് ഇട്ട് നടുമ്പോ, അല്ലെങ്കിൽ കൊക്കക്കോള ഒരു ഫ്രീ ആയിട്ട് ഒരു ബാഗ് ഇട്ട് നടക്കുമ്പോ, യു ആർ എ ബ്രാൻഡ് അംബാസിഡർ. അറ്റ് ദ സെയിം ടൈം റൊണാൾഡോ കൊക്കക്കോളയുടെ ബോട്ടിൽ എടുത്ത് മാറ്റി വെച്ചപ്പോ അത് ഭയങ്കര ഡിസ്കഷൻ ആയി. ബിക്കോസ് അത് അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് അവരുടെ കോൺട്രാക്റ്റിലുള്ളതാണ്. ആ 2 ബോട്ടില് എല്ലാ പ്രസ് കോൺഫറൻസ് നടക്കുമ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അത് മാറ്റിവെച്ചതിന് ആ ഓർഗനൈസേഴ്സ് ഹ്യൂജ് ഡാമേജ് സഫർ ചെയ്യേണ്ടി വരും. അവര് ആ ലോസ് പൈസ കൊടുക്കേണ്ടി വരും തിരിച്ച്. ഇത് മാറ്റിവെച്ചു. ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ ഫ്രെയിം. അപ്പോ ഈ കാണുന്ന ഞാനൊരു രസത്തിന് വേണ്ടി ചെയ്തു. ഇപ്പൊ ഹാറ്റ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും കാർസ് യൂസ് ചെയ്യുന്ന ഫ്രെയിം, ഷർട്ട് ആണെങ്കിലും അവിടെയുള്ള ബിൽഡിംഗ്. ഇപ്പൊ എനിക്ക് കുറെ ബിൽഡർ ക്ലയൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഏത് ഫ്ലാറ്റിൽ താമസിക്കണം, ഏത് വീട്ടിൽ പോകണം, ആ അഡ്രസ് സേസ് ഇറ്റ് ഓൾ. സ്കൈലൈൻ ബിൽഡേഴ്സ്, അല്ലെങ്കിൽ അസെറ്റ് റെസ്പോൺസിബിൾ ബിൽഡേഴ്സ്, അല്ലെങ്കിൽ വേറെ അങ്ങനെ ബാഗ് ആണെങ്കിലും പാന്റ്, ഷൂസ്, ദർ ഓൾ ബ്രാൻഡ് കോൺഷ്യസ് ആൻഡ് ദർ ഓൾ ഡിസൈൻഡ് ഓൾസോ. നിങ്ങൾ നോക്കിയറിയാം,
ഒരു സാധനവും ഡിസൈൻഡ് അല്ലാത്ത സാധനം. നിങ്ങൾ ഇപ്പൊ കാണുന്ന ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺസ് ആണെങ്കിലും ഇതൊക്കെ ഡിസൈൻഡ്. ഒരു പ്രോഡക്റ്റ് ഡിസൈനർ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഡിസൈനർ, അല്ലെങ്കിൽ ഒരു മെഷീൻ ഡിസൈനർ, അങ്ങനെയുള്ള ആളുകൾ ഇരുന്ന് ഡിസൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്കിത്. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അഡ്വർടൈസിംഗ്. അപ്പൊ ആക്ച്വലി യു ആർ ബോൺ ഇൻ ടു ബ്രാൻഡ്സ്. നിങ്ങള് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. നിങ്ങള് രാവിലെ കഴിക്കുന്ന ഭക്ഷണം പോലും ബ്രാൻഡഡാ. അപ്പൊ നമ്മൾ പുട്ടല്ലേ കഴിക്കണേ, ഇഡ്ഡലി അല്ലേ കഴിക്കണേ, ദോശയല്ലേ കഴിക്കണേ, അല്ലെങ്കിൽ നൂലപ്പല്ലേ കഴിക്കണേ, ഇതിനൊക്കെ എന്ത് ബ്രാൻഡ്? അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. പക്ഷേ വെനെവർ യുവർ പാരന്റ് ഗോസ് ടു ഒരു സൂപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ പോകുന്നു, അച്ഛൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോകുന്നു, നിങ്ങളോട് അമ്മ വിളിച്ചു പറയാം, എടാ ഡബിൾ ഓൾസിന്റെ പുട്ടുപൊടി വാങ്ങിക്കണേ, അല്ലെങ്കിൽ നിറബറയുടെ പുട്ടുപൊടി വാങ്ങിക്കണേ. അപ്പൊ ഏതെങ്കിലും പുട്ടുപൊടി എന്നുള്ള സാധനം നമ്മുടെ കയ്യിലില്ല. അതൊരു ബ്രാൻഡിന്റെ പുട്ടുപൊടി. അപ്പൊ നമ്മുടെ ഭക്ഷണം ബ്രാൻഡഡാ. ഇപ്പോ സപ്പോസ് യു വാണ്ട് ടു മേക്ക് എ ബിരിയാണി അറ്റ് ഹോം, നിങ്ങൾ ഇന്ത്യ ഗേറ്റിന്റെ വാങ്ങിക്കണേ, അല്ലെങ്കിൽ റോസിന്റെ ബിരിയാണി റൈസ് വാങ്ങിക്കണേ, അങ്ങനെ പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ വാങ്ങി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ലൈഫ് ബ്രാൻഡുകളില്ലാതെ മുന്നോട്ട് പോയില്ല. നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾ ഒരു ഫോൺ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഐ എം യൂസിങ് ഇറ്റ് MI ഷിയോമി എന്ന് പറഞ്ഞത്. MIയുടെ രണ്ടാമത്തെ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ MI ഉപയോഗിക്കുന്നു പീപ്പിൾ. ഇതൊരു ഫോൺ മാത്രമല്ല, നമ്മൾ നോക്കുന്ന വേറെ കുറെ സപ്പോസ് സംബടി, ഇപ്പൊ എന്റെ ഓഫീസിൽ തന്നെ ACD അസോസിയേറ്റ് ക്രിയേറ്റീവ് ഡയറക്ടർ, അവൾ യൂസ് ചെയ്യുന്നത് ഐഫോൺ ഇസ് എ സ്റ്റാറ്റസ് സിമ്പിൾ മോർ ദാൻ ഒരു ഫോൺ. അപ്പൊ ഓരോന്നും നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കൂട്ടാനായിട്ട് നിങ്ങൾ ബ്രാൻഡുകൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു സാധനം ഓൾറെഡി ഇപ്പൊ ഞാൻ ഐ ടോക്ക് ടു അബൌട്ട് മാരേജസിനെ പറ്റി പറഞ്ഞു, കല്യാണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്ത്രീനെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഭാഷയാണ്, കെട്ടിച്ചു വിട്ടു, അവളെ എവിടേക്കാ കെട്ടിച്ചു വിട്ടെന്ന് ചോദിക്കും. ഒരു പയ്യനോടാണെങ്കിൽ നീ എവിടുന്നാ കെട്ടിയെന്നാ ചോദിക്കുക, എന്ന് പശുവിനെയൊക്കെ കൊണ്ടുവരുന്ന പോലെ നീ എവിടുന്നാ കെട്ടിക്കൊണ്ടുവന്നതെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ചോദിക്കുക. അപ്പൊ ഈ കെട്ടിച്ചു വിട്ട പെൺകുട്ടി നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവൾ വളരെ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. ബിക്കോസ് അവളുടെ വീട്ടിലും 2 കാറുണ്ട്, ഒന്ന് ഓഡിയാണ്, ഒന്ന് BMW ആണ്. വീട് തന്നെ കാണണം, അത് ഭയങ്കര വലിയാണ്. ശോഭ സിറ്റി തൃശ്ശൂരാണെങ്കിൽ അവിടെയാണ് വീട്. അപ്പൊ അത് സ്റ്റാറ്റസ് സിമ്പിൾ. പിന്നെ അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, അവിടെ TV ചുമരിന്റെ അത്രയ്ക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവരിട്ടേക്കണം, അവര് ചായ തന്ന പാത്രമൊക്കെ കാണണം. Nobody is bothered about whether she is happy in that relationship. അത് ഒരു വിഷയമേ അല്ല. നമ്മൾ ഒരാള് നന്നായി ജീവിക്കുന്നു എന്ന് പറയുന്നത് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ബ്രാൻഡ്സ് ദേ ആർ യൂസിങ്. ഇപ്പൊ യു ആർ ബോൺ ഇൻ ടു ബ്രാൻഡ്സ്. ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തൊരു സാധനമായിട്ട് ബ്രാൻഡ് മാറി, അല്ലെ? നിങ്ങള് ഇവിടെ തന്നെ യു മേ ചൂസ് വെദർ ടു ഗോ ഫോർ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം. അതുപോലും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. പാവം മൈക്രോസോഫ്റ്റ് ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്, ടീം എന്ന് പറഞ്ഞിട്ട്. ആരും അതിനെ തിരിച്ചു നോക്കുന്നില്ല, അല്ലെ? നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു ടീമില്. പക്ഷെ ഗൂഗിൾ മീറ്റ് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി, ഈസിയാണ്. സൂമിനോട് എന്തോ ചില ആളുകൾക്ക് ഒരു അവേർഷൻ ഉണ്ട്. അപ്പോ അവിടെ വരെ യു ആർ ചൂസിങ് ഒരു വൈ ബേസ് ചെയ്തിട്ട് യു ആർ ഓപ്റ്റിങ്. ഇവിടെ യു കെൻ സീ ദാറ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ആലോചിച്ചു, ഒരു സാധനം പോയി നിങ്ങൾ രാവിലെ തേക്കുന്ന പല്ല് തേക്കുന്ന ബ്രഷ്, അല്ലെങ്കിൽ പേസ്റ്റ്, നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നു, അവിടെ മലയാളി ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന കക്കൂസ് പണിയാണ്. ഒരു വിചിത്രമായ കാര്യമാണത്. ഏറ്റവും നിങ്ങളൊരു വീട് പണിത ആളോട് ചോദിച്ചു നോക്കും, അയാൾ ഒരു പക്ഷെ ഒരു ബെഡ്റൂം പണിതതിനേക്കാളും പൈസ അയാൾക്ക് ഒരു ബാത്റൂം പണിയാനായിട്ട് ചെല്ലും. ബിക്കോസ് വി ഓൾ യൂസ് എന്താ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോസെറ്റുകൾ, അല്ലേ? ഭയങ്കര സേറ പോലത്തെ ബ്രാൻഡ്സ്, അല്ലെങ്കിൽ അതിന്റെ ഹിഞ്ചസ്, അങ്ങനെ. അപ്പൊ അത് സംഗതി നമ്മൾ ഈ ക്ലോസെറ്റിൽ നിന്ന് എന്താ ചെയ്യണമെന്നുള്ള വേറെ കാര്യം. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഡൈനിങ് ടേബിളിനേക്കാളും പൈസ ചിലപ്പോൾ ക്ലോസെറ്റിന് ചെലവാക്കിയാണ്. അത് ബിക്കോസ് അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ജോൺസന്റെ പൈപ്പ് അല്ലെങ്കിൽ ഫിറ്റിങ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഓരോന്നിനും ഇപ്പൊ സ്വിച്ചസ് വാങ്ങിക്കുന്നു, ലൈറ്റ് ക്രാഫ്റ്ററി ആണ്. നിങ്ങൾ ഒരു സ്വിച്ച് കാണുന്ന ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്ക് ക്രാഫ്റ്ററിയുടെ സ്വിച്ച് ഒക്കെ വെക്കുന്ന ആൾ, അയാൾ ഭയങ്കര സംഭവം. ഇത് കാർസ് വി ചൂസ്. ഈ മലയാളി കാർ ചൂസ് ചെയ്യുന്നതിൽ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുണ്ടെങ്കിലും വിൽ ബൈ ഒരു ഇന്നോവ ഒരു 9 പേർക്ക് പോകാനുള്ള വണ്ടിയാവും വാങ്ങി. ബിക്കോസ് അത് സ്റ്റാറ്റസ് സിമ്പൽ.
വലിയ വണ്ടി. പുറത്തുള്ള ആൾക്കാർ രണ്ടുപേരുള്ള അവൻ ഏറ്റവും കുഞ്ഞു കാർ വാങ്ങിക്കും. ബിക്കോസ് അവനറിയാം പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അത് കൊണ്ട് ഇടാനുള്ള പ്രശ്നം, പെട്രോൾ അടിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ. അപ്പോ നമ്മളുടെ സ്റ്റാറ്റസിനെ ബ്രാൻഡ്സുമായിട്ട് കണക്ട് ചെയ്തൊക്കെ. അപ്പൊ അതുകൊണ്ട് യു ടേക്ക് ഇറ്റ് ഫ്രം മീ, നമ്മളുടെ ഈ സൈക്ക് മാറാത്തോളത്തോളം, ഈ മൈൻഡ് സെറ്റ് മാറാത്തോളം അഡ്വർടൈസിങ് വിൽ ബി ദ മോസ്റ്റ് മണി മിൻറ്റിങ് പ്രൊഫഷൻ. ഇപ്പൊ ഞാനൊരു അവസാനം കുറച്ച് ആളുകളെ കാണിച്ചു തരാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അപ്പൊ ഡോക്ടർമാരാണല്ലോ കൂടുതൽ കാശുകാര്. അപ്പൊ ഞാൻ ഈ ഒരു ഡോക്ടർ, ഒരു ഹാർട്ട് സർജൻ ഒരു കൊല്ലം ഒരു 10-20 അല്ലെങ്കിൽ ഒരു മാസം 10 സർജറി ചെയ്തു തുടങ്ങി. ആ സർജറി ചെയ്തിട്ട് അയാള് ഉണ്ടാക്കുന്ന പൈസനേക്കാളും കൂടുതൽ ഞാൻ അവസാനം കുറച്ച് ആഡ് ഫിലിം മേക്കേഴ്സ്, എസ്പെഷ്യലി മലയാളീസ് ലൈക്ക് പ്രകാശ് വർമ്മയുടെ ഒക്കെ ഫോട്ടോ, അയാളൊക്കെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടാക്കുന്നത്. ഒരു 2 ഡേ ഷൂട്ട് ചെയ്യുന്ന ഒരു പരസ്യം കൊണ്ട് അയാള് ഒരു ഹാർട്ട് സർജൻ ഇത്രയും പൈസയൊക്കെ ചെലവാക്കി, ശ്രീധനവും ചെലവാക്കി പഠിച്ചിട്ടുള്ള ഒരു ഹാർട്ട് സർജൻ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു മാസം കിട്ടുന്ന അയാളുടെ ലാഭം, ഇയാള് ചിലപ്പോ ഒരു ചെറിയ പരസ്യം, ഒരു സെക്കൻഡ്സ് വരുന്ന, ഇപ്പൊ അതിന്റെ എഫേർട്ട് ചെറുതല്ല, പക്ഷെ അയാൾ എടുക്കുന്ന ടൈം ചിലപ്പോൾ ചെറുതാണ്. ടൈമിൽ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ഐ വിൽ ടെൽ യു എ സ്റ്റോറി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഇപ്പൊ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇവിടെ ഞാൻ ഇവിടെ നിന്ന് തന്നെ എക്സാമ്പിൾ എടുക്കുകയാണ്. ആക്ച്വലി ഈ ടീച്ചേഴ്സ് മ്യൂസിക്, അപ്പൊ അവിടെ ആ ഒരു ഹോൾ ക്ലാസ്സിൽ കുറെ അധികം ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊരു ബാൻഡ് ഉണ്ട്, അല്ല ആ ബാൻഡ് പോലെയാണ് അവർ, അല്ലെ? ഞാൻ അതിനൊരു ബ്രാൻഡ് എന്ന് കൊടുക്കുകയാണ്. ഇയാളൊരു ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ജോ ഗാർഡനറിനെ, അയാൾ ട്രെയിൻ ചെയ്യുന്ന, അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ ആളുകളാണ് ആ കുട്ടികൾ. ദേ പ്ലേ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ്. നിങ്ങൾക്ക് ചെല്ലോ വായിക്കുന്നവര്, സാക്സഫോൺ വായിക്കുന്നവർ, ഗിത്താർ വായിക്കുന്നവര്, ക്ലാരനെറ്റ് വായിക്കുന്നവർ, അങ്ങനെ പലരുമുണ്ട്. അതുപോലെ തന്നെയാണ് അഡ്വർടൈസിംഗിലെ പോസിബിലിറ്റീസ്. നേരത്തെ ബെന്നിയച്ചൻ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജേർണലിസം, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ആൻഡ് ടെലിവിഷൻ, ഈവൻ നമ്മുടെ കൺവെൻഷണൽ കോഴ്സസ് ആയിട്ട് കാണുന്ന BA ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ വെറും ലിറ്ററേച്ചർ എന്നൊക്കെ പറയും. നമ്മൾ ഇപ്പൊ എല്ലാവരും അപ്ലൈഡ് കോഴ്സസ് പഠിക്കുന്ന കാലം, അല്ലെ? നോബഡി ഈസ് സ്റ്റഡിങ് പ്യുവർ ഫിസിക്സ് നൗ, നോബഡി ഈസ് ഗോയിങ് ഫോർ പ്യുവർ കെമിസ്ട്രി, ദേ ആർ സ്റ്റഡിങ് അപ്ലൈഡ് ഫിസിക്സ്, ഫോട്ടോണിക്സ്, അങ്ങനെയൊക്കെയാ പഠിക്കും. തിങ്സ് ഹാവ് ചേഞ്ച്. ബയോളജി പഠിക്കുന്നതിന് പകരം പീപ്പിൾ ആർ സ്റ്റഡിങ് ബയോ ഇൻഫർമാറ്റിക്സ്, ബയോടെക്നോളജി, അല്ലെ ബയോ കെമിസ്ട്രി, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഒരു പേപ്പർ ഉണ്ട്, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ യു കെൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ട്, ആർട്ട് ഡയറക്ടർ ഉണ്ട്, മോഷൻ ഗ്രാഫിക്സ് ചെയ്യുന്ന ആൾക്കാർ, കോപ്പി റൈറ്റേഴ്സ് ഉണ്ട്, കോൺസെപ്റ്റ് ടീം ഉണ്ട്, വിഷ്വലൈസേഴ്സ് ഉണ്ട്, ട്രാഫിക് മാനേജർ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. നിങ്ങൾ അവിടുത്തെ വണ്ടി പാർക്ക് ചെയ്യലല്ല അയാളുടെ പണി. അയാൾ ഈ ഒരു മൊത്തം ഏജൻസിയുടെ വർക്ക്സിന്റെ ഒരു ഫ്ലോ കോർഡിനേറ്റ് ചെയ്യുന്ന ആളായിരിക്കും. സ്ട്രാറ്റജി അനലിസ്റ്റുകൾ ഉണ്ട്, എന്താണ് നമ്മളൊരു സംഗതിക്ക് പോകേണ്ട സ്ട്രാറ്റജി. ഇല്ലുസ്ട്രേറ്റേഴ്സ് ഉണ്ട്, ക്യാമറമാൻ ഉണ്ട്, മീഡിയ പ്ലാനേഴ്സ് ഉണ്ട്, വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ക്രിയേറ്റീവ് ഏരിയാസ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്നു, ആ ക്രിയേറ്റീവ് ഏരിയയിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ലൈക്ക് ഫിലിംസിനെ നമ്മൾ ടോട്ടൽ ആർട്ട് എന്നാ പറയും. അതുപോലെ തന്നെ ഫിലിമിന്റെ ഒരു ചെറിയ വെർഷൻ. ഹേർഡ് അബൌട്ട് ഫ്രെഡറിക്കോ ഫെല്ലിനി. ഫെല്ലിനി എന്ന് പറയുന്ന ഫിലിം മേക്കർ, റോമ പോലത്തെ ഫിലിം ചെയ്തിട്ടുള്ള ഫെല്ലിനി പറഞ്ഞേക്കണത് ആഡ് ഫിലിംസിനെ പറ്റിയിട്ട് ലിറ്റിൽ മാസ്റ്റർ പീസസ് ലാസ്റ്റിംഗ് 1 minute എന്നാണ്. 1 minute ദൈർഘ്യമുള്ള ചെറിയ മാസ്റ്റർ പീസുകളാണ് ഓരോ അഡ്വർടൈസ്മെന്റ് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന എത്ര ചെറിയ പരസ്യങ്ങൾ, ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ, 2 മണിക്കൂർ ഒരു സിനിമ പറഞ്ഞേക്കാളും നന്നായിട്ട് ഭയങ്കരമായിട്ട് ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തുള്ളി കണ്ണുനീര് വരുത്തുക, അല്ലെങ്കിൽ ഒരു ലംബ് ഇൻ ദ ത്രോട്ട് ഫീലിംഗ് ഉണ്ടാക്കുകയും നിങ്ങളുടെ മനസ്സിൽ ഒരു ആനന്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള എത്രയോ പരസ്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ. ഇതൊരു ചാലഞ്ചാണ്. ഇത്രയും സമയം എടുക്കാതെ ഏറ്റവും ചുരുങ്ങിയ സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു കോൺസെപ്റ്റ് കൺവേ ചെയ്യാം. ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഒരു റൈറ്റർ എന്നുള്ള ആളുകളുണ്ട്, എഴുതാൻ കഴിവുള്ളവർ, ലാംഗ്വേജ് കമാൻഡ് ഉള്ളവർ ഭയങ്കര ക്ഷാമാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് നന്നായിട്ട് മലയാളം പോലും നന്നായി എഴുതാൻ പറ്റാത്ത ആളുകളെ നമ്മൾ കണ്ടു വിഷമിച്ചിരിക്കണം. അതുകൊണ്ട് എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കഴിവാണെങ്കിൽ നിങ്ങൾ അഡ്വർടൈസിംഗിലേക്ക് ധൈര്യമായിട്ട് കടന്നു വരും. ബിക്കോസ് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്, ആസ് ബൈബിൾ സേസ്, ആദിയിൽ വചനം ഉണ്ടായെന്ന് പറഞ്ഞ പോലെ മിക്കവാറും കോൺസെപ്റ്റുകൾ വചനത്തിൽ നിന്ന് തന്നെയാവും തുടങ്ങും.
ഒരു വേർഡെന്നോ അല്ലെങ്കിൽ ഒരു സെന്റൻസെന്നോ ഒരു കോൺസെപ്റ്റ് വരാം. തിരിച്ച് യു ഹാവ് ദ എബിലിറ്റി ടു വിഷ്വലൈസ് തിങ്സ്. നിങ്ങൾക്ക് ഒരു ഇമേജിന് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനും ഏറ്റവും നല്ലൊരു കാര്യം വായന തന്നെയാണ്. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ അതൊരു സിനിമ പോലെ മനസ്സിന്റെ ഉള്ളിൽ കാണും. ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ആൽക്കെമിസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾ ആ സാന്റിയാഗോന്റെ യാത്ര മനസ്സിൽ കാണുന്നവരാണ്, ആ ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളി മനസ്സിൽ കാണുന്നവരാണ്. നിങ്ങൾ ആ ചില്ലുഭരണി വ്യാപാരി, അങ്ങനെ കുറെ കാര്യങ്ങൾ, മുടി പിന്നിയിട്ട് പെൺകുട്ടീനെ കാണുന്നുണ്ട്. ഈ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ദേ ക്യാൻ ക്രിയേറ്റ് കോൺസെപ്റ്റ്, ഐഡിയകൾ വിഷ്വലൈസ്. മറ്റേ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞാൽ അതിന്റെ വിഷ്വൽ എന്താണെന്ന് ആലോചിക്കാൻ പറ്റുന്ന ആളുകൾ എന്തായിരിക്കും അത് മിൽമയുടെ ടാഗ് ലൈൻ ആണല്ലേ. എങ്ങനെയാണ് ഈ വാക്കിനെ ഒരു ചിത്രമായിട്ട് അല്ലെങ്കിൽ ചലിക്കുന്ന ചിത്രമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അഡ്വർടൈസിംഗിൽ സ്പേസ് ഉണ്ട്, നല്ല ടെക്നീഷ്യൻസിന് സ്പേസ് ഉണ്ട്. അഡ്വർടൈസിംഗ് സിനിമാറ്റോഗ്രാഫേഴ്സിന് ഭയങ്കര വാല്യൂ ആണ്. നിങ്ങൾ കാണുന്ന ഇപ്പൊ ആർക്കറിയാം എന്ന് പറയുന്ന മൂവി കണ്ടു, സനു ജോൺ വർഗീസ് ഡയറക്ട് ചെയ്തല്ലോ. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ ക്യാമറ ചെയ്തിട്ടുള്ളത്. മാലിക് അദ്ദേഹം തന്നെയാണ് വിശ്വരൂപം ക്യാമറ ചെയ്തിട്ടുള്ളത്. കാർത്തിക് ക്യാമറ. ഒപ്പം തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ അധികം പരസ്യങ്ങൾ ചെയ്യുന്നതും സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നതും സനു ജോൺ വർഗീസ്. ദർ ആർ ഡയറക്ടേഴ്സ്. ഇപ്പൊ ഞാൻ ഇതിൽ അവസാനമായിട്ടുണ്ട് ഹസീൻ ദിൽറുബ എന്ന് പറയുന്ന തബ്സിയുടെ പുതിയ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ഒരു മലയാളിയാണ്, വിനിൽ മാത്യു. വിനിൽ മാത്യുവിനെ ഞങ്ങൾ അറിയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആഡ് ഫിലിം മേക്കർ ആയിരുന്ന, ഇപ്പൊ ഈസ് നോട്ട് വർക്കിംഗ്, ഈസ് നോട്ട് ആക്റ്റീവ്, മാനവ് മേനോന്റെ ഫുഡ് കാൻഡിൽസ് എന്ന് പറയുന്ന കമ്പനിയിലെ പാനൽ ഡയറക്ടേഴ്സിൽ ഒരാളാണ് വിനിൽ മാത്യു, കൊച്ചിക്കാരനായിട്ടുള്ള ടെനി തോമസ് ഒക്കെ. അപ്പോ അയാള് രണ്ടാമത്തെ സിനിമയും മൂന്നാമത്തെ സിനിമയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോ മഹേഷ് മത്തായി ആഡ് ഫിലിം മേക്കേഴ്സ്, അങ്ങനെ there are so many ad film makers. ഇപ്പൊ ആഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ പ്രസൂൺ ജോഷി, എത്രയോ നിങ്ങൾ രംഗ്ദേ ബസന്തി പോലെയുള്ള അതിലേക്ക് മനോഹരമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം. അങ്ങനെ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, ഞാൻ ലിസ്റ്റഡ് വേർഡ്സ്, വോയിസ്, നരേറ്റേഴ്സ്, അപ്പൊ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ഗോപി സുന്ദർ, AR റഹ്മാനൊക്കെ ആദ്യം ആക്റ്റീവ് ആയിരുന്നത് അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രിയിൽ. ആ പേരുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരുന്നത് അഡ്വർടൈസിങ് ജിംഗിൾസിലാണ്. ഇപ്പൊ രമണികയുടെ റഹ്മാൻ ചെയ്തൊരു ജിംഗിള് നിങ്ങളുടെ പാരന്റ്സിനോടൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെയാണ് ഇത് നന്നായി ഫോട്ടോസ് എടുക്കാൻ പറ്റും, നന്നായി ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നവർ, നന്നായി ഡിസൈൻ ചെയ്യാനുള്ള എബിലിറ്റി. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ലേൺ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ല മൂവി കോൺസെപ്റ്റ്സ്, സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ചെറിയ ഐഡിയാസിനെ വിഷ്വലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ യു സീ ദ സക്സസ് ഓഫ് ഗൈസ് ലൈക്ക് കരിക്ക് എന്ന് പറയുന്ന ആൾക്ക്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത്. ഈ അടുത്ത് അവർ പ്രസന്റ് ചെയ്ത ഇൻസോംനിയ നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സീരീസ്, ഐ നോ ദീസ് കേസ്. എനിക്ക് എന്റെ വളരെ അടുത്തുള്ള കുറച്ച് ആൾക്കാരെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ എത്ര കൊല്ലമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുള്ള ആൾ, അവരൊക്കെ എന്ത് മനോഹരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾ എന്തായാലും കാണും. ഇൻസോംനിയ നൈറ്റ്സ്, സ്മോൾ വെബ് സീരീസ് ഇൻ മലയാളം, 5-6 എപ്പിസോഡ്സ്. അപ്പൊ അങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അവരുടെ ലോകമാണ് അഡ്വർടൈസിങ്. അവര് നമ്മൾ സെല് ചെയ്യാൻ പഠിക്കും, നമ്മളിൽ കൂടെ മറ്റുള്ള പ്രോഡക്ട്സ് സെല് ചെയ്യാൻ പഠിക്കലാണ് ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഇൻ ഡിമാൻഡ് തിങ്. ഓക്കെ, ഇവിടെ തന്നെ ഇതിൽ there are so many things നിങ്ങൾക്ക് പോവാൻ പറ്റുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ലിസ്റ്റഡ് എ ഫ്യൂ. ഒരു അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കേൾക്കുന്ന ജാർഗൻസ് ആണ്. ഒരു ബ്രാൻഡിന് പേരിടുക. ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 25,000, ഞാൻ പറയാൻ പാടില്ല, ഇറ്റ്സ് എ ട്രേഡ് സീക്രട്ട്, 25,000 രൂപയെങ്കിലും ഞാൻ വാങ്ങിക്കാറുണ്ട് ഏറ്റവും കുറവ് ഒരു ബ്രാൻഡിന് പേരിടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഹാവ് നെയിംഡ് സെവറൽ ബ്രാൻഡ്സ്. ഹോം വർക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, നിങ്ങൾ കൊച്ചിയിലൊക്കെ പോവാണെങ്കിൽ കാണാം. അത് ഒരു ഫർണിച്ചർ ബ്രാൻഡാണ് ഹോം വർക്ക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ബ്രാൻഡ് ചെയ്തേക്കുന്നത് കറവ എന്ന് പറയുന്ന ഒരു പാലാണ്, കറവ. അപ്പൊ നിങ്ങൾ പേരൊക്കെ ചിലപ്പോ കുട്ടിക്ക്, നിങ്ങളുടെ പരിചയത്തിലുള്ള ആള് കുട്ടിക്ക് എന്റെ കടയ്ക്ക് ഒരു പേരിടും, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് നല്ലൊരു പേര് നിങ്ങൾ വെറുതെ ചെയ്തു കൊടുക്കണം. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് എ ജോബ് ടു ഫൈൻഡ് ദ റൈറ്റ് നെയിം. ഇപ്പൊ ഞാൻ ഒരു മെഡിസിൻ ഡെലിവറി ചെയ്യുന്ന, ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന ഇതിന്റെ പേര്, അപ്പൊ ഐ ഓപ്റ്റഡ് ഫോർ എ നെയിം. എന്റെ ഫസ്റ്റ് സജഷൻ ഈസ് മെഡെക്സ് ആണ്. ഫെഡെക്സ് പോലെ, ഫെഡെക്സ് എന്നുള്ള ലോജിസ്റ്റിക് കമ്പനി. ഇങ്ങനെ
അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതിനാണ് ഇയാൾ ഈ പൈസ വാങ്ങുന്നത്, 25,000 രൂപ വാങ്ങിക്കുന്നത്, ഈ ഒരു കുഞ്ഞു സാധനം എഴുതി ഒരു വരി എഴുതി കൊടുക്കും. പക്ഷെ ഈ ഒരു വരി എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. വാട്ട് എവർ നെയിം യു ഫൈൻഡ് വിൽ ബി രജിസ്റ്റേർഡ് ഇൻ സം കോർണർ ഓഫ് ദ ഗ്ലോബ്. മെഡെക്സ് എന്നുള്ള പേര് പറഞ്ഞ് ക്ലയന്റിന് ഇഷ്ടമായാലും ഇത് ചിലപ്പോ ഉഗാണ്ടയിലോ അല്ലെങ്കിൽ മറ്റേ അമേരിക്കയുടെ ഏതോ ഒരു ഉൾനാട്ടില് ഏതെങ്കിലും ഒരുത്തിന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ ഡൊമൈൻ നെയിം ഫോർ ദ സെയിം നെയിം. ടാഗ് ലൈൻസ് ഉണ്ടാക്കുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ള തകർക്കാൻ പറ്റാത്ത വിശ്വാസം, അങ്ങനത്തെ സാധനങ്ങൾ. ക്യാപ്ഷൻസ് ഉണ്ടാവുക. ക്യാപ്ഷൻസ് ഉണ്ടാവുക. മലയാളി ഏറ്റവും ഓർത്തു വെക്കുന്ന 2 ടാഗ് ലൈൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പിന്നെ നമ്മുടെ ജീവിതത്തിലെ യൂസേജ് ആയിട്ട് മാറും. രണ്ടും എഴുതിയിട്ടുള്ളത് ഒരാളാണ്, വേണുഗോപാൽ രാമേന്ദ്രൻ നായർ. അയാളുടെ മൈത്രിയുടെ ക്രിയേറ്റീവ് ആളുടെ 2 ടാഗ് ലൈൻസ് മലയാളിയിൽ ക്യാപ്ഷൻസ് എന്ന് പറയാൻ വേണമെങ്കിൽ ടാഗ് ലൈൻ ആവണമെന്നില്ല, അതിന് യു കൻ കോൾ ഇറ്റ് ക്യാപ്ഷൻസ് ഓൾ. ഒന്ന്, എല്ലാം ശരിയാവും എന്നുള്ളത്. കഴിഞ്ഞ LDF ഗവൺമെന്റ്, 1ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ഈ ഒരു ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ക്യാപ്ഷന്റെ പോലെ. എല്ലാം ശരിയാവും. ഇതിന് മേലെ എന്തെങ്കിലും വേറെ ആർക്ക് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഒരുവിധം ശരിയാവും എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഏറെക്കുറെ ശരിയാവും എന്നല്ല, എല്ലാം ശരിയാവും. ദാറ്റ് വാസ് എൻ അഷ്വറൻസ്. ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പാർട്ടി ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ് എല്ലാം ശരി. അദ്ദേഹത്തിന്റെ തന്നെയാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വേറെ ക്യാപ്ഷൻ, ഇഫ് ഐ എം നോട്ട് റോങ്, വൈകിട്ട് എന്താ പരിപാടി. ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനമാണ് മദ്യം, ബീവറേജ്. അതുകൊണ്ടാണ് അത് എപ്പോഴും തുറന്നു വെക്കുന്ന, അതിന്റെ ഔട്ട്ലെറ്റ് കൂട്ടാനൊക്കെ ഉള്ള ചർച്ച നടക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സ്ഥലം ബീവറേജാണ്. അപ്പോ വൈകുന്നേരം ആയ 2 അടിക്കുക എന്നുള്ളത് മലയാളിയുടെ ശീലം. 1 അടിച്ചാലോ എന്നൊക്കെ പണ്ട് ചോദിച്ചിരുന്ന ഞങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇത് വന്നപ്പോ വളരെ സിമ്പിൾ ആയിട്ട് വൈകിട്ട് എന്താ പരിപാടി, അത് നമ്മളും ചോദിച്ചിരുന്ന തന്നെയാണ്. ബട്ട് സംബഡി മെയ്ഡ് ഇറ്റ് ഗുഡ് ക്യാപ്ഷൻ. ഈ ക്യാപ്ഷൻ ഒക്കെയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാമ്പയിനുകളിലേക്ക് വഴി തുറക്കുന്നത്. ക്യാമ്പയിൻ, ഇപ്പൊ നിങ്ങൾ ആസ്റ്ററിന്റെ ക്യാമ്പയിനുകൾ കണ്ടു. തടി കേടാകുന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് പറയുന്ന ഒരു വാക്കാണ്. പക്ഷെ അമിതവണ്ണം നിങ്ങൾക്ക് രോഗമായിട്ട് മാറാം. അങ്ങനെയും കാണാം. ഇപ്പൊ നിങ്ങള് നാട്ടിലെങ്ങും പാട്ടായി എന്നുള്ള ഒരു സംഗതി കേട്ടിട്ടുണ്ട്. അത് റേഡിയോ മാംഗോന്റെ ടാഗ് ലൈൻ ആണ് അല്ലെ? റേഡിയോ മാംഗോ ഉപയോഗിച്ചതിന് ശേഷമാണ് അത് ഒരു പോസിറ്റീവ് വാക്കായിട്ട് യൂസേജ് ആയിട്ട് മാറുന്നത്. അതുവരെ നാട്ടിലെങ്ങും പാട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതോ അവിഹിത ഗർഭമുണ്ടായി, അത് നാട്ടിൽ മുഴുവൻ പാട്ടായി. നിങ്ങൾ എന്തോ മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു, അത് നാട്ടിലെങ്ങും പാട്ടായി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു. അതിനു മുമ്പ് റേഡിയോ മാംഗോ ഉപയോഗിച്ചിരുന്നത് പാട്ടിന്റെ മാമ്പഴക്കാലം എന്നായിരുന്നു. അതിനെയൊക്കെ വെല്ലുന്ന ഒരു ക്യാപ്ഷനിലേക്ക് അവർ ലാൻഡ് ചെയ്യുകയാണ്, നാട്ടിലെങ്ങും പാട്ടായി. ലിറ്ററൽ മീനിങ് അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ എന്താ, നാട്ടിൽ മുഴുവൻ പാട്ടായി. അതാണല്ലോ റേഡിയോ മാംഗോ, പാട്ട് നാട്ടിലെത്തിക്കുന്ന ആളുകൾ. അങ്ങനെ there are interesting taglines, campaign concepts, copies, ഐഡന്റിറ്റി. ചില ലോഗോകൾ, ഇപ്പൊ ഫെഡെക്സിന്റെ ലോഗോ തന്നെ ഞാൻ പറഞ്ഞു. ഫെഡെക്സിന്റെ ലോഗോ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗൂഗിളിൽ കാണാം. ഫെഡെക്സ് ഒരു ലോജിസ്റ്റിക് കമ്പനി, ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ള ഏറ്റവും നല്ല സർവീസ്. അപ്പൊ അവരുടെ ലോഗോ ഒരു ഹിഡൻ എലിമെന്റ്, ഒരു ആരോ അവർ വെച്ചിട്ട്. ആമസോണിന്റെ കാണാം നിങ്ങൾക്ക് A to Z, എന്ന് സെഡിലേക്ക് ഒരു സ്മൈലി പോലെ ഒരു ആരോ. അങ്ങനെ ഐഡന്റിറ്റിയിൽ ബ്രില്യൻസ് ഉണ്ടാക്കുന്ന അതൊക്കെ അഡ്വർടൈസിംഗിൽ നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് എന്താ, ഇറ്റ്സ് ചാലഞ്ച് എവ്രി ഡേ. ഓരോ ദിവസവും നിങ്ങൾ പുതിയ അപ്പൊ ഐ എം വർക്കിംഗ് ഓൺ എ പ്രോജക്ട്, കാനഡ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ്, മാഡ് ഹൗസ് എന്നാണ് അതിന്റെ പേര്, മാഡ് ഹൗസ് സ്റ്റുഡിയോസ് ഇൻക്. ആ മാഡ് ഹൗസിന് വേണ്ടിയിട്ട് അപ്പൊ അവരുടെ ബ്രീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നെയിം ചെയ്തേക്കണം തന്നെ മാഡ് ഹൗസ് എന്നാണ്. അപ്പൊ യു ക്യാൻ മേക്ക് മാഡ് ലോഗോ, ഒരു ഓഫ് ബീറ്റ് ആയിട്ട്, നോട്ട് എ ക്ലീഷേ, എത്ര സ്ട്രെയിഞ്ച് ആയിട്ട് വേണമെങ്കിൽ ഒരു ലോഗോ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ആൻഡ് യു ക്യാൻ റേഡിയോ സ്പോട്ട്സ് ഉണ്ടാകും. ഭയങ്കര പണ്ട് കാലത്ത് വെള്ള വസ്ത്രങ്ങൾക്ക് ഉജാല, മാളോർക്കുടയാട പോലെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഉജാലയുടെ പരസ്യം, പുതിയ പരസ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങള് ജിങ്കിളുകൾ കേട്ടിട്ട് ഇപ്പൊ എത്രയോ പരസ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ എന്റെ വീട്ടില് എന്റെ വൈഫ് വരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ മറ്റേ P4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായൽ, V4 വിള്ളൽ അല്ലെ, F4 ഫൈബർ. ഇതിങ്ങനെ ആ പരസ്യം വരുമ്പോ തന്നെ നമ്മൾ കാണാതെ പറഞ്ഞു, അത് ഇസ് എ പവർ ഓഫ് അഡ്വർടൈസിംഗ്. ജിങ്കിൾസിന്റെ പവർ ഞാൻ പറഞ്ഞു. ഇപ്പൊ പണിപാളി എന്നുള്ള പാട്ട്, നീരജ് മാധവിന്റെ പാട്ട് വന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ ആ പാട്ട് പാടി നൽകണം. അത്
അയ്യയ്യോ പണി പാളിയിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടില് എനിക്കിപ്പോ രണ്ടാമത്തെ വരിയായിട്ട് വരെ പായല് പൂപ്പല് വിള്ളല് വന്ന് പണി പാളിയിലോ എന്ന്. പക്ഷെ ഇറ്റ്സ് സംതിങ് എൽസ്. നിങ്ങൾക്ക് അറിയണ്ടോ? എനിക്ക് ഓർമ്മയില്ല. വേറെ എന്തോ ആയിരുന്നു അതിന്റെ ബാക്കി. അയ്യയ്യോ പണി പാളിയിലോ എന്തോ വന്ന് പണി പാളിയിലോ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ജിങ്കിളാണ് ഓർമ്മയില്ല, അത് പരസ്യത്തിൽ വന്നത്. യു ഗെറ്റ് ഗുഡ് ക്യാമ്പയിൻ ഫിലിംസ്. പിന്നെ ആംബിയൻ മീഡിയ, ഞാനത് ഇത്രയേ ഉള്ളൂ. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ യു നോ എവറിത്തിങ്, ഇറ്റ്സ് അറൌണ്ട് യു. നിങ്ങളൊന്ന് ഗൂഗിൾ ആംബിയൻ മീഡിയ എക്സ്പെരിമെന്റ്സ്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി. ഇപ്പൊ വെറും ബിൽ ബോർഡുകൾ വെക്കാതെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ബിൽ ബോർഡ്സ് വെക്കുക. ഇന്ററാക്റ്റീവ് ഇപ്പൊ നിങ്ങൾ വഴിയിൽ വെക്കുന്ന, ഇപ്പൊ നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റേഞ്ച് റോവർ SD4 ഇവോക്കിന്റെ ഒരു ആംബിയൻ മീഡിയ എക്സ്പെരിമെന്റ് കാണാം. ഒരു റോഡില് വലിയൊരു ഹമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് മറ്റുള്ള കാറുകളൊക്കെ അത് കടന്നു പോകാൻ ബുദ്ധിമുട്ടായിട്ട് പലരും നിൽക്കുന്നു. അതിലൊരു സൈക്കിളുകാരൻ സുഖമായിട്ട് ഒരു ആളേക്കാൾ ഉയരമുള്ള ഒരു ഹമ്പാണ് ഉണ്ടാക്കിയത്. അതിന്റെ മുകളിൽ ഒരു സൈക്കിളുകാരൻ ഈസി ആയിട്ട് പോകുന്നുണ്ട്. ആകെ ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റുന്ന കാറ് റേഞ്ച് റോവർ SD4 ഇവോക്കാണ്. അങ്ങനെ റിയൽ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫേമസ് പെയിന്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാഷ് മോബ് പോലത്തെ ഒരു സംഗതി യു കൻ ഫൈൻഡ്. ING എന്ന് പറയുന്ന ബാങ്കിന്റെ പരസ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ദ ലാസ്റ്റ് തിങ്, ഇപ്പൊ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. മൂവ്മെന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതിയാണ് ഇപ്പൊ നടക്കുന്നത്. എന്താണ് ഇന്ന് ഒരു ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ അതറിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ അതിന്റെ ഒരു സോഷ്യൽ മീഡിയ ഡിസൈൻ ഉണ്ടാക്കുക. അല്ല ഇപ്പൊ ഞങ്ങള് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ നിന്ന് വിട്ടിട്ട് ഹംഗറിയിൽ ഒരു മെഡൽ കിട്ടുന്നത്. അത് ഒളിമ്പിക്സിലായിരുന്നില്ല. പലരും തെറ്റിദ്ധരിച്ചു, ചില മീഡിയ തെറ്റി കൊടുത്തു ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കിട്ടി. അപ്പൊ നമ്മൾ ഉടൻ തന്നെ ഒരു പോസ്റ്റ് ഉണ്ടാക്കി, ഞങ്ങൾക്ക് ജപ്പാനിൽ മാത്രമല്ലടാ ഹംഗറിയിലുമുണ്ട് മെഡൽ. അപ്പൊ ഇത് യു ഹാവ് ടു ബി എന്താണ് അവേക്ക്, കീപ് യുവർ ഐസ്, ഇങ്ങനെ കണ്ണ് തുറന്ന് കാത് തുറന്ന് ഇങ്ങനെ ഇരിക്കണം. ഒരു സാധനം വരുമ്പോ അപ്പൊ തന്നെ അടിക്കും. അപ്പൊ നമ്മളൊക്കെ ഞങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് പേജിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ടൈമിംഗ് കൊടുക്കുന്നുണ്ട്. ഓഫീസ് ഓപ്പൺ ആവുന്നതിന്റെ യു ക്യാൻ ഗീവ് 10 to 5, യു ക്യാൻ ഗീവ് 9 to 6, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ ദർ ഇസ് എൻ ഓപ്ഷൻ ഓൾവേസ് ഓപ്പൺ. ഞങ്ങളുടെയൊക്കെ പേജിന്റെ ഓപ്ഷൻ അതാ, ഇറ്റ്സ് ഓൾവേസ് ഓപ്പൺ, 24 hours ഇറ്റ്സ് ഓപ്പൺ. അപ്പൊ നമുക്ക് ക്രിയേറ്റിവിറ്റി ഇന്ന നേരത്തുന്നില്ല. നമ്മളുടെ വർക്ക് കൾച്ചർ ഈസ് ഫ്ലെക്സിബിൾ. നമ്മളൊക്കെ ഓഫീസിൽ വന്നിട്ട് നിങ്ങൾ രാവിലെ ടൈയും കോട്ടും ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് അല്ല ജോലി. ഞാനൊക്കെ ഐ വെയർ ഷോർട്ട്സ്. ഈവൻ ദ ഗേൾസ് അവിടെ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരാം. ദേ ഹാവ് ഫ്ലെക്സിബിൾ ടൈമിങ്സ്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ഒക്കെ ഇപ്പോഴും നമ്മൾ വി ആർ ഫോഴ്സ് ടു ഡു വർക്ക് ഫ്രം ഹോം. അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പണ്ടേ ഉള്ള സംഗതി, ലൈക്ക് ദ IT ഇൻഡസ്ട്രി. അപ്പോ what I want to say is that if you are a good communicator, if you can communicate to evoke interest in people, if you can communicate to elicit action, you can be a good advertising guy. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല പരസ്യം ഉണ്ടാക്കാനായിട്ട്, അത് ചിത്രമാണെങ്കിലും പരസ്യ ഫിലിം ആണെങ്കിലും എന്താണെങ്കിലും, നിങ്ങളൊരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആണോ, നിങ്ങൾക്ക് അത് നന്നായി തന്നെ ചെയ്യാൻ പറ്റും. ഐ ഹാവ് പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ സ്ലൈഡിലാണ് ഈ പടം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എല്ലാവരും നമ്മളുടെ ജോ ഗാർഡനർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി മാത്രം അത് ശ്രദ്ധിക്കുന്നില്ല. ഇത് ഞാൻ പർപ്പസ്ഫുള്ളി ചൂസ് ചെയ്ത സ്ക്രീൻഷോട്ട് ആണ്, പർപ്പസ്ഫുള്ളി അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതാണ്. ബിക്കോസ് ഞാൻ പറയാം, ഇപ്പൊ എന്റെ ഒരു ജനറേഷൻ ഒരു 5 മിനിറ്റ് ഉള്ള വീഡിയോ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നോക്കും, 5 മിനിറ്റ് ഉണ്ട്, അയ്യോ ഇത് കാണണ്ട. അപ്പൊ ഞാൻ ക്ലയന്റിനെ ഉപദേശിച്ചു തുടങ്ങി, വി ക്യാൻ മേക്ക് വീഡിയോസ് ഓഫ് ഷോർട്ടർ ലെങ്ത്, സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് ഷോർട്ടർ ലെങ്ത്തിന്. അപ്പൊ ഐ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു ബെന്നിയച്ചൻ ഓൾസോ. ബെന്നിയച്ചൻ ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ അബൌട്ട് കരിയർ, ഇതിലെ കരിയറിനെ പറ്റിയിട്ട് മീഡിയ. അതിന്റെ തന്നെ അവിടെ ഇരുന്നോട്ടെ, ഒപ്പം തന്നെ യു ഹാവ് ടു ക്രിയേറ്റ് ഷോർട്ടർ വേർഷൻസ്. അപ്പൊ എന്റെ മകള്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 5 മിനിറ്റുള്ള വീഡിയോ അല്ലെങ്കിൽ 3 മിനിറ്റുള്ള വീഡിയോ കാണുമ്പോൾ ഞാനിങ്ങനെ ആദ്യം ആ ഫോണിലൊന്ന് അമർത്തി നോക്കും. അപ്പൊ ടൈം ഷോസ് 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, വേണ്ട തീരുമാനിക്കും. എന്റെ മകൾക്ക്, അപ്പൊ ഞാൻ ക്ലയന്റിനോട് പറയും, യു ക്യാൻ മേക്ക് 1 minute വീഡിയോസ്. എന്റെ മകള് അല്ലെങ്കിൽ 30 second വീഡിയോസ് എന്ന് പറയുമ്പോൾ എന്റെ മകൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവളിങ്ങനെ ഫോണിൽ അമർത്തി നോക്കിയിട്ട് അയ്യോ 1 മിനിറ്റ് ഉണ്ടോ. അവരുടെ ജനറേഷന് ബെസ്റ്റ് വീഡിയോസ് ആർ ഓഫ് 15 seconds. സോഷ്യൽ മീഡിയയിൽ പോകുന്ന റീൽസിൽ, ഇൻസ്റ്റഗ്രാം റീൽസിൽ പോകും, ഫേസ്ബുക്ക് ഇതിൽ പോകുന്ന ഷോർട്ട്, അങ്ങനത്തെ വീഡിയോകളാണ് അവരുടെ വീഡിയോകൾ. അപ്പോ ഒരുപക്ഷെ
ആ ഒരു പൾസ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവനാണ് നമ്മുടെ ഫ്യൂച്ചർ ബയർ, അവനാണ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ. അവന് ഇതിൽ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല എന്നുള്ളതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ഹിസ് ജനറേഷൻ. അവന്റെ കൾച്ചറിലല്ല, അവന്റെ ഇൻട്രസ്റ്റിലല്ല, അവന്റെ. അപ്പൊ അവിടെ യു ഹവ് ടു അഡാപ്റ്റ്. ഞാൻ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അഡ്വർടൈസിംഗിൽ ഇറങ്ങാൻ പോകുന്ന എല്ലാം. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഇപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ ഡയറക്റ്റ് ചെയ്യൽ പോലും കുറച്ചു ഐ എം അസൈനിങ് യങ്ങർ ഗൈസ്, അവരുടെ ടേസ്റ്റ്, അവരുടെ കോൺസെപ്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ആൻഡ് ഏൺ റിയൽ മണി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ ഒരു വലിയ ഘടകം തന്നെയാണ്. ഇപ്പൊ ആരോ പറയും സൈക്കിളിൽ ഇരുന്ന് കരയണേക്കാൾ സുഖമാണ് BMW ഉള്ളിരുന്ന് കരയണം, AC ഒക്കെ ഇട്ട് കരയാന്ന് പറയുന്ന പോലെ യു കൻ ഏൺ റിയൽ മണി. അഡ്വർടൈസിംഗ് ഈസ് എ മണി മിന്റിങ് പ്രൊഫഷൻ. ഒരു സംശയവും വേണ്ട. ഞാൻ കോടികൾ സമ്പാദിച്ചിട്ടൊന്നുമില്ല. ബിക്കോസ് അത് വേണമെങ്കിൽ ഒരു പക്ഷെ പകുതി ഭാഗം ടീച്ചറായി നിൽക്കണോണ്ടാവും അതിന്റെ പ്രശ്നം. മുഴുവനായി കഴിഞ്ഞാൽ ചിലപ്പോൾ കോടികൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഐ ആം ജസ്റ്റ് ഷോ യു സം പിക്ചേഴ്സ്. അത് ഫസ്റ്റ് വൺ ഈസ് മനോജ് പിള്ളെ, ദ ഗൈ ഹു ഡിഡ് ഗംഭീര പരസ്യങ്ങൾ IPL-ന്റെയും ISL-ന്റെ ഒക്കെ കൂടെ പരസ്യങ്ങൾ ചെയ്തിരുന്ന പുള്ളിയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൽ ഒരാളായിരുന്നു. ഈസ് വർക്കിംഗ്, ഇയാളുടെ കമ്പനിയുടെ ഒരു തിങ്ക് പോട്ട് എന്നാണ്, ബാംഗ്ലൂരാണ്. ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാളെ നിങ്ങൾ അറിയും. യു കൺസിഡർ ഹിം ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഇൻ മലയാളം. ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. മനോജ് പിള്ളയുടെ ഒരു ഐഡിയ ആയിരുന്നു. ഐ നോ ഹിം. ആ ഒരു സമയം തൊട്ട് തന്നെ എനിക്കറിയാം. നെക്സ്റ്റ് വൺ, ഞാനൊരു ഫോട്ടോ ഇട്ടുണ്ട്, ഹസീൻ ദിൽറുബ. നേരത്തെ പറഞ്ഞ വിനിൽ മാത്യു, ഇസ് എ മലയാളി സെറ്റിൽഡ് ഇൻ ഡൽഹി. മിനിലിന്റെ ഒപ്പം തന്നെ ടെനി തോമസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് താഴെ കാണുന്ന പിക്ചറിൽ യു കെൻ സീ ദാറ്റ് എ ഗൈ ഹു ലുക്സ് ലൈക്ക് ഒമർ ലുലു. ചിലപ്പോ ആരെങ്കിലും ഒമർ ലുലു എന്ന് വിചാരിക്കും, അതല്ല, പ്രകാശ് വർമ്മയാണ്. സൂസു എന്ന് പറയുന്ന വോഡഫോണിന്റെ ഒക്കെ പരസ്യങ്ങളിൽ അയാള് ആണ് 7 സുന്ദര രാത്രികൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രമോ സോങ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് എ ഡിഫറെന്റ് സോങ്. മലയാളം നോക്കിക്കഴിഞ്ഞാൽ അത് ചെയ്തിട്ടുള്ളത് പ്രകാശ് വർമ്മയാണ്. ആൻഡ് ദ ലാസ്റ്റ് ഇമേജ് യു ക്യാൻ സി ജിസ് ജോയ് ഡയറക്ടിങ് മോഹൻലാൽ നിറബറ പരസ്യം. ജിസ്മോനെ ഞാൻ അറിയുന്നത് പരസ്യക്കാരനായിട്ടാണ്. അവരുടെ TVC ഫാക്ടറിയും ജിസ്മോനും സിജോയ് വർഗീസും പിന്നെ ദിനേഷ് പ്രഭാകർ, ഈ 3 പേരെ നിങ്ങൾക്കറിയാം. സിജോയ് വർഗീസ് ആക്ടറാണ്. ദിനേഷ് പ്രഭാകറിനെ അറിയാം, മാലിക്കില് നമ്മുടെ ഡേവിഡിന്റെ കൂടെ സ്ഥിരമായിട്ടുള്ള ക്യാരക്ടർ, ആ ഷിബു എന്ന് മറ്റാണ് പേര് അയാളുടെ. ആ ക്യാരക്ടർ ചെയ്ത ദിനേശ്, മറ്റേ പ്രേമത്തിലെ ലോനപ്പൻ ചേട്ടൻ ക്യാൻറ്റീനിലൊക്കെ ഇവരുടെ കമ്പനിയായിരുന്നു. ഇപ്പൊ ഐ തിങ്ക് ജിസ് മാറിയിട്ട് വേറെ കമ്പനി തുടങ്ങി, ലൈറ്റ്സ് ഓൺ എന്ന് പറയുന്ന കമ്പനി. അവർ ചെയ്യുന്ന പരസ്യമാണ്. ജിസ് ജോയിന് വേറൊരു രീതിയിൽ നിങ്ങൾക്കറിയാം. ദാറ്റ്സ് വാട്ട് ആ പോസിബിലിറ്റീസ് വരുന്നത്. ജിസ് ജോയ് ആണ് അല്ലു അർജുന്റെ ശബ്ദം മലയാളത്തിൽ ഡബ് ചെയ്യാറുള്ളത്. അപ്പോ ഇറ്റ്സ് എൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അല്ലെ, ഇയാള് ഡയറക്ട് ചെയ്യുന്നു, ഇയാള് സിനിമകൾ അറിയാം. സൺഡേ ഹോളിഡേ, പ്രീമിയർ, എന്താ അങ്ങനെ എന്തൊരു സിനിമ ഉണ്ടല്ലോ, പ്രീമിയർ പെറ്റ്മിനിയ എന്താ കൊണ്ട് സിനിമ ഉണ്ടല്ലോ, സോറി ഐ ഫോർഗോട്ട് ദ നെയിം. ആരാ എന്തോ പ്രീമിയർ എന്നാ പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ആസിഫ് അലി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ഓക്കെ, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് കോട്ട് ഫ്രം സോൾ. അയാള് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അയാൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. മറ്റേ ആഫ്റ്റർ ലൈഫിൽ പോവാതെ അയാളുടെ അടുത്ത് ഭൂമിയിലേക്ക് തിരിച്ചു പോകോളം പറയാണ് അവിടുത്തെ ഇൻസ്പിരേറ്റേഴ്സ്. അപ്പൊ അവര് പറയാണ് ഞങ്ങൾ തന്നെ ഇൻസ്പയർ ചെയ്യലാണ് ഞങ്ങളുടെ ജോബ്. മോട്ടിവേറ്റ്, ഞങ്ങൾ വി ഡു സെൽഡം ഗെറ്റ് മോട്ടിവേറ്റ്. ഞങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കിയ ഒരാളാണ് നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാവണം എന്നില്ല. അപ്പോ അതിന് വേണ്ടിയിട്ട് അയാൾക്ക് തരുന്ന സെക്കൻഡ് ചാൻസിൽ അയാൾ അവസാനം പറയുന്ന ഒരു ആത്മകഥമാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു വിത്ത് മൈ ലൈഫ്, ബട്ട് ഐ ഡു നോ ഐ എം ഗോയിങ് ടു ലിവ് എവറി മിനിറ്റ് ഓഫ് ഇറ്റ്. ആൻഡ് താങ്ക് യു. Okay. പ്രദീപ് സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക്. നമുക്ക് കുറച്ചൊരു 10-15 മിനിറ്റ് ഒക്കെ അതിന് ഉപകരിപ്പിക്കാം. സാർ വളരെ ക്ലിയർ ആയിട്ട് വളരെ സാവധാനം പല പല ഏരിയയിലേക്ക് നിങ്ങൾക്ക് കൊടുന്ന് സംസാരിച്ചിട്ടുണ്ട്. സാർ ആദ്യം ചോദിച്ച പോലെ ഭയങ്കര ഡീറ്റെയിലേക്കൊന്നും കടന്നിട്ടല്ല, പക്ഷെ ഒരു മോട്ടിവേഷണൽ രീതിയിലാണ് നിങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസും പറഞ്ഞു. എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അങ്ങനത്തെ മൈന്യൂട്ട് അങ്ങനത്തെ കാര്യങ്ങളും ചോദിക്കാം സാറിനോട്. ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇതിൻ്റെ അടുത്ത വെബിനാർ
ഇത് നമ്മളുടെ ചേതന വെബിനാറിന്റെ ആദ്യത്തെ സെഷനായിരുന്നു. ഇനിയും ഈ വെബിനാറിൽ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രദീപ് സാറ് കൂടിയിട്ട് ഇപ്പോൾ ഈ ചാറ്റ് ബോക്സിൽ ഇതിപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട്, ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്, അത് കാണാൻ പറ്റും. ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് ഈ ഗൂഗിൾ ഫോം ഇതൊന്ന് ഫില്ല് ചെയ്യുക, നേരൊന്നും എടുക്കില്ല. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വെബിനാറിനും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് അർത്ഥം. ചേതനയിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഫില്ല് ചെയ്യുന്നതിൻ്റെ അർത്ഥം അടുത്ത വെബിനാറിൽ പങ്കെടുക്കാണ്ടെന്നാണ്. ഇത്ര ഞാൻ പറഞ്ഞിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഫേവർ സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. I can see a question from Sebastian Panikal. Design thinking ആണ് അത്. ഞാൻ it's not only limited to design. ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞ സാധനമാണ് സത്യത്തിൽ. ഇപ്പൊ ആസ് ഐ സെഡ് ഡിസൈൻ തിങ്കിങ്ങിനെ സത്യത്തിൽ നമ്മള് ഡിസൈനിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്, ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ ആണ് ഈ ഡിസൈൻ. ആക്ച്വലി അഡ്വർടൈസിങ്ങിന്റെ മാത്രമല്ല, വാട്ട് എവർ പ്രൊഫഷൻ, എന്ത് ജോലിയാണെങ്കിലും, ഈവൻ നമ്മുടെ ഒരു എന്താ പറയാ ഫാമിലി ലൈഫ് ആണെങ്കിൽ വരെ, ദാറ്റ്സ് ദ ബേസിക് തിങ്. ഡിസൈൻ തിങ്കിങ് ഞാൻ പറയാതെ ഇറ്റ്സ് നത്തിങ് റിലേറ്റഡ് വിത്ത് ഡിസൈൻ എന്നാ പറയാ. ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെ പറയാറ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യു വാല്യുവേറ്റ് തിങ്സ്, അനലൈസ് തിങ്സ്, മേക്ക് പ്രോട്ടോടൈപ്സ്, എന്നിട്ട് നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് ആക്ച്വലി അത് കെയിം ഫ്രം IT അങ്ങനത്തെ സ്ഥലത്ത് നിന്നാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും പ്രോഡക്റ്റ് ഡിസൈനിലും നമ്മൾ ഈവൻ നമ്മുടെ അഡ്വർടൈസിങ് ഡിസൈനിലൊക്കെ ഞാൻ എല്ലാവരോടും പറയാൻ എന്താ വെച്ചാൽ ഇതൊരു ലൈഫ് ഹാബിറ്റ് ആക്കി എടുക്കണം. നമ്മൾ ഈ എംപതി എന്നുള്ള വാക്കുണ്ടല്ലോ, അത് ഭയങ്കര പവർഫുൾ ആണ്. ഞാനത് പറയുന്നുണ്ട്. ഇപ്പൊ ഐ എം റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ്, ഒരു മൂവി സ്ക്രിപ്റ്റ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർഷം തന്നെ ചെയ്യുന്നില്ല. അപ്പൊ അത് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എ ക്ലാസ് ഓൺ എംപതി. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ എംപതിനെ പറ്റി ക്ലാസ് എടുക്കുന്നു. നമ്മൾ പറയാ എന്താണ്, പുട്ടിങ് യുവർ സെൽഫ് ഇൻ സംബഡി എൽസ് ഷൂസ് എന്നാണ്. നിങ്ങള് വേറൊരാളുടെ ചെരുപ്പിൽ കയറി നിൽക്കുക. അയാൾ ആരാന്നറിയാം. അതാണ് അഡ്വർടൈസിങ്ങിന്റെ ബേസ്. ഞാൻ നേരത്തെ പറഞ്ഞതും അത് തന്നെയാണ്. ഞാൻ ആ വാക്ക് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും ബേസിക് നീഡ്സ് ഒരു ഹ്യൂമൻ ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾ മറ്റുള്ളവരുടെ ഷൂവിൽ കയറി നിൽക്കുക. എംപതി തന്നെയാണ് നിങ്ങള്. ഞാൻ എപ്പോഴും ഡിഫറൻഷിയേറ്റ് ഈ എംപതി സിമ്പതി എന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു നെഗറ്റീവ് കാര്യമോ സങ്കടമോ ഒക്കെ ആയിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. എംപതി എന്ന് പറയുന്നത് ആക്ച്വലി യു ആർ ഐഡന്റിഫൈങ് മറ്റേ ആൾക്ക് എന്താണ്. ഇപ്പൊ ഞാനത് മനോഹരമായിട്ട് പറയണെങ്കിൽ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് മലയാളത്തിൽ. അതിൽ ദിലീപിന്റെ അച്ഛനായിട്ട് ഹരീഷ് പേരടി അഭിനയിച്ചേക്കണം. അയാൾ എപ്പോഴും പറയുന്ന എന്ത് പ്രശ്നങ്ങളും വരുമ്പോഴും ഈ ദിലീപിന്റെ ഈ ജോസൂട്ടിയുടെ അച്ഛൻ പറയുന്ന ഒരു സാധനമാണ്, നീ അവരുടെ ഭാഗത്തു നിന്നൊന്ന് ആലോചിച്ച് നോക്കിയിരുന്നു. അയാളൊരു പ്രശ്നം നേരിടുമ്പോ, ജീവിതത്തിൽ ദിലീപിന് ഒരു പ്രശ്നം വരുമ്പോ അയാൾ വളരെ വയലന്റ് ആവും. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് പറയുമ്പോ ഹി ആസ്, നീ അവരുടെ ഭാഗത്തു നിന്നൊന്ന് ആലോചിച്ച് നോക്കി. ദാറ്റ് ഈസ് വാട്ട് വി കോൾ എംപതി. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രോഡക്റ്റ് സെല് ചെയ്യാനോ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാനോ ഒന്നും വിഷമമില്ല. വി നോ വെൽ ദാറ്റ് അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവരായിട്ട് ആലോചിക്കണം. ദാറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് തിങ്. ഞാൻ ആ ടേം ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ. താങ്ക് യു സെബാസ്റ്റ്യൻ സർ ഫോർ ആസ്കിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ. അത് കേൾക്കേണ്ട സാധനമാണ് എല്ലാവരും. Thank you very much, Favor, for doing this favor. I'm happy that I came here. So I am going to attend all the series. I just copied down the link so that I can fill it in. Thank you. ഞാൻ വളരെ പണ്ട് തിങ്കിങ് ക്ലബ്ബ് ഇന്ത്യയിൽ തുടങ്ങിയ ആളാണ്. Okay, great to know, sir. വെന്നേഷൻ അറിയാം. I'm into computers, IT training, etc. Now Google Educator ഗ്രൂപ്പിന്റെ തലവൻ ഇതായിട്ടിരിക്കുന്നു. കേരളത്തിലെ ലീഡറാണ്, വിക്കിപീഡിയയുടെ ട്രെയിനറാണ്. So I'm doing my bit, although I am a senior citizen. We are all, sir. You look it, but you are not. നമ്മുടെ ഈ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് പോലും എനിക്ക് ഇന്ന് ഫേവർ സാറിന്റെ ഒരു ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഒരു മിഡിലൊക്കെ ആയിട്ട് പറഞ്ഞത്, ഈ നമ്മുടെ മലയാളി ഈ തോസ്ന്നോ സൈക്കേ എന്നൊക്കെ പറയാം, അതിലിപ്പോഴും ഈ മീഡിയയിലേക്ക് ഒരു കരിയർ കണ്ടെത്തുക എന്ന് പറയുന്നത് എന്തോ ഒരു ആകെ ഒരു പ്രശ്നമാവാൻ പോകുന്ന ഒരു ഇതാണെന്ന് ഇപ്പോഴും നമ്മുടെ ഒരു ഇടത്തരം ഒരു ഫാമിലി ഇതിലൊക്കെ ഉണ്ട്. അതിനെ വളരെ കാര്യമായിട്ട് ഫേവർ സാറ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് കൂടി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അപ്പോൾ പഠിപ്പ് കഴിഞ്ഞാൽ ഇനി കരിയറിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്.
അവർക്കൊക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റോ ഈ ഒരു ചാലഞ്ചൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പുതുതായിട്ട് ഈ മീഡിയയിലേക്ക് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്ത് മീഡിയ തിരഞ്ഞെടുക്കണം, ഏത് ഡിഗ്രി പഠിക്കണം, അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കണമൊക്കെ തന്നെയാണ്. എങ്കിലും ഫേവർ സാർ ഇപ്പോൾ ഷെയർ ചെയ്ത അനുഭവത്തിൽ നിന്നൊക്കെ വെച്ചിട്ട് സാറ് എല്ലാ മീഡിയയും അവിടെയൊക്കെ ടച്ച് ചെയ്തു. അഡ്വർടൈസ്മെന്റ് അതെല്ലാം ടച്ച് ചെയ്യുന്ന ആളുകൾ കൂടിയാണ്. നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഈ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്നവർക്കോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇതിൽ പങ്കെടുക്കുന്നവർക്കോ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു സെഷന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. പ്രസന്റ് ചെയ്ത ആൾക്ക് തന്നെ ഏറ്റവും ഹാപ്പി ആവുന്ന നിങ്ങൾ എത്രയും ചോദ്യങ്ങൾ ചോദിച്ച ആളോട്. അപ്പൊ ആൾക്കറിയാം ഞാൻ പറഞ്ഞതൊക്കെ എവിടെയൊക്കെയോ തൃശ്ശൂർ ഭാഷയിൽ പറയും, എവിടേക്കോ ഏഷ്യ ഉണ്ടെന്ന് പറയും. അതെ, വാക്സിൻ കുത്തിയിട്ടേ ഞാൻ ഈ വാക്സിൻ 2 കൊടുത്തു. സിനിമാ നടന്മാർക്ക് എന്തായാലും വേണം. അപ്പൊ ഇത് കുത്തിയിട്ട് പനിച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നമെന്നുള്ള പോലെയാണ്. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു നമുക്ക് പനിക്കണമെന്ന്, ഇത് ഏശിയില്ലേ ചോദിക്കുന്ന പോലെ. വാക്സിൻ കുത്തിയാ ഒന്ന് പനിക്കണം. അതുപോലെ ക്ലാസ് എടുത്ത 1-2 സംശയമൊക്കെ തന്നെ വരണം. വി കൻ ഗിവ് യു ആൻ ഓപ്ഷൻ ബെന്നിച്ച. നമുക്ക് ഇതിനെന്തായാലും യു ആർ ക്യാരിയിങ് ഇൻ ഫോർവേഡ്. ഒരു ഫോറം പോലെ തന്നെയല്ല. അവർക്ക് ദേ ക്യാൻ പോസ്റ്റ് ക്വസ്റ്റ്യൻസ് അവിടെ. നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിൽ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ നൈസ് വെഞ്ചർ, ഒരു നൈസ് ഇനീഷ്യേറ്റീവ്. ഇതിലിപ്പോ അടുത്ത സെമിനാർ തൊട്ടിട്ട് ഞാനും ഐ വിൽ ബി അറ്റൻഡിങ് തിങ്സ്. സിബിയുടെ വെബിനാറിലൊക്കെ ചാടി കയറി ഐഡിയ പഠിക്കുന്ന ആളാ സിബി. കേൾക്കാൻ കിട്ടുക. ഒരു ചോദ്യം സാർ ചോദിക്കട്ടെ, മലയാളികള് ഇപ്പോഴും സിനിമയുടെ കാര്യത്തിൽ തന്നെയാണ് മലയാളി പ്രൊഡ്യൂസർ എന്നൊരു ജനറൽ ടൈം ഉപയോഗിക്കുന്നത് ഞാൻ, അല്ലെങ്കിൽ മലയാളി ഇൻവെസ്റ്റർ. പരസ്യങ്ങളിലൊക്കെ അത് പൈസ ചെലവില്ലാതെ ചിലപ്പോൾ ചോദിക്കും നിങ്ങളെ സ്റ്റുഡൻസിനൊക്കെ വിട്ടു തന്നിട്ട് നമുക്കൊരു പരസ്യം ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അല്ല, അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ മലയാളി ആഡ് ഫിലിം ഓർ ആഡ് ഇൻഡസ്ട്രി, മലയാളികളുടെ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറെ നന്നായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എപ്പോഴും നമ്മുടെ നല്ല ഭയങ്കര ബിഗ് മണി വരുന്നുണ്ടോ നമ്മുടെ മലയാളി അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രി? അത് 2 ടൈപ്പ് ഇതുകൾ നിൽക്കുന്നുണ്ട്. ബിക്കോസ് അത് കുറച്ച് കാലമായിട്ടുള്ള ട്രെൻഡാണ് ഈ നമ്മളുടെ സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളത്, അഡ്വർടൈസ് ഫിലിംസ്. അപ്പൊ ആളുകളുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആഡ് ഫിലിംസ് ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു അബൌട്ട് 10 lakhs 15 lakhs ഒക്കെ വരുന്നപ്പോ ഒരു മേജർ ബ്രാൻഡ് ഇപ്പൊ ലൈക്ക് കല്യാണമൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതലൊക്കെ വരും. അപ്പൊ ഈവൻ അവർ പോലും വിചാരിക്കുന്നത് വെൻ വി ഗോ ഫോർ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് നോർമലി കുറച്ച് കട്ട്സ് അതിലുണ്ടാവും. ബിക്കോസ് വി കൻ ഓപ്റ്റ് മറ്റേ ടെക്നിക്കലായിട്ട് ഇപ്പൊ ഒരു 2K റെസൊല്യൂഷൻ ഉള്ള ഒരു ക്യാമറ വേണമെന്നില്ലല്ലോ നമുക്കൊരു സോഷ്യൽ മീഡിയ ക്രിയേറ്റ്. പക്ഷേ ക്വാളിറ്റി എപ്പോഴും ഒരു സംഗതിയാണ്. നമ്മള് എക്യുപ്മെന്റ്സിന് മാത്രമല്ലല്ലോ പൈസ വാങ്ങി. ഇപ്പൊ ദർസ് എ ജനറൽ ട്രെൻഡ് അത് ഫേസ്ബുക്കിലേക്കല്ലേ അല്ലെങ്കിൽ വാട്സപ്പിലേക്കല്ലേ ഒരു ചെറിയ പരസ്യം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ബജറ്റ് ലിമിറ്റേഷൻസ് ഇപ്പൊ ഉണ്ടായി വരുന്ന ഒരു സമയമാണ്. ആളുകളുടെ വിചാരം സോഷ്യൽ മീഡിയ ചീപ്പാണ്, അതുകൊണ്ട് അതിലേക്ക് പരസ്യം നമുക്ക് ചീപ്പായിട്ട് ഉണ്ടാക്കാം. ടെലിവിഷൻ പ്രൊജക്ഷൻ ഒക്കെ വരുമ്പോൾ there are several rules, അങ്ങനത്തെ സംഗതികൾ വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും നല്ല ഇൻവെസ്റ്റേഴ്സ് വിൽ ഇറ്റ്സ് ലൈക്ക് there's a famous quote, എന്താ അറിയോ, ഡൂയിങ് എ ബിസിനസ് വിത്തൗട്ട് അഡ്വർടൈസിങ് ഈസ് ലൈക്ക് വിങ്കിങ് എ ഗേൾ ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞ സാധനം. യു നോ ദാറ്റ് യു ആർ വിങ്കിങ് ബട്ട് നോബഡി എൽസ് നോസ്. പെണ്ണറിയുന്നില്ല. ഇരുട്ടത്ത് സൈറ്റ് അടിക്കുന്ന പോലെയാന്ന് പറയാ. നമ്മളൊരു പെണ്ണിനെ നോക്കിയിട്ട് പെൺകുട്ടീനെ നോക്കിയിട്ട് അഡ്വർടൈസിങ് ഇല്ലാതെ ഒരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് സൈറ്റ് അടിക്കുക എന്നാണ് ഞങ്ങൾ പറയാ. എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മൾ സൈറ്റ് അടിക്കുന്നുണ്ടെന്ന്, പക്ഷെ പെൺകുട്ടിക്ക് അറിയില്ല. സൈറ്റ് അടിക്കുന്നൊക്കെയുള്ള വാക്കൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? ഒരു കണ്ണിങ്ങനെ അടച്ച് കാണിക്കുന്നത് അല്ലേ വിങ്കിങ് എന്ന് പറഞ്ഞാൽ. പൈസ ഉണ്ട് ബെന്നിച്ച, ഇപ്പോഴും പൈസ ചെലവാക്കുന്നവർ ചെലവാക്കും. ദേ വാല്യൂ ദ ആ ഒരു പവർ ഓഫ് അഡ്വർടൈസിങ് ഇപ്പോഴും. അതുകൊണ്ടാണല്ലോ ഈ ഇത്രയും റിസെഷൻ ഇത്രയും ഇഷ്യൂ ഉള്ളപ്പോഴും കല്യാൺ സാരീസ് വെൻ ഫോർ റീബ്രാൻഡിങ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിന്റെ ഹോൾ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്തു. കല്യാണിന്റെ ലോഗോ സാരീസ് ബ്രാൻഡ്, സിലിക്സ് അല്ല, സാരീസ് റീബ്രാൻഡ് ചെയ്തു. അവര് ഈവൻ ചേഞ്ച്ഡ് മറ്റേ ഇത് എന്താ പറയാ ദാറ്റ്സ് ഇറ്റ്, മമത മോഹൻദാസിനെ അവര് ബ്രാൻഡ് അംബാസഡർ ആക്കി കൊണ്ടുവന്നു. ഇപ്പൊ ഒരു 2 ആഴ്ചക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോ ഇറ്റ്സ് ദർ അവിടെ. അതെ, ആ സരിയോൻസ് അഡാർ ലവ് ആണ് അതിനെ വീണ്ടും ഫേമസ് ആക്കിയത്. പ്രിയ വാര്യർ അല്ലേ? സർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഓ ഷുവർ പ്രദീപ്. ഒരേ ടൈപ്പ് കമ്പനീസിനെ ഡീൽ ചെയ്യുമ്പോ, അവരുടെ ആഡുകളെ ഡീൽ ചെയ്യുമ്പോ, ഇപ്പൊ ഒരേ ഗുഡ്സ് ആൻഡ് സർവീസ് ചെയ്യുന്ന
കമ്പനീസിനെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് ആഡുകള് എങ്ങനെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുള്ളത് തിങ്കിങ് പ്രോസസ്സിൽ? അതൊരു ചാലഞ്ച് ആക്ച്വലി. പ്രദീപ് പറയുന്നത് ശരിയാ. രണ്ട് പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് എത്തിക്കലി ഒരേ ടൈപ്പ് രണ്ട് ക്ലയന്റിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ബിക്കോസ് നമ്മളിപ്പോ തൃശ്ശൂർ ഒരു ഫേമസ് ബിൽഡറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടാമത്തെ ഒരു ബിൽഡറെ ചെയ്യുന്നില്ല. അതാണ് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷെ അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചില സബ് കമ്പനീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, സത്യം പറയാലോ. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ മറ്റേ കോമ്പറ്റേറ്റീവ് ബിൽഡറേയും ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് വരും. പക്ഷേ ഇതിൽ രണ്ട് ഭാഗം ഞാൻ പറഞ്ഞത് ഇതല്ല, രണ്ട് ഭാഗം. ഒന്ന്, അവരുടെ ബ്രീഫ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ് മേ ബി ഡിഫറെന്റ്, അവരുടെ പ്രൈസ് റേഞ്ച് മേ ബി ഡിഫറെന്റ്, അവരുടെ എന്താ പറയാ, അവരുടെ ഒരു ഓഡിയൻസിന്റെ ഇത്, അവരുടെ USP ഡിഫറെന്റ് ആയിരിക്കും. സംബഡി വാണ്ട്സ് ടു പ്രൊജക്ട് ദം ആസ് എൻ ഇക്കോ ഫ്രണ്ട്ലി ബിൽഡർ, ഇപ്പൊ ഗുഡ് എർത്ത് പോലത്തെ ഒരു ബിൽഡർ ആണെങ്കിൽ. സംബഡി എൽസ് വാണ്ട് അവരുടെ കോസിനെസ്, ഇപ്പൊ ശോഭയാണെങ്കിൽ കംഫർട്ട്, മറ്റേ ലക്ഷറി ആയിരിക്കും സെല്. അപ്പൊ അത് അത്രയും ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് വിൽക്കാൻ കുറച്ചൊക്കെ USP, അതാണല്ലോ അത് ബിഗ് ഐഡിയ, അത് മാറ്റി പിടിക്കാം. പിന്നെ ഇപ്പൊ ഞങ്ങൾ വി ആർ വർക്കിംഗ് റെസ്റ്റോറൻറ്റ്സ് ആണ് ഞങ്ങളുടെ ഒരു മേജർ ക്ലയൻസ്. ഇപ്പൊ ടേക്ക് അവേ ആണ് ഉണ്ടാവും. എല്ലാ ദിവസവും ഐ എം ഗെറ്റിംഗ് എ കോൾ, ഒരു ടേക്ക് അവേയുടെയോ ഇതിന്റെ കോള് കിട്ടുന്നത് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ ഒരിക്കലും വിളിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ വിളിച്ചോണ്ട്. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇതാണ്. ഞാൻ പ്രദീപിന് ഇഫ് യു വാണ്ട്, പ്രദീപ് അല്ല, നിങ്ങൾ ആരും അഡ്വർടൈസിംഗിൽ പോവാണെങ്കിലും ഐ ടെൽ യു മൈ സീക്രട്ട്. ഇത് പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈവൻ ഷെയർ മൈ പ്രസന്റേഷൻ വിത്ത് ഓൾ ഹു അറ്റൻഡഡ്. അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ. എന്റെ ഏറ്റവും സീക്രട്ട് എന്താണെന്ന് അറിയാം, ഞാൻ അവരോട് ആദ്യം ചോദിക്കുക നിങ്ങളുടെ പ്രൈസ് റേഞ്ചാണ്. ഒരു ക്ലയന്റ് വരുമ്പോ ഞാൻ അവരോട് ആദ്യം ചോദിക്കുക ഞങ്ങൾ, അപ്പൊ അയാൾ 50 രൂപയുടെ ജെട്ടി വെക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ക്യാമ്പയിൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വി ക്യാൻ എന്താണ് പ്രെഡിക്റ്റ്, അല്ലെങ്കിൽ വി ക്യാൻ ഡിസൈഡ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്. 50 രൂപയുടെ അണ്ടർവെയർ വാങ്ങുന്ന ആള് അതേസമയം 2500 രൂപയുടെ അണ്ടർവെയർ ആണ്. വില ചോദിച്ചാൽ മതി, നിങ്ങൾ ആർക്കാ വിൽക്കണേ, നിങ്ങളുടെ മാർക്കറ്റ് ഒന്നും ചോദിക്കണ്ട, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്ര. 50 രൂപയുടെ അണ്ടർവെയറും 2500 രൂപയുടെ അണ്ടർവെയറും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും ഒരു അഡ്വർടൈസിംഗുകാരന്. ദ അപ്രോച്ച് ഹി മസ്റ്റ് ടേക്ക്. അപ്പൊ അതുപോലെ തന്നെയാണ് സിമിലർ ക്ലയന്റ് വരുമ്പോ അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഡിസൈഡ്സ് അവരുടെ ക്യാമ്പയിൻ. അല്ലെ, നമ്മൾ സിനിമയിൽ പറഞ്ഞ പോലെ യു ക്യാൻ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ ഓഡിയൻസ് പറയും, വ്യൂവേഴ്സ് പറയും. 50 രൂപയുടെ അണ്ടർവെയർ വാങ്ങിക്കാനുള്ള ആൾക്ക് നമ്മള് ഒരു 80 രൂപയിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ 100 രൂപയിലേക്ക് എത്തിക്കുക എന്നുള്ള പരസ്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. എന്റെ പൂച്ച സെഷൻ കേൾക്കാനായിട്ട് ചാടി വരുന്നുണ്ട് ജനലേ കൂടെ. താഴ്ത്തക്കട് നടക്കുന്ന ആള്, ഇവിടെ എന്താ സംഭവിക്കണെന്നുള്ള പോലെ വാതിലടച്ചിട്ടൊക്കെ പുറത്തു പോകാൻ പറ്റില്ല. ഫേവറായിട്ട് അനുവാദമില്ലാതെ എന്റെ പൂച്ച വരാൻ ശ്രമിച്ചിരുന്നു. അത് വെന്നേച്ചന്റെ പൂച്ച ഒരു കഥാപാത്രം, ആളിടയ്ക്ക് പ്രിൻസിപ്പാളിന്റെ കസാലൊക്കെ കയറിയിരിക്കും. പുറത്ത് നിർത്തിയേക്കാണ്, എനിക്ക് അഡ്വർടൈസ്മെന്റ് പഠിക്കുന്ന നിർത്തിയിരിക്കുന്നത്. അതെ അതെ അതെ, ഓക്കെ. പ്രദീപ്, ഐ തിങ്ക് യു ഹാവ് എൻ ഐഡിയ നോ അല്ലേ? ഇതൊരു ഏകദേശം ഐഡിയ കിട്ടും. അല്ലെ, ഇവരൊന്ന് വാതിൽ തുറന്നു വിട്ടോട്ടെ, അല്ലെങ്കിൽ ആള് ഇവിടെ താമസാക്കും. ഞാൻ തുറന്നുതരാം, പൊക്കോ തുറന്നു. ആള് ജനലിലേക്കടെ താടി വന്നു, ഇനി ജനലിലേക്കടെ തിരിച്ചു പോവില്ലേ, വന്ന വഴിക്ക് പോവാന്നുള്ള പരിപാടി ആൾക്കില്ല. കാരണം ഇതിപ്പോ എമ്പതിയെ കുറിച്ച് ഇനി ക്ലാസ് വേറെ വേണ്ട. ഫേമസ് ആരെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടോ? അതോ നമ്മളൊരു വൈൻഡിങ് അപ്പ് മൂഡിലാണെങ്കിൽ വൈൻഡിങ് അപ്പിലേക്ക് കിടക്കാം. എല്ലാവരും അടുത്ത വെബിനാറിലേക്ക് ഇതേപോലെ വന്നു ചേരാൻ ഉദ്ദേശിച്ചു. ഹൗ മച്ച് ഈസ് ദ റോൾ ഓഫ് ടെക്സ്റ്റ് ഇൻ അഡ്വർടൈസ്മെന്റ് എന്ന് മാനസ് എഴുതി ചോദിച്ചിരിക്കുന്നു. ടെക്സ്റ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാനസ്, അത് ഇറ്റ്സ് ലൈക്ക് എന്താണ്, നമ്മൾ രണ്ട് തരത്തിലാ കോൺസെപ്റ്റ്സ് ഉണ്ടാക്കുക. ഐദർ യു സ്റ്റാർട്ട് വിത്ത് ടെക്സ്റ്റ്, അല്ലെങ്കിൽ യു സ്റ്റാർട്ട് വിത്ത് ഒരു ഇമേജ്. അതിൽ ടെക്സ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളോട് പറയാണ് മൈൻ ഈസ് എ മിൽക്ക് പ്രോഡക്റ്റ്, ഇതിന് നമ്മളൊരു ക്യാമ്പയിൻ ഉണ്ടാക്കണം. അപ്പൊ അത് ആലോചിക്കുന്ന കോപ്പി റൈറ്ററുടെ മനസ്സിൽ വന്നൊരു സാധനമാണ് കേരളം കണി കണ്ടുണരുന്ന നന്മ. ബിക്കോസ് അതിന്റെ ബ്രീഫ് ഉണ്ട്. പാല് എന്ന് പറയുമ്പോൾ രാവിലെ വരുന്നൊരു സാധനമാണ്, വീട്ടിലല്ലേ നമ്മൾ വൈകുന്നേരം, ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് വൈകുന്നേരം പാല് കൊണ്ട് പോവാറുണ്ട്. ഒരു ചായ കുടിക്കുന്നു, രാവിലെ ചെയ്യുന്ന ഒരു മലയാളത്തിന്റെ സുപ്രഭാതം എന്നാണ് മനോരമയുടെ ടാഗ് ലൈൻ അല്ലേ? സുപ്രഭാതം. സംഗതി പത്രം തുറന്ന കംപ്ലീറ്റ് മറ്റേ പീഡനവും കൊലപാതകവും കത്തിച്ച വാർത്തയ്ക്കാണെങ്കിലും ഇതാണ് ടാഗ് ലൈൻ. അപ്പൊ ആ ടാഗ് ലൈനിൽ നിന്ന് പിന്നെ നമ്മൾ വിഷ്വൽ ഉണ്ടാക്കും.
എങ്ങനെയായിരിക്കും മലയാളത്തിന്റെ സുപ്രഭാതം ഉണ്ടാവുന്നത്? അപ്പൊ ഞങ്ങള് വി വർക്ക്ഡ് ഓൺ എ കോൺസെപ്റ്റ് വൺസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്രക്കാരൻ ഇങ്ങനെ പത്രം ഇട്ടുകൊണ്ട് പോവുക, രണ്ട് സൈഡിലും വീടുകളുള്ള ഒരു വഴിയിൽ ഒരു സൈക്കിളിലെ പത്രക്കാരൻ ഇങ്ങനെ പത്രം എറിഞ്ഞുകൊണ്ട് പോവാണ്. ആ പത്രം എറിയുന്ന ഓരോ വീട്ടിലും വെളിച്ചം തെളിയാണ് പത്രം വരുമ്പോ. അപ്പോ ഈ മലയാളത്തിന്റെ സുപ്രഭാതത്തിന്റെ വിഷ്വലാണ് അപ്പുറത്തുള്ളത്. നമ്മള് വിഷ്വൽ തിങ്കിങ്ങിലേക്ക് പോവാ ഈ ടെക്സ്റ്റ് വെച്ചിട്ട്. ടെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു ക്യാപ്ഷന്റെ പഞ്ച് ഉണ്ടല്ലോ, ഒരു നല്ല ടാഗ് ലൈനിന്റെ പഞ്ച്, അത് ഒരിക്കലും മാത്രല്ല ഇപ്പൊ പേരുകൾ ഇടാൻ ഞാൻ പറയും. ഇപ്പൊ നൈക്കി എന്ന് പറഞ്ഞ സക്സസിന്റെ ദേവതയാണ് നൈക്കി എന്ന് പറയുന്നത്, വിജയത്തിന്റെ ദേവതയാണ് നൈക്കി. അങ്ങനെ ഒരു പേര് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ കാര്യമല്ല. അപ്പൊ ഒരു വിജയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പോർട്സ് ഷൂ, മത്സരിക്കുന്ന സ്പോർട്സ് ഷൂവിന് അങ്ങനെ ഒരു പേര് കണ്ടെത്തുക എന്നുള്ളത് വലിയ ചാലഞ്ചാണ്. Oh sir, thank you. Thanks for your presence, sir. We are honored. Sebastian sir. Hello. Hello. Acha. Oh, I'm listening. ഞാന് മലയാളം ഭാഷയാണ്. ബെന്നിച്ചിനെ അറിയാം. എന്റെ 4 സ്റ്റുഡൻസ് ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു ക്ലാസ് കേൾക്കാൻ. അപ്പോ കുറച്ചു പേർക്കൊക്കെ അയച്ചു കൊടുത്തു. എന്തായാലും സാറിനെ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വെബിനാറിൽ കാണുന്നത്. എമ്പതിയുടെ അർത്ഥം ഉടനീളം നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, അത് നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഇന്ന് സ്കൂളില് മലയാളം ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഈ അഡ്വർടൈസ്മെന്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്, വിഷയങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ മാതൃഭൂമിയിലത്തെ പരസ്യമൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകളിൽ അങ്ങനെ ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സ് എനിക്ക് ഈ ക്ലാസ്സിൽ കിട്ടി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരു പേഴ്സണൽ കാര്യം പറയട്ടെ, എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഇപ്പോഴും മലയാളത്തിൽ ആ ക്യാമ്പയിനുകൾ ആദ്യം ചെയ്യാൻ പറയാ ആളുകളോട്. പൊതുവെ അഡ്വർടൈസിംഗ് പറഞ്ഞ ഇറ്റ്സ് എ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. ആളുകള് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കൊച്ചിയിലെ ഒരു ക്ലയന്റിനെ കാണാൻ പോകുന്നു. ഈ കൊച്ചിയിലെ ക്ലയന്റ് ആലപ്പുഴ സ്വദേശിയാണ്, ഞാൻ തൃശ്ശൂർ പോകുന്ന കാരനാണ്. പക്ഷെ ഞങ്ങൾ അവിടെ പോയ ഇംഗ്ലീഷിലെ വർത്താനം പറയും. എന്തിനാന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നല്ല മലയാളത്തിൽ പറയാവുന്ന കാര്യമുള്ളൂ. അല്ല, നല്ല ക്യാപ്ഷനുകൾ മലയാളത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ക്യാപ്ഷനുകളായിട്ട് മാറിയിട്ടുണ്ട്. അതെ അതെ. അതിന്റെ അത് 2-3 വാക്കിലാണ് അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതുണ്ടാക്കുന്ന ആഘാതം ഭയങ്കരമാണ് സമൂഹത്തിൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വരയ്ക്ക് നമ്മൾ പറയാറില്ലേ, ആ ഒരു വര വരയ്ക്കാൻ 25 കൊല്ലം. സാറ് പറഞ്ഞിപ്പോ ഈ ഗൂഗിൾ മീറ്റ് തുടങ്ങിയപ്പോഴേ സ്കൂളിലൊക്കെ ടീച്ചർമാരൊക്കെ ഏത് എഴുത്തുകാരനെയും വിളിച്ചിട്ട് ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ അംബികാസുധൻ മങ്ങാടിനെ വിളിച്ച് സാറ് കുട്ടികളോടും സംസാരിക്കും, കാശ് ചെലവില്ലല്ലോ. പക്ഷെ ആ മനുഷ്യൻ, ആ എഴുത്തുകാരൻ അയാളുടെ ജീവിതത്തിലെ 10-35 കൊല്ലം ബുദ്ധി കിട്ടിയിട്ടുണ്ടാക്കിയ കാര്യമാണ് വെറും ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തീരെ വില ഇല്ലാതായി പോയി. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് സ്കൂളുകളിലെ എഴുത്തുകാരെല്ലാവരും വിളിച്ച ഒരു പ്രവേശനോത്സവത്തിന് 16 എഴുത്തുകാരൊക്കെയാണ് ആശംസ പറഞ്ഞത്. അപ്പൊ അവരുടെ വാല്യൂ എന്താണെന്ന് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നേരത്തെ മറ്റേ FB-ലൊക്കെ റീൽസിനൊക്കെ ചോദിക്കുമ്പോ കുറച്ച് കാശ് മതിയില്ലെന്ന് പറഞ്ഞില്ലേ, ഒരാൾ ക്രിയേറ്റിവിറ്റിയുടെ കാശ് ആരും മനസ്സിലാക്കില്ല. അല്ല, എനിക്ക് തന്നെ നഷ്ടമാണ് ജോലി മാഷെ. പണ്ടൊക്കെ പോകുമ്പോഴേ ക്ലാസ് എടുക്കണതിന്റെ കാശിന്റെ ഒപ്പം വണ്ടിക്കൂലിയും കൂടി വാങ്ങിക്കായിരുന്നു. ഇപ്പൊ അത് പറ്റില്ലല്ലോ, വണ്ടിക്കൂലി ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ആളുകൾ കേട്ടോ. അതെ 10 മിനിറ്റ്. ഓക്കെ. അതുപോലെ ഐ താങ്ക് മലയാളം ടീച്ചേഴ്സ് പ്രത്യേകിച്ച്. എന്താ അറിയോ, ഞാനിപ്പോ എന്റെ മലയാളം പഠിപ്പിച്ച ദാമോദരൻ മാഷുണ്ട്. മാഷൊക്കെ നമുക്ക് തന്നൊരു ഫ്രീഡം ഉണ്ട്. എന്നും 10ാം ക്ലാസ്സിലും എന്നും 2 വരെ കോപ്പി എഴുതി കാണിക്കണം. പക്ഷെ മാഷ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തും എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ തമാശക്ക് അവിടുത്തെ മാഷ്മാരും ടീച്ചേഴ്സും തമ്മിൽ ക്രിക്കറ്റ് കളി മത്സരമൊക്കെ എഴുതിയിട്ടുണ്ട്. വേറൊരു അധ്യാപകനാന്ന് വെച്ചാൽ അത് വായിച്ചിട്ട് തന്നെ തല്ലും. പക്ഷെ ഞാൻ എഴുതാം. ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം നമുക്ക് തന്നിട്ടുള്ള മലയാളം. അതുകൊണ്ട് മലയാളം എനിക്ക് എന്നും ഇഷ്ടമുള്ളതാണ്. എന്റെ അപ്പ മലയാളത്തിൽ കവിതകൾ എഴുതിയിരുന്ന ഒരാളാണ്. ഒരു കാലത്ത് ഞാനും കവിതയൊക്കെ എഴുതിയിരുന്നു. പിന്നെ നമ്മൾ ഈ വയറ് നിറച്ച് പൊറോട്ടയും ബീഫൊക്കെ തട്ടിയിട്ട് പട്ടിണീനെ കുട്ടി എഴുതുന്നതിന്റെ ഒരു വിഷമം മനസ്സിലാക്കി ഞാൻ എഴുത്ത് നിർത്തിയതാണ്.
നമ്മുടെ ഈ ജോണി മാഷിയുടെ പർപ്പൂര് സ്കൂളിലെ പൂമരം എന്ന് പറഞ്ഞിട്ടേ സാഹിത്യം അതൊക്കെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. സന്തോഷം. മാഷൊക്കെയാണ് നമ്മുടെ സപ്പോർട്ടേഴ്സ്. മലയാളം മാഷ് എന്ന് പറയുമ്പോ തന്നെ ഒരു രസമുണ്ടല്ലേ. ഇംഗ്ലീഷ് ടീച്ചർ എന്ന് നമ്മൾ പറയും, മലയാളം മാഷ് എന്ന് പറയും. ഒരു മലയാള മാഷിന് ഒരു മനസ്സിലൊരു വിഷ്വൽ ഉണ്ട് നമ്മുടെ മുണ്ടൊക്കെ കൊടുത്ത് അല്ലേ. അങ്ങനെ സാർ ഇപ്പൊ പ്ലസ് ടുവിലേക്ക് വരുമ്പോഴേക്കും മിസ്സായി. അതെ മിസ്സായി. അതെ 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 മിസ്സായി. മിസ് എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ 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 മിസ്സാണ്, ടീച്ചർ ഇല്ല. ഫേവർ സാറേ, ഞാൻ മാനസാണ്. ഞാനിപ്പോ ചോദ്യം ചോദിച്ചിരുന്നു ടെക്സ്റ്റ്. ഞാൻ പറഞ്ഞിരുന്നു മനസ്സിന് വേണ്ടിയിട്ടാണ് ഉത്തരം പറഞ്ഞത്. ഞാനൊരു ജേർണലിസം അധ്യാപകനാണ്. ഹയർ സെക്കൻഡറി. എനിക്കറിയാം, നമ്മള് പല സ്ഥലത്തും കണ്ടുമുട്ടുന്ന ആളുകളാണ് ഇതുപോലെ. ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഡെസർട്ടേഷൻ ശരിക്കും ആ ഒരു ടോപ്പിക്കിലായിരുന്നു. 10 വർഷമായി ചെയ്തിട്ട്. അപ്പൊ അന്നത്തെ ടോപ്പിക് അതായിരുന്നു, ടെക്സ്റ്റിന് എത്രമാത്രം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് വെച്ചാൽ എന്നോട് വൈവ ബോർഡിലുള്ള ആളുകൾ പറഞ്ഞ ഇതിന്റെ കൺക്ലൂഷൻ അതാണല്ലോ, ടെക്സ്റ്റ് ആളുകളെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. ഇങ്ങനെ ഒരു മറുചോദ്യം എന്റെ അടുത്ത് അന്ന് ചോദിച്ചു സാറൊക്കെ, അല്ല മെമ്പേഴ്സ്, വൈവ ബോർഡിലുള്ള മെമ്പേഴ്സ്. അപ്പൊ അതാണ് ഞാൻ പിന്നെ ഇപ്പൊ വീണ്ടും ഒന്ന് ആലോചിച്ചത്, എത്രമാത്രം ഇതിന് സാറ് പറഞ്ഞ പോലെ നമുക്ക് മേക്കിങ്ങില് സാധ്യതയുണ്ട്. പക്ഷെ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിലേക്കൊക്കെ അവർ എത്രമാത്രം ടെക്സ്റ്റിന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു. അതെന്താണെന്നറിയോ മനസ്സിൽ ഇപ്പൊ ടെക്സ്റ്റിനെ നമ്മൾ ഈ പാക്കേജിങ് പോലത്തെ പരിപാടി ടെക്സ്റ്റ് തന്നെ വിഷ്വലാക്കി മാറ്റുകയാണ്. ഇപ്പൊ നമ്മള് കോപ്പി എഴുതല്ല, കോപ്പി തന്നെയാണ് നമ്മുടെ വിഷ്വല്. ആ ടെക്സ്റ്റിന്റെ വലുപ്പം, ടെക്സ്റ്റിന്റെ മോഷൻ ഗ്രാഫിക്സിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ടെക്സ്റ്റിനെ തന്നെയാണ് നമ്മുടെ വിഷ്വലാക്കുന്നത്. അത് വായിക്കാതിരിക്കാൻ പറ്റില്ല, അതിൽ കൂടെ കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ എത്രത്തോളം ഭംഗിയില്, അപ്പൊ ടൈപ്പോഗ്രഫിയുടെ ഓപ്ഷൻസ്, അതിന്റെ ബ്രില്യൻസ്, നെഗറ്റീവ് സ്പേസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആ ടെക്സ്റ്റിനെ ഇമേജ് ആക്കി മാറ്റുക. ശരിക്കും ആ ടെക്സ്റ്റിനെ വിഷ്വലാക്കുകയാണ്. ഓക്കെ സാർ, ക്ലിയർ ആണ് സാർ. ഓക്കെ, ചിക്കന്റെ മണക്ക് വന്നു തുടങ്ങി ബെന്നിയച്ച ഞായറാഴ്ച. സോ നമുക്ക് എനിക്ക് കുഴപ്പമില്ല, ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീറ്റേക്കണേ. ഈ തമാശയുടെ കൂടെയാണ് നമ്മുടെ ഫേവർ സാറിന്റെ പൂച്ചയും എന്റെ പൂച്ചയും ഒക്കെ ഈ പറഞ്ഞ പോലെ അവര് സമയമായി എന്ന് പറഞ്ഞിട്ട് വാച്ചില് 1 മണിയായാലും 1:10 കുഴപ്പമില്ല, വാച്ച് നോക്കാത്ത ആൾക്കാരാണ്. ക്ലാസ് നിർത്താം. അപ്പോ പ്രദീപ് സാർ പ്ലീസ്. സാർ ഒന്ന് വൈൻഡപ്പ് ചെയ്തോളൂ. മനോഹരമായൊരു സെഷനായിരുന്നു നമുക്ക്. തീർച്ചയായിട്ടും ഇത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേവർ സാർ നമുക്ക് വേണ്ടിയിട്ട് കടുകട്ടി വിഷയങ്ങളോ മറ്റോ ഒന്നല്ലാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ മുന്നിലോട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതെല്ലാം അതിന്റെ അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ എല്ലാവരും മനസ്സിലോട്ട് എത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ ഫേവർ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എന്റെ പേരിലും അതുപോലെ കോളേജിന്റെ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ താങ്ക് യു സാർ. അതുപോലെ ഈ ഒരു സ്ട്രീമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബിനാർ സീരീസുകളെ ഫോളോ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള ഈ അച്ഛൻ പറഞ്ഞ പോലെ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരാണ്, അല്ലെങ്കിൽ കൂട്ടം ആൾക്കാരാണ്. ഒരു സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരല്ല. വിദ്യാർത്ഥികളുണ്ട്, ഫീൽഡിലുള്ളവരുണ്ട്, അധ്യാപകരുണ്ട്. അങ്ങനെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യം അടുത്ത വരുന്ന സീരീസ് വെബിനാറുകളിലെല്ലാം ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ള ഫോമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നന്ദി. യൂട്യൂബിന്റെ ചാനലിൽ ഇത് കിട്ടൂലോ അല്ലെ? സംബഡി ആസ്കിങ് FB മെസ്സഞ്ചറിൽ വന്നിട്ട് ലേറ്റ് ആയി ഇത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഉണ്ടാവില്ല. തീർച്ചയായിട്ടും 2-3 പേര് എന്നോട് FBയിൽ വന്ന് ചോദിക്കുന്നു. സാർ നമ്മളത് എല്ലാവരോടും നമ്മുടെ ചേതന കോളേജിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തോളാം, അവർക്ക് മെസ്സേജ് ചെയ്ത് കൊടുത്തോളാം. ഓക്കെ, അപ്പൊ താങ്ക്സ് ഓൾ, താങ്ക് യു വെരി മച്ച്. വീണ്ടും ഓഗസ്റ്റ് 1-ാം തീയതി എന്താ പറയുക,
എന്താ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറഞ്ഞ പോലെ അതെ അതെ ഓഗസ്റ്റ് 1-ാം തീയതി ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ ഈ വെബിനാർ സീരീസ് ഉദ്ഘാടനം വലത് കാല് വെച്ച് ഇടത് കാല് വെച്ച് വെച്ച് നമുക്ക് ഒന്ന് തന്നെ. അപ്പൊ ഫേവർ സാറിന് വലത് കാല് വെച്ച് എന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നതിന് പ്രത്യേകം താങ്ക്സ്. അപ്പോ ഈ വെബിനാർ സീരീസ് ഉഷാറാവട്ടെ. സാറിന് പ്രത്യേകം താങ്ക്സ്. നമുക്ക് എല്ലാവർക്കും ബൈ. ബൈ.